ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകും. നമുക്കൊന്നൊരു നല്ല സൂപ്പർ കഥ കേട്ടാലോ? തണുപ്പ് കൂടി കൂടി വരുന്നത് കൊണ്ട് വല്ലാത്ത തൊണ്ടയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. എത്ര നേരം റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നും എനിക്കറിയില്ല. എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. കഥയുടെ തുടക്കത്തിൽ തന്നെ. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലേക്കൊരു യാത്ര. ആഗ്രഹിച്ചിരുന്നില്ല ഇതൊരിക്കലും. എന്നിട്ടും ആരോ തള്ളിവിടുന്നത് പോലെയാണിപ്പോൾ തൻ്റെ ജീവിതം. നരേശിന് തല പെരുക്കുന്ന പോലെ തോന്നി. UK-യിലെ പൗരത്വം നേടിയതിൽ പിന്നെ ഇവിടേക്ക് വന്നിട്ടുള്ളത് 2-3 പ്രാവശ്യം. അവസാനമായി വന്നത് 4 വർഷങ്ങൾക്ക് മുമ്പ്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് താൻ എല്ലാം കൊണ്ടും ഭാഗ്യവാൻ. പേരുകേട്ട തറവാട്ടിലെ ഏക ആൺതരി. UK-യിലെ പേരുകേട്ട കമ്പനിയിൽ ഉയർന്ന ജോലി, കണക്കില്ലാത്ത സമ്പാദ്യം, സുന്ദരിയും വിദ്യാസമ്പന്നയുമായ ഭാര്യ. വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 10 വർഷമായി. ഒരു പിൻതലമുറയെ താലോലിക്കുവാനുള്ള യോഗം ഇതുവരെ ലഭിച്ചിട്ടില്ല. മായയ്ക്ക് ഇക്കഴിഞ്ഞ വർഷം നടന്നത് 6ാമത്തെ അബോർഷനാണ്. ഒരു ആരോഗ്യ പ്രശ്നവുമില്ല. പക്ഷേ 3 മാസമാകുമ്പോഴേക്കും മിസ്ഡ് അബോർഷനായി പോകുന്നു. മാനസികമായൊരു സ്ത്രീ തളരാൻ ഇത് ധാരാളമാണെന്ന് അറിയാം. ഈ പോക്ക് പോയാൽ ഒരുപക്ഷെ തനിക്ക് അവളെയും നഷ്ടമായേക്കാം. 3ാമത്തെ കുഞ്ഞിനെ നഷ്ടമായപ്പോൾ അമ്മയും അമ്മാവനുമാണ് പറഞ്ഞത്, കുടുംബക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് പങ്കെടുക്കണം, ഒരു പൂജ നടത്തണമെന്നൊക്കെ, സന്താന സൗഭാഗ്യത്തിനായി. കേട്ടപ്പോൾ ആദ്യം ചിരി വന്നു. ശാസ്ത്രം ഇത്രയേറെ വളർന്നിട്ടും യുക്തിയില്ലാത്ത കാര്യങ്ങൾ കേട്ടാൽ എങ്ങനെ ചിരി വരാതിരിക്കും? മായയ്ക്കും ഇതിലൊന്നും തീരെ വിശ്വാസം പോരായിരുന്നു. അവൾ പറഞ്ഞത് ഈ നൂറ്റാണ്ടിൽ ഇതിലൊക്കെ വിശ്വസിക്കുന്നത് തൻ്റെ വീട്ടുകാരുടെ അന്ധവിശ്വാസം ഒന്നു മാത്രമാണെന്നായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ എല്ലാം മാറിയിരിക്കുന്നു. തുടരെയുള്ള 6ാം തവണയും ഒരേ കാര്യം ഒരേ രീതിയിൽ ആവർത്തിച്ചപ്പോൾ അവളിലെ സ്ത്രീയും എല്ലാവരെയും പോലെയായി. ഇന്ന് അവളും വിശ്വസിക്കുന്നു എന്തോ ശാപമാണെന്ന്. അവസാന വരവിന് ശേഷം അവൾക്കിവിടെ വരാനുള്ള ആവേശം കൂടി. ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള അതിയായ ആഗ്രഹമാണിപ്പോൾ. ആ ആഗ്രഹമാണ് തന്നെയും നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നത്. എന്താണ് സത്യം? പണ്ടൊക്കെ തനിക്കും ഇതിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. എപ്പോഴാണ് താനൊരു അന്ധവിശ്വാസിയായത്? നിശബ്ദനായി മായയെ അനുഗമിച്ചതെന്തേ? എന്തോ ഒന്ന് ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നത് പോലെ. നീട്ടിമുഴങ്ങിയ കാർ ഹോൺ അയാളെ ചിന്തകളിൽ നിന്നും ഉണർത്തി. മുൻപിലൊരു കൂറ്റൻ ഗേറ്റ്. കറുത്ത ബോർഡിൽ സ്വർണ്ണ നിറത്തിൽ നന്ദാവനത്തിൽ എന്ന് കൊത്തിയിരിക്കുന്നു. കാർ ഗേറ്റ് കടന്ന് തറവാട്ടുമുറ്റത്തേക്ക് എത്തി നിന്നു. കാറിൽ നിന്നും ആദ്യം പുറത്തിറങ്ങിയത് മായയാണ്. 5 വർഷങ്ങൾ കൊണ്ട് വന്ന മാറ്റങ്ങളിലൂടെ കണ്ണോടിച്ചുകൊണ്ടവൾ കാറിൽ ചാരി നിന്നു. പുറമേ നവീകരിച്ചുവെങ്കിലും പഴമയുടെ തനിമ നഷ്ടമാകാതെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ബാഗുകളുമായി ഡ്രൈവർ അകത്തേക്ക് പോയി. എന്താടോ, ക്ഷീണമായോ? മായയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് നരേശ് ചോദിച്ചു. അവളുടെ കണ്ണുകൾ തെക്കിനിയിലെ ജനാലയിലായിരുന്നു. കണ്ണുകളിൽ ആലസ്യഭാവം, ചുണ്ടിൽ നേർത്ത പുഞ്ചിരി. വളരെ കാലമായി കാത്തിരുന്ന ആരെയോ കണ്ട പോലെ. ആ ചുണ്ടുകൾ മെല്ലെ മന്ത്രിച്ചു. ഇവിടേക്ക് ഓടിയെത്താനായി എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു. എനിക്ക് ക്ഷീണമോ? പറഞ്ഞതും അവൾ മുന്നോട്ട് നടന്നു. ഒന്നും മനസ്സിലാകാതെ അയാൾ മിഴിച്ചു നിന്നു. അകത്തു നിന്നും അമ്മ ആരതിയുമായി എത്തി. അവൾ പുഞ്ചിരിച്ചു. അപ്പോഴേക്കും അമ്മാവനും എത്തി. കേറി വാ മക്കളെ, യാത്രയ്ക്ക് സുഖമായിരുന്നോ? സുഖമായിരുന്നു അമ്മാവ, മറുപടി നൽകിക്കൊണ്ടവർ അകത്തേക്ക് കയറി. മോളെ, മോളിലെ മുറിയാ നിങ്ങൾക്ക്. ചെന്ന് വേഷമൊക്കെ ഒന്ന് മാറ്, നന്ദിനി മരുമകളോട് പറഞ്ഞു. തലയാട്ടിയിട്ട് അവൾ മുകളിലേക്ക് പോയി. നരേശ് അത് നോക്കി നിന്നു. ഉണ്ണി, അമ്മാവൻ വിളിച്ചു. വീട്ടിലെല്ലാവരും തന്നെ വിളിക്കുന്നത് അങ്ങനെയാണ്. മായ പേരാണ് വിളിക്കാറ്. അയാൾ അമ്മാവൻ്റെ അടുത്തേക്ക് ചെന്നു. താനിവിടെ ഇരിക്ക്, കുറച്ച് സംസാരിക്കാനുണ്ട്. അമ്മയുടെയും അമ്മാവൻ്റെയും മുഖത്ത് ആശങ്കയുടെ ഭാവങ്ങൾ മാറി മറിയുന്നത് അവൻ കണ്ടു. തനിക്കെന്നോട് ഇപ്പോഴും പഴയ ദേഷ്യമുണ്ടാകുമെന്നറിയാം. അവൾ ശിവഗംഗ. അവളുടെ കാര്യത്തിൽ എനിക്കന്ന് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. അത് നിന്റെ നന്മയ്ക്കായിരുന്നു. മുഖത്ത് നോക്കാതെയാണ് ഇത്രയും പറഞ്ഞത്. നരേശ് ഒരു ഭാവവ്യത്യാസവുമില്ലാതെ കേട്ടുകൊണ്ടിരുന്നു. തന്നോട് മുൻപിലിരുന്ന് സംസാരിക്കുന്നത് മഹാദേവൻ എന്ന പ്രമാണിയായ തൻ്റെ അമ്മാവൻ തന്നെയാണോ എന്നവൻ സംശയിച്ചു. അതൊക്കെ പഴങ്കഥകളല്ലേ അമ്മാവ, ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? വർഷങ്ങൾ എത്ര കഴിഞ്ഞു. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നീറുന്ന നോവായി ശിവ ഇന്നുമുണ്ട് മനസ്സിൽ. മറ്റൊരാളുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ ഉള്ളിൽ അവളാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു. ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. അസാധാരണമായ ആത്മശക്തി ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ് ശിവ. അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നും എനിക്ക് വ്യക്തമല്ല ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന്. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇനി അതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അമ്മാവന് വേറെന്തെങ്കിലും പറയാനുണ്ടോ? തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തു എന്ന മട്ടിൽ അയാൾ അമ്മാവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നീട് അമ്മയെ നോക്കി. ഇരുവരുടെയും മൗനം അസഹ്യമായപ്പോൾ അയാൾ പുറത്തേക്കിറങ്ങി. പഴയ ഓർമ്മകളിലൂടെ അയാളുടെ മനസ്സലിഞ്ഞു. ശിവഗംഗ, തൻ്റെ ശിവ, കോളേജിൽ തൻ്റെ സഹപാഠി, തൻ്റെ ഉള്ളിലേക്കൊരു പ്രവാഹമായി വന്നവൾ. അവളുടെ ചിലങ്കകളുടെ താളം തൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പായിരുന്നു. അവളുടെ ചുവന്ന മൂക്കുത്തിക്കല്ല് കാണുമ്പോൾ ചുംബിക്കാൻ തോന്നുമായിരുന്നു.
ചിരിക്കുമ്പോൾ വിരിയുന്ന നുണക്കുഴികൾ, അതായിരുന്നു തൻ്റെ ആവേശം മുഴുവനും. എഴുതുവാനായി വാങ്ങിയ ബുക്ക് തിരികെ തരാനവൾ വന്ന ആ ഇടിയും മഴയുമുള്ള ഇരുണ്ട വൈകുന്നേരം, വീട്ടിൽ താൻ തനിച്ചായിരുന്ന ആ ദിവസം, മഴയിൽ നനഞ്ഞ ഒരു ശില്പമായി മുന്നിൽ നിന്ന അവളെ ഏതോ പ്രേരണയാൽ വലിച്ചടുപ്പിച്ചത് മാത്രമേ അറിയൂ. തുടക്കത്തിൽ ശക്തമായിരുന്ന അവളുടെ എതിർപ്പുകൾ ക്രമേണ കുറഞ്ഞപ്പോൾ ശരീരങ്ങൾ ഒന്നാകാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഒടുവിൽ ഒരു തളർച്ചയോടെ ഇരുവരും അകലുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു പൊട്ടിക്കരച്ചിൽ കേട്ടില്ല. പകരം പുഞ്ചിരിയോടെ തൻ്റെ മാറിലേക്ക് കിടന്നുകൊണ്ട് അവൾ പറഞ്ഞു, എന്നെ ഉപേക്ഷിച്ച് കളയല്ലേ എന്ന് മാത്രം. പോകാനിറങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കിയ ആ മിഴികളും അത് തന്നെയാണ് ആവശ്യപ്പെട്ടത്. 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഞെട്ടിക്കുന്ന വാർത്ത അവൾ തൻ്റെ ചെവിയിൽ പറഞ്ഞു. അതേ പുഞ്ചിരിയോടെ താനൊരു അച്ഛനാകാൻ പോകുന്നുവെന്ന്. വെള്ളടി പോലെയാണ് താൻ ആ വാർത്ത കേട്ടത്. അവളെ സ്വന്തമാക്കാൻ ആദ്യം അത് അറിയിച്ചത് അമ്മാവൻ്റെ മകൻ സുദേവനെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് നാടകീയമായ രംഗങ്ങളായിരുന്നു. ജോലി ശരിയായാൽ വിവാഹം, അതുവരെ അവളെ കാണാൻ പോലും പാടില്ല. വേഗം തന്നെ ഉപരിപഠനത്തിനായി ബാംഗ്ലൂരിലേക്ക് അയക്കുന്നു. അവിടെ വെച്ച് ഇടയ്ക്കപ്പോൾ പറഞ്ഞു തൻ്റെ ശിവയുടെ ശരീരം അമ്പലക്കുളത്തിൽ പൊങ്ങിയെന്ന്. അവസാനമായൊന്ന് കാണാൻ പോലും സാധിച്ചില്ല. കൊലപാതകമാണോ എന്ന പൗരസമിതിയുടെ ആവശ്യപ്രകാരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തെളിവുകളില്ലാത്തതിനാൽ ആത്മഹത്യ എന്നെഴുതി കോടതി കേസ് അവസാനിപ്പിച്ചു. ഉണ്ണിയേട്ടാ, ശിവഗംഗയുടെ ശബ്ദം കേട്ടയാൾ പിന്നിലേക്ക് നോക്കി. പിന്നിൽ അവൾ, തൻ്റെ ശിവ. ഞെട്ടി അവൻ ഒരടി പിന്നിലേക്ക് മാറി. കണ്ണുകളടച്ചു തുറന്ന് വീണ്ടും നോക്കി. അല്ല, അത് ശിവയല്ല, മായയാണ്. എന്താ ഇങ്ങനെ നോക്കുന്നേ? മായ ചോദിച്ചു. നീ എന്താ ഇപ്പോൾ എന്നെ വിളിച്ചത്? നരേഷ് വിക്കി. ഞാനൊന്നും വിളിച്ചില്ലല്ലോ. മായ അത്ഭുതപ്പെട്ടു. അയാൾക്കാകെ പരവേശം തോന്നി. നോക്കു നരേഷ്, വന്നിട്ട് എത്ര നേരമായി, ഒന്ന് കുളിച്ചു പോലുമില്ല. പിച്ചും പേയും പറഞ്ഞു നിൽക്കാതെ പോയി ഒന്ന് ഫ്രഷ് ആക്. അത് പറഞ്ഞിട്ടവൾ തിരിഞ്ഞു നടന്നു. അവൾക്കപ്പോൾ സ്നേഹം കലർന്ന ദേഷ്യസ്വരമായിരുന്നു. അയാൾ അവളുടെ പിന്നാലെ നടന്നു, ഒരു മായാവലയത്തിൽ എന്ന പോലെ. അവളുടെ ചുണ്ടിലപ്പോൾ ഒരു ചിരി വന്ന് മറഞ്ഞത് അയാൾ കണ്ടില്ല. രാത്രി. നേരം പാതിരാവോടടുക്കുന്നു. നരേഷ് വരാന്തയിലൂടെ നടന്നു. തെക്കിനിയിലെ മുറിക്ക് മുമ്പിലെത്തിയപ്പോൾ എന്തോ ശബ്ദം ഉള്ളിൽ നിന്ന് കേട്ടയാൾ നടത്തം നിർത്തി. അടക്കി പിടിച്ച ചിരി കേട്ടുവോ, അതോ കുപ്പിവളകൾ കിലുങ്ങിയതോ? മെല്ലെ അനങ്ങുന്ന പാദസ്വരത്തിൻ്റെ ശബ്ദം. കാലങ്ങളായി അടച്ചിട്ടിരിക്കുന്ന ഈ മുറിക്കുള്ളിൽ ആരാകും? അകത്തു നിന്നും പൂട്ടിയിരിക്കുന്ന വാതിലിൽ അവൻ അമർത്തി തള്ളി നോക്കി. പെട്ടെന്നൊരു ഞെരുക്കത്തോടെ ആ വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. കനത്ത ഇരുട്ടാണ് അവിടെ അവനെ സ്വാഗതം ചെയ്തത്. വാതിൽക്കൽ നിന്നുകൊണ്ട് തന്നെ ഉണ്ണി ഉള്ളിലേക്ക് എത്തി നോക്കി. അവനെ അമ്പരപ്പിച്ചുകൊണ്ട് മുറിക്കുള്ളിൽ പ്രകാശം വരുന്നു. അവനവിടെ ആകമാനം കണ്ണുകളൊടിച്ചു. സ്ഥിരമായി ആരോ ഉപയോഗിക്കുന്നത് പോലെ എല്ലാം നല്ല വെടിപ്പോടെ കാണപ്പെട്ടു. ഉണ്ണിയേട്ടാ! തൊട്ടുപിറകിൽ നിന്നും കാതരമായ വിളി കേട്ട് തിരിഞ്ഞു നോക്കിയ നരേഷ് ഞെട്ടി ഒരടി പിന്നിലേക്ക് വേച്ചുപോയി. കാലിൽ നിന്നും ഒരു പെരുപ്പ് കയറുന്നത് അവൻ അറിഞ്ഞു. പിന്നിൽ പുഞ്ചിരിയോടെ ശിവ, കണ്ണുകളിൽ ആളുന്ന പ്രണയഭാവം, കാറ്റിലിളകുന്ന വാർമുടി. ചിരിച്ചുകൊണ്ടവൾ അടുത്തേക്ക് വന്നു. അതനുസരിച്ച് അയാൾ പിന്നിലേക്ക് മാറിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് കാല് തെറ്റിയ അയാൾ തെക്കിനിക്കുള്ളിലേക്ക് വീണു. അവിടെ കിടന്നുകൊണ്ട് അയാൾ ചുറ്റും നോക്കി. അല്പം മുമ്പ് കണ്ടതുപോലെ അല്ല ഇപ്പോൾ. മാറാലയും പൊടിയും അയാളെ അസ്വസ്ഥനാക്കി. അവൻ ഭയത്തോടെ അവളെ നോക്കി. എന്തിനാ എൻ്റെ ഉണ്ണിയേട്ടൻ പേടിക്കുന്നത്? ഞാൻ ഉണ്ണിയേട്ടൻ്റെ ശിവയല്ലേ? അവളുടെ ശബ്ദം മുഴങ്ങി. നീ എന്തിവിടെ? നിനക്കെന്താ വേണ്ടേ? അയാൾ വിറച്ചുകൊണ്ട് ചോദിച്ചു. അവളുടെ പുഞ്ചിരി മെല്ലെ മറഞ്ഞു. ഞാൻ ഇവിടെയല്ലേ ഉണ്ടാകേണ്ടത്? പകയോടെയുള്ള ചോദ്യമായിരുന്നു മറുപടി. എൻ്റെ ഉണ്ണിയേട്ടനുള്ളിടത്തല്ലേ ഞാൻ ഉണ്ടാവേണ്ടത്? അവൾ അയാൾക്കടുത്തേക്ക് നീങ്ങി. വേണ്ട, പോ, ദൂരെ പോ. പിന്നിലേക്ക് ഇഴഞ്ഞുകൊണ്ട് അയാൾ പേടിച്ചലറി. പൊടുന്നനെ അവളുടെ മുഖഭാവം മാറി. അടുത്തേക്ക് വരുന്തോറും അവളുടെ രൂപം ഭീകരമായി അയാൾക്ക് തോന്നി. കണ്ണുകളിൽ ചുവപ്പ് നിറം. മുഖത്തിപ്പോൾ പുഞ്ചിരിയില്ല, പകരം രൗദ്രഭാവം മാത്രം. പോകാനോ? ഞാനോ? എങ്ങോട്ട്? എന്നെ ഇല്ലാതാക്കിയവർ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് പോകാൻ പറ്റുമോ? ഒരുപാട് പേർ ഒന്നിച്ച് സംസാരിക്കുന്നത് പോലെയുള്ള ശബ്ദത്തിൽ, ചെവി പൊട്ടുമാറുച്ചത്തിൽ അവൾ ചോദിച്ചു. അയാൾക്കതിന് ഉത്തരം പറയാനായില്ല. എണീക്കാൻ ശ്രമിച്ച അയാളെ ഒരു കൈകൊണ്ട് അവൾ പിടിച്ചുയർത്തി ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. കൈകൾ കൊണ്ട് കഴുത്ത് ഞെരിച്ചുകൊണ്ട് ഭിത്തിയിലൂടെ മേൽപോട്ടുയർത്തി. അവൻ്റെ കാലുകൾ തറ നിരപ്പിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു. കഴുത്തിലെ പിടിമുറുകിയപ്പോൾ അയാൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. കണ്ണുകൾ പുറത്തേക്ക് തുറച്ചുന്തി. പെട്ടെന്ന് അവൾ എന്തോ ഓർത്തിട്ടെന്ന പോലെ ഒരു നിമിഷം നിന്നു. അടുത്ത നിമിഷം അവളൊരു തേങ്ങലോടെ അവനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഭിത്തിയിൽ മുഖമടിച്ചവൻ വീണു. വേദന കൊണ്ട് അയാൾ പുളഞ്ഞു. കണ്ണുകൾ വലിച്ചു തുറന്ന് അവളെ ഒന്ന് നോക്കി. മുൻപിൽ ആരുമില്ല, ചുറ്റും ആരുമില്ല. താൻ തൻ്റെ ബെഡ്റൂമിലാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. കട്ടിലിൻ്റെ താഴെയായിരുന്നു കിടന്നിരുന്നത്. അയാൾ കട്ടിലിലേക്ക് നോക്കി. മായ നല്ല ഉറക്കത്തിലാണ്. അയാൾ വേഗം തന്നെ എഴുന്നേറ്റു. ശരീരമാകെ നുറുങ്ങുന്ന വേദന. ശ്വാസമെടുക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ട് തോന്നി. കഴുത്തിൽ ഇപ്പോഴും എന്തോ വലിയ ഭാരം വച്ചിരിക്കുന്നത് പോലെ. വല്ല വിധേനയും കട്ടിലിൻ്റെ അരികിലേക്ക് അവനെത്തി. ആയാസപ്പെട്ട് കിടന്നു. തൊണ്ട വരളുന്നു. വല്ലാത്ത ദാഹം. വെള്ളം കുടിക്കണമെന്നുണ്ട്. എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ടോർത്തപ്പോൾ വേണ്ടെന്ന് വെച്ചു.
കഴുത്തിലെ ഏലസിലേക്ക് അവൻ്റെ കൈകൾ നീങ്ങി. ഉണ്ട്, അതവിടെ തന്നെയുണ്ട്. എന്താണിപ്പോൾ സംഭവിച്ചത്? ശിവ, അവൾ ഇവിടെ ഉണ്ടോ? അവൾ തെക്കിന് വിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടാകുമോ? ഫാനിൻ്റെ കാറ്റിൽ പറക്കുന്ന കർട്ടനുകൾ പോലും അയാൾക്ക് നിഴലായി തോന്നി. ദൂരെ എവിടെയോ നായ്ക്കൾ ഓലയിടുന്ന ശബ്ദം. കണ്ടത് വെറുമൊരു സ്വപ്നമാണെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. കാലത്ത് ചായയുമായി വന്ന നന്ദിനി കണ്ടു, കഴുത്തിൽ കരിനീലിച്ച് കിടക്കുന്ന പാട്. എന്താ ഉണ്ണീത്, എന്തു പറ്റി? അപ്പോഴാണ് അവനും അത് ശ്രദ്ധിച്ചത്. കണ്ടത് സ്വപ്നമായിരുന്നെങ്കിൽ പിന്നെ ഈ പാടുകൾ ഇതെങ്ങനെ? അയാൾക്കൊന്നും മനസ്സിലായില്ല. ഇന്ന് തന്നെ പണിക്കരെ വിളിക്കണം, ഇനി വൈകിക്കൂടാ. ഭയം കലർന്ന മുഖത്തോടെ മായയെ നോക്കി പറഞ്ഞിട്ട് അവർ താഴേക്ക് പാഞ്ഞു. മായ മെല്ലെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ കഴുത്തിലെ തിണർത്ത പാടുകളിൽ കൈവച്ചു. എന്താ ഇത് നരേഷ്? ഇന്നലെ വരെ ഒന്നുമില്ലായിരുന്നല്ലോ. ആ, അറിയില്ലടോ. അവനത് കാര്യമാക്കിയില്ല. പക്ഷേ മായയ്ക്കത് അസ്വസ്ഥതയുണ്ടാക്കി. തൻ്റെ കുറ്റം പോലെയാണ് അമ്മയുടെ ഭാവത്തിൽ നിന്നും തോന്നിയത്. അവളുടെ മനസ്സ് വായിച്ച പോലെ ഉണ്ണി ചിരിയോടെ പറഞ്ഞു, സാരമില്ലടോ, താനിത് വിട്. അമ്മ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ പണിക്കരെ വിളിക്കാൻ പറഞ്ഞത്? കഴുത്തിൽ ഈ പാട് കണ്ടതിന് പണിക്കരെ വിളിക്കാൻ അയാളാരാ, ഡോക്ടറോ? പരിഹാസത്തോട് ചോദിച്ചുകൊണ്ട് അവൾ മുറി വിട്ടു. പണിക്കരെത്തി കവിടി നിരത്തി പ്രശ്നം വെച്ച് നോക്കിയിട്ട് അല്പനേരം ആലോചനയിലാണ്ടു. എന്നിട്ട് പറഞ്ഞു, മഹാദേവ, പ്രശ്നമാണല്ലോ. എന്താ പണിക്കരെ, കാര്യം തെളിയിച്ചു പറയൂ. മഹാദേവൻ ആശങ്കയോടെ ചോദിച്ചു. ഒന്നും അങ്ങോട്ട് മനസ്സിലാകണില്ല, എന്നാ എന്തൊക്കെയോ ഉണ്ട് താനും. തുടർന്ന് നരേശിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ കാണുന്ന ദുശകനങ്ങളൊക്കെ വരാനിരിക്കുന്ന മറ്റൊരു അപകടത്തിൻ്റെ മുന്നോടിയാണെന്ന് അർത്ഥം. ഒട്ടും അമാദിക്കാതെ അറിയിച്ചോളൂ അദ്ദേഹത്തെ, ആലത്തൂർ തിരുമേനിയെ. ആ പേര് കേട്ടതും മായയുടെ മുഖമാകെ മാറി. ദേഷ്യത്തോടെ അവൾ മുറിയിലേക്ക് പോയി. പണിക്കർക്ക് ദക്ഷിണ നൽകി യാത്രയച്ചതിന് ശേഷം നരേശ് മുറിയിലെത്തുമ്പോൾ മായ ജനലഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. മായ, തനിക്കെന്ത് പറ്റി? താനെന്താ ഇടയ്ക്ക് പോകുന്നത്? എല്ലാവരും അത് ശ്രദ്ധിച്ചു. അമ്മയ്ക്ക് തീരെ ഇഷ്ടമായില്ല. അവൾ അവനെ തീ പാർന്നൊരു നോട്ടം നോക്കി. അതിലൊന്ന് പതറിയെങ്കിലും അവൻ പറഞ്ഞു, എനിക്കറിയാമോ തനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന്, വിശ്വാസമില്ലെന്ന്. പക്ഷെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് അമ്മയുടെ പ്രിയ മരുമകളായിരിക്കണം, നമ്മൾ തിരിച്ചു പോകുന്നത് വരെ. പറ്റില്ല. ഒരു മുരൾച്ച പോലെയാണ് ആ ശബ്ദം പുറത്തേക്ക് വന്നത്. എനിക്കങ്ങനെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റില്ല നരേഷ്. എനിക്ക് എൻ്റേതായ സ്റ്റാൻഡുണ്ട് എല്ലാത്തിനും, അത് നിങ്ങൾക്കറിയാലോ. അവന് അഭിമുഖമായി നിന്നുകൊണ്ട് അവൾ തുടർന്നു. നമ്മൾ ഇവിടെ വന്നതെന്തിനാ? ഉത്സവം കൂടി തിരിച്ചു പോകാനല്ലേ? പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തിനാ ഈ തിരുമേനിയും പൂജയും ഒക്കെ? വേണ്ട, ഒന്നും വേണ്ട. അവളവൻ്റെ മാറിലേക്ക് ചാരി. അതിപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും? തിരുമേനിയെ കാണാൻ അമ്മാവൻ പോയി കഴിഞ്ഞു, അവൻ പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ അഗ്നിയാളി. മൊബൈലടിച്ചപ്പോൾ അവൻ അവളെ അടർത്തി മാറ്റി. സുദേവാണ്. ഡിസ്പ്ലേയിലേക്ക് നോക്കി സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. സംസാരിച്ചിട്ട് അവൻ തിരിച്ചു വരുമ്പോഴും മായ ആലോചനയിലാണ്ടതുപോലെ നിൽക്കുകയായിരുന്നു. എടോ, കഴിഞ്ഞില്ലേ തൻ്റെ ആലോചനകൾ? പൂജയൊക്കെ നടന്നോട്ടെ, നമുക്ക് അടിച്ചു പൊളിക്കണം. ഇന്ന് രാത്രി സുദേവ് എത്തും. ഇന്ന് നമ്മുടെ നൈറ്റ് ഔട്ട് ഹൗസിൽ. അവളുടെ മുഖം വിടർന്നു. അത് കണ്ടപ്പോൾ നരേശിനും സന്തോഷമായി. കാറും കോളും നീങ്ങിയല്ലോ എന്ന ആശ്വാസം. എന്നാൽ അവളുടെ കണ്ണുകളിലെ ശാന്തഭാവം മാറുന്നത് അയാൾ കണ്ടില്ല. മഹാദേവന്റെ കാർ ആലത്തുറുമന ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരുന്നു. പിൻസീറ്റിൽ ആശങ്കാകുലമായ മനസ്സോടെ മഹാദേവൻ തളർന്നിരുന്നു. 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ അബദ്ധത്തിലൂടെ കുടുംബത്തെ തീരാശാപത്തിലേക്ക് കൂപ്പുകുത്തിച്ച് തൻ്റെ തീരുമാനമോർത്തുള്ള ദുഃഖം. വേണ്ടിയിരുന്നില്ല. ആ ശിവഗംഗയെ ഒഴിവാക്കാൻ കുട്ടികളോട് പറയേണ്ടിയിരുന്നില്ല. അതുകൊണ്ടല്ലേ ആ കുട്ടി വീട് വിട്ടു പോകാൻ ശ്രമിച്ചത്? അതുകൊണ്ടല്ലേ ഏതോ ദുഷ്ടന്റെ കയ്യിൽപ്പെട്ടത്? നിറഞ്ഞൊഴുകിയ കണ്ണുനീർ ആ മനുഷ്യൻ കൈകളുയർത്തി തുളച്ചു. ഓർമ്മകളിൽ ആ ദിവസം ഓടിയെത്തി. 15 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു പ്രഭാതം. ചാരുകസേരയിൽ പത്രം വായിച്ചിരിക്കുകയായിരുന്നു മഹാദേവൻ. ആ പണിക്കാരി പെണ്ണിനെ ഇതുവരെ കണ്ടില്ലല്ലോ ഏട്ടാ. ഈ ഇടയായി അവളുടെ വരവ് ഇങ്ങനെയാ. പണികളെല്ലാം അങ്ങ് ഞാൻ ഒതുക്കി കഴിയുമ്പോഴേക്കെത്തും. ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ഇങ്ങനെയാണെങ്കിൽ അവളോട് വേറെ എവിടെയെങ്കിലും പണി നോക്കാൻ പറയും ഞാൻ. ചായയുമായി വന്ന സഹോദരിയുടെ പരിഭവം കേട്ടയാൾ പുഞ്ചിരിച്ചുകൊണ്ട് ചായ വാങ്ങി. എൻ്റെ നന്ദിനി, നിനക്കെന്നും ഉള്ളതാണല്ലോ ഈ പരിഭവം. എന്നിട്ട് ഇതുവരെ നീ അവളോട് പറയാത്തതെന്താ? പൊക്കോളാൻ ചിരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. അത് പിന്നെ എനിക്ക് മിണ്ടാനും പറയാനുമൊക്കെ ആരേലും വേണ്ടേ എന്നോർത്താ, അല്ലാതെ. പെട്ടെന്ന് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് ഇരുവരും മുഖമുയർത്തി അങ്ങോട്ട് നോക്കി. വിളറിയ മുഖത്തോടെ ഓടി വരുന്ന പണിക്കാരി രമണിയെ കണ്ടവർ ചോദിച്ചു, എന്താ എൻ്റെ രമേ ഇത്രയും വൈകിയത്? ഊണ് കാലമാക്കാനുള്ള നേരമായല്ലോ പെണ്ണേ. അത് പിന്നെ ഉണ്ണിയുടെ അമ്മേ, നമ്മുടെ അമ്പലക്കുളത്തിൽ. പകുതി വെച്ച് നിർത്തി അവൾ കിതച്ചു. ഉമ്മ എന്താ കുളത്തിൽ? മഹാദേവൻ ചോദിച്ചു. അത് സാറേ, നമ്മുടെ പാലക്കിലെ ശ്രീധരേട്ടൻ്റെ മുകളിലെ ഗംഗ. ആ കൊച്ചൊരു അബദ്ധം കാട്ടിയതാ. ഇന്നലെ രാത്രി കുളത്തി ചാടി. കാലത്ത് നടക്കാൻ പോയവരെ കണ്ടേ. നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസെത്തി ശവം കൊണ്ടുപോയി. അവളുടെ വാക്കുകൾ കേട്ട മഹാദേവന് കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോയതുപോലെ തോന്നി. ഷോ, എൻ്റെ ഭഗവതി, എന്താ ഞാനീ കേൾക്കണേ? ഗംഗയോ? നന്ദിനി നെഞ്ചത്ത് കൈവച്ചു.
ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തേലും അല്പം കാര്യം മതിയെന്നായിരിക്കണോ ജീവനെടുക്കാൻ. നല്ല സുന്ദരി കുട്ടിയായിരുന്നു അത്, ഞാൻ കണ്ടിട്ടുണ്ട്. നന്നായി നൃത്തം ചെയ്യുമായിരുന്നു. ഉണ്ണിയുടെ കൂടെ പഠിച്ചതാ. വിശ്വസിക്കാനാവുന്നില്ലല്ലോ എൻ്റെ ഈശ്വര. അവരുടെ സ്വരത്തിൽ സങ്കടമുണ്ടായിരുന്നു. രമണി മറുപടിയൊന്നും പറയാതെ അടുക്കള ഭാഗത്തേക്ക് പോയി. പിന്നാലെ നന്ദിനിയും. അവർ പോയ ഉടനെ തന്നെ മഹാദേവൻ ഫോണിൻ്റെ അടുത്തേക്ക് ഓടി. സുദേവിനെ വിളിച്ചു. എടാ, നീ ഇന്നലെ വന്ന് ശിവഗംഗയെ കണ്ടിരുന്നോ? വാലോ, അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അവളോട് സംസാരിച്ചത്? സുദേവൻ തിരിച്ചു ചോദിച്ചു. അതെ, എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? സമ്മതിച്ചിരുന്നോ ഉണ്ണിയെ മറന്നോളാമെന്ന്? ഉവച്ചാ. എവിടെ വെച്ചാ നിങ്ങൾ കണ്ടത്? അച്ഛനെന്താ ഒരുമാതിരി പോലീസ് മുറയിൽ. സുദേവിന് ദേഷ്യം വന്നു തുടങ്ങി. അവനും അവളും കൂടി ഒളിച്ചോടിപ്പോയോ? എടാ മോനെ, അതല്ല, ആ പെങ്കുച്ച ആത്മഹത്യ ചെയ്തു നമ്മുടെ അമ്പലക്കുളത്തിൽ. അച്ഛാ! സുദേവ് ഭയന്ന് വിളിച്ചു. ഇതൊന്നും എനിക്കറിയില്ല അച്ഛാ. ഞാൻ അവളെ ഇന്നലെ കണ്ടു, സംസാരിച്ചു എന്നത് നേരാ. ആ കാവിനടുത്ത് വെച്ച്. ഉണ്ണിയെ മറക്കാനാവില്ലെന്ന് പറഞ്ഞു കുറേ കരഞ്ഞു. പിന്നെ പറഞ്ഞു അവനോട് പറയണം അവൾ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ശല്യമാകില്ലെന്ന്. എന്നിട്ട് അവളുടെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ കരഞ്ഞോണ്ട് പോയി. സുദേവിൻ്റെ ശബ്ദം ഭയം കലർന്നിരുന്നു. അത് മനസ്സിലാക്കിയ മഹാദേവൻ പറഞ്ഞു, ആ നീ പേടിക്കണ്ട. എന്തെങ്കിലും കയ്യബദ്ധം പറ്റിയോന്നറിയാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പഠിത്തത്തിൽ ശ്രദ്ധിച്ചോളൂ, പരീക്ഷാകാലമാണ്, മറക്കണ്ട. ആ പിന്നെ, ഉണ്ണി ഇപ്പോഴെങ്ങും ഇങ്ങോട്ട് വരാനിടയുണ്ടോ? അല്പം ആലോചിച്ച ശേഷം സുദേവ് പറഞ്ഞു, ഇല്ലച്ചാ, അവനിപ്പോൾ സ്റ്റഡി ലീവാണ്. പരീക്ഷയൊക്കെ തീർത്ത് അവധി കിട്ടാൻ കുറഞ്ഞത് 2 മാസം എടുക്കും. എന്താച്ചാ? സുദേവ് ചോദിച്ചു. ഒന്നുമില്ലടാ, തൽക്കാലം ഇവിടെ നടന്നതൊന്നും അവനിപ്പോൾ അറിയണ്ട. മനസ്സിലായല്ലോ അല്ലേ? ഈശ്വരൻ സഹായിച്ചതായി കരുതിയാൽ മതി, കേട്ടല്ലോ? മഹാദേവന്റെ ശബ്ദത്തിന്റെ കാഠിന്യം സുദേവ് തിരിച്ചറിഞ്ഞു. ഉവ്വച്ചാ, അറിയിക്കില്ല ഞാൻ. ഒന്ന് അമർത്തി മൂളിയിട്ട് അയാൾ ഫോൺ വെച്ചു. അകത്തളത്തിലേക്ക് ചെന്ന മഹാദേവൻ കണ്ടത് റിസീവറും കയ്യിൽ പിടിച്ച് ഭിത്തിയിൽ ചാരി അനങ്ങാതെ നിൽക്കുന്ന നന്ദിനിയെയാണ്. നിറഞ്ഞൊഴുകുന്ന അവളുടെ കണ്ണുകളും വിതുമ്പുന്ന ചുണ്ടുകളും കണ്ടപ്പോൾ തന്നെ എല്ലാം അവൾ കേട്ട് കാണുമെന്ന് അയാൾക്ക് മനസ്സിലായി. നിറ കണ്ണുകളോടെ അവർ തൻ്റെ ഏട്ടനെ നോക്കി. ഒന്നും മിണ്ടാതെ അയാൾ തിരികെ നടന്നു. പിറ്റേ ദിവസത്തെ പത്രത്താളുകളിൽ അയാൾ വായിച്ചറിഞ്ഞു, ശിവഗംഗയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൾ 3 മാസം ഗർഭിണിയായിരുന്നു എന്ന സത്യം. അത് അയാൾക്കും ഒരു പുതിയ അറിവായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് ശിവഗംഗ അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായിരിക്കുന്നു. തലയ്ക്ക് പിന്നിൽ ശക്തിയായ പ്രഹരമേറ്റിട്ടുണ്ട്. പിടിവലിക്കിടെ സംഭവിച്ചതാകാം. എന്നാൽ മരണകാരണം വെള്ളത്തിനടിയിൽപ്പെട്ട് ശ്വാസം മുട്ടിയതാണ്. ഒരു കരച്ചിലിൻ്റെ ശബ്ദം കേട്ടയാൾ തലയുയർത്തി. നന്ദിനി. ഏട്ടാ, എൻ്റെ കുട്ടി കാരണമാണോ അവൾ? ദേഷ്യം കൊണ്ട് മഹാദേവൻ ചാടി എഴുന്നേറ്റു. മിണ്ടിപ്പോകരുത്. പുറം ലോകം അറിഞ്ഞിട്ടില്ല അവളെ ചീത്തയാക്കിയത് ആരാണെന്ന്. ഈ കുടുംബത്തിനൊരു മാനക്കേട് വരാതെ നോക്കേണ്ടത് നീയാണ്. ഉണ്ണിയുടെ പേര് നിന്റെ വായിൽ നിന്ന് വീണാൽ പിന്നെ നിന്റെ മോൻ്റെ ജീവിതം ജയിലില്ല, അത് ഓർമ്മ വേണം. അയാൾ ഗർജിച്ചു. ഏട്ടനെല്ലാം അറിയാമായിരുന്നു അല്ലേ? അവർ ചോദിച്ചു. ഉവ്, അറിഞ്ഞിരുന്നു. അവൻ ഇഷ്ടത്തിലാണെന്ന് മാത്രം. എൻ്റെ മരുമകൻ അഷ്ടിക്ക് വകയില്ലാത്ത ഒരുത്തൻ്റെ മകളുമായി പ്രേമത്തിലാണെന്നറിഞ്ഞാൽ ഞാൻ എന്താ കൈയും കെട്ടി നോക്കിയിരിക്കണോ? അതോ അവളെ ഈ തറവാട്ടിലെ കെട്ടിലമ്മയായി വാഴിക്കണോ? അവളെ പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിക്കാൻ ഞാൻ കുട്ടികളോട് പറഞ്ഞു എന്നത് നേരാ. അല്ലാതെ ഇല്ലാതാക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അവരത് ചെയ്തിട്ടുമില്ല. അയാൾ നിന്ന് കിതച്ചു. ഉണ്ണി ഉപേക്ഷിച്ചുവെന്ന് തോന്നിയപ്പോൾ ജീവനെടുക്കാനോ നാടുവിടാനോ അവൾ തീരുമാനിച്ചു കാണും. അതിനായി വീട് വിട്ടിറങ്ങി കാണും. അങ്ങനെ ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധരുടെ കയ്യിൽ പെട്ടിരിക്കാം. അവരുടെ പീഡനത്തിന് ശേഷം മരിക്കാൻ അവൾക്ക് തോന്നിക്കാണും. അത്ര തന്നെ. ദിവസവും പത്രത്തിൽ കാണുന്ന 100 കണക്കിന് വാർത്തകൾ പോലെയാകണം നമുക്കിതും. അങ്ങനെ ആകാവൂ. അയാൾ പറഞ്ഞു നിർത്തി. ഏട്ടാ, നമ്മുടെ ഉണ്ണിയുടെ ചോരയിലൊരു കുഞ്ഞ്. അതിനെ പേറിയവൾക്കുണ്ടായൊരു ദുർമരണം. ഈ ശാപം എൻ്റെ കുട്ടിയെയും ഈ കുടുംബത്തെയും വിട്ടുപോകുമോ ഏട്ടാ? അവരുടെ കരച്ചിൽ ഒരു നിലവിളി പോലെയായി. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം അയാൾ ശബ്ദിച്ചു. അങ്ങനൊരു പേടി വേണ്ട. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ. നാളെ തന്നെ പണിക്കരെ കണ്ട് വേണ്ടതെന്താന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട. മറന്നാൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ആരാണെന്ന് ഓർമ്മയുണ്ടാകണം. അയാളുടെ ശാസനാസുരത്തിന് മുന്നിൽ അവൾക്ക് നിശബ്ദയായി നിന്ന് കണ്ണീരൊഴുക്കുവാനേ കഴിഞ്ഞുള്ളൂ. പൗരസമിതിയുടെ ആവശ്യപ്രകാരം പോലീസ് കേസന്വേഷണം തുടങ്ങി. തെളിവുകളുടെ അഭാവമാകാം. ശ്രീധരന് കേസ് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പിന്നെ ആ പൗരസമിതിയെ കേസിൽ ഇടപെടാൻ കണ്ടില്ല. പിന്നീട് അങ്ങോട്ടുള്ള 2 മാസങ്ങൾ പത്രങ്ങൾ ശിവഗംഗയുടെ മരണം ആഘോഷിച്ചു. അവർ പൊടിപ്പും തൊങ്ങലും ഉപയോഗിച്ച് ഓരോരുത്തരുടെയും മനോധർമ്മം പോലെ കഥകൾ മെനഞ്ഞു. ഒടുവിൽ ശിവഗംഗ ആത്മഹത്യ ചെയ്തതാണെന്ന നിഗമനത്തിൽ കേസ് ഒത്തുതീർപ്പായതായി പത്രത്താളുകളിൽ വന്നു. പയ്യെ പയ്യെ ശിവഗംഗ എല്ലാവരുടെയും മനസ്സിലൊരു ഓർമ്മ മാത്രമായി മാറി. നന്ദിനിയെ മാനസികമായി തകർത്തത് ശിവഗംഗയുടെ മരണകാരണത്തിൽ തൻ്റെ മകനുള്ള അബദ്ധമായിരുന്നു. അതേ തുടർന്നുള്ള അവൻ്റെ ഭയം. ഇടയ്ക്കിടെ സ്വപ്നങ്ങളിൽ ശിവഗംഗ നിത്യശല്യമായപ്പോൾ അവർ വീണ്ടും ഏട്ടനെ സമീപിച്ചു. താമസിയാതെ തന്നെ മഹാദേവൻ പണിക്കരുടെ ഉപദേശം തേടി. ഗർഭിണിയായ സ്ത്രീ ദുർമരണപ്പെട്ടാൽ അവൾക്ക് പ്രതികാരമേറും. എന്നെക്കൊണ്ടോ നിങ്ങളെക്കൊണ്ടോ കൂട്ടിയാൽ കൂടില്ല. ആലത്തൂരിനെ തന്നെ വരുത്തേണ്ടി വരും. അദ്ദേഹത്തിന് മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, പണിക്കർ നിർദ്ദേശിച്ചു. ആലത്തൂർ മനയിൽ നിന്നും തിരുമേനി വന്ന ദിവസം
അദ്ദേഹത്തിൻ്റെ വരവ് അറിഞ്ഞെന്ന വണ്ണം പ്രകൃതി പോലും നിശ്ചലമായിരുന്നു. ആ സന്ധ്യാസമയത്ത് ആലത്തൂരിൻ്റെ കാറ് ഗേറ്റിനോടടുത്തു. കാറിൽ നിന്നും ആലത്തൂരിൻ്റെ കാലുകൾ നന്ദാവനത്തിൻ്റെ മുറ്റത്ത് പതിച്ചപ്പോൾ ആകാശം കറുത്തിരുണ്ടു. ഇടിയും മിന്നലും ഭൂമിയെ ആക്രമിക്കാൻ തുടങ്ങി. പ്രകൃതി തൻ്റെ സൗമ്യഭാവം കൈവിട്ടു. ചുറ്റും പൊടിക്കാറ്റ് വീശി. ആർക്കും തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും കാണാനാവാത്ത അവസ്ഥ. പ്രകൃതിയുടെ ഭാവമാറ്റം കണ്ട് മഹാദേവനും നന്ദിനിയും ഭയന്നു. പ്രതീക്ഷിച്ചത് സംഭവിച്ചിരിക്കുന്നു എന്നൊരു ഭാവം ഇരുവരുടെയും മുഖങ്ങളിൽ തെളിഞ്ഞു. തിരുമേനി പടിക്കെട്ടിലേക്ക് കാലെടുത്തു വച്ചു. ദിഗന്ധങ്ങൾ ഭേദിക്കുമാറൊരു ഇടി ശക്തമായ മിന്നൽ പിണറിൻ്റെ അകമ്പടിയോടെ ഭൂമിയിലേക്ക് ഇറങ്ങി. വടക്കേപ്പറമ്പിൽ ഏതോ മരം തകർന്നു വീഴുന്ന ശബ്ദം കേട്ടു. കടവാവലുകളുടെ ചിറകടി ശബ്ദം. കാറ്റു വീണ്ടും ശക്തമായി. ജനലുകൾ ശക്തിയായി വലിയ ശബ്ദത്തോടെ തുറന്നടഞ്ഞു. തിരുമേനി തൻ്റെ കഴുത്തിൽ കിടന്ന രുദ്രാക്ഷമാലയിൽ മുറുകിയെ പിടിച്ചു. കണ്ണുകളടച്ച് ചുണ്ടുകൾ മന്ത്രോച്ചാരണത്തിൽ മുഴുകി. കണ്ണു തുറന്നു നോക്കി അദ്ദേഹം കണ്ടു. വാതിൽപ്പടിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീ രൂപം. ധാവണിയാണ് വേഷം. പൂങ്കുല പോലെയുള്ള അഴിച്ചിട്ട മുടി കാറ്റിൽ പറക്കുന്നു. ചുണ്ടിൽ പുഞ്ചിരി. മുഖം ശാന്തമെങ്കിലും കണ്ണുകളിൽ ആളുന്ന അഗ്നി. എന്താണ് നീ വന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെ ഉപദ്രവിക്കാൻ നോക്കുന്നത്? ശാന്തഭാവം വെടിയാതെ അവൾ ചോദിച്ചു. നിന്നെ ഉപദ്രവിക്കാനല്ല, സംരക്ഷിക്കാനാണ് ഞാൻ വന്നത്. നീ മൂലം ആരും കഷ്ടപ്പെടാതിരിക്കാൻ. തിരുമേനി മറുപടി നൽകി. ഉപദ്രവിക്കില്ല പോലും. വാക്ക് തന്ന് ചതിക്കുന്ന സാധാ പുരുഷന്മാരെ പോലെ അല്ല നീ എന്നതിന് എന്താണ് ഉറപ്പ്? നിന്നെ എനിക്ക് വിശ്വസിക്കാമോ? അവളുടെ മറുചോദ്യം. സത്യം ചെയ്യാൻ ഞാൻ എൻ്റെ പരദേവതകളെ കൊണ്ട്. പകരം നീയും എനിക്കൊരു വാക്ക് തരണം. നിന്നെ ഇരുത്തുന്നിടത്ത് നിന്നും പുറത്ത് കടക്കില്ലെന്ന്. പറ്റുമോ? ആലത്തൂരിൻ്റെ കുടില ബുദ്ധിയോർത്തവൾ ചിരിച്ചു. എന്നിട്ട് വെട്ടിത്തിരിഞ്ഞു നടന്നു. കാറ്റും കോളും പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. പ്രകൃതി ശാന്തമായി. തിരുമേനി അകത്തേക്ക് പ്രവേശിച്ചു. തെല്ലും സമയം കളയാതെ തന്നെ തെക്കുഭാഗത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള നിർദ്ദേശമനുസരിച്ച് തറവാടിൻ്റെ തെക്കേ മൂലക്കുള്ള മുറി പൂജയ്ക്കായി മഹാദേവൻ ഒരുക്കിയിരുന്നു. തെക്കിനിയുടെ മുമ്പിലെത്തിയ തിരുമേനി ആരെയോ കണ്ടതുപോലെ നിന്നു. ആ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. തുടർന്ന് ആരോ വിളിച്ചിട്ടെന്ന പോലെ തൻ്റെ സഹായിയെ പോലും കൂട്ടാതെ അകത്തേക്ക് കടന്ന് വാതിലടച്ചു. മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി. 3 മണിക്കൂറുകൾക്ക് ശേഷം പെട്ടെന്ന് ആ വാതിൽ തുറക്കപ്പെട്ടു. അദ്ദേഹം മന്ത്രങ്ങൾ ഉറക്കി ഉച്ചരിച്ചുകൊണ്ട് പുറത്തിറങ്ങി വാതിലടച്ചു. കയ്യിലുണ്ടായിരുന്ന ചുവന്ന ചരടുപയോഗിച്ച് വാതിലിൻ്റെ പടിയിൽ കെട്ടി. കൈകൾ കൂപ്പി നമിച്ചതിനു ശേഷം തിരിഞ്ഞു. ഇനി ഈ വാതിലാരും തുറക്കരുത്. മഹാദേവൻ വരൂ, അല്പം സംസാരിക്കാനുണ്ട്. ആലത്തൂരിൻ്റെ വാക്കുകൾക്കായി അയാൾ കാതോർത്തു. നന്ദിനി കൊണ്ടുവന്ന സംഭാരം വാങ്ങിയിട്ട് അദ്ദേഹം അവരോടും സഹായിയോടും മുറിക്ക് പുറത്തിറങ്ങി വാതിലടയ്ക്കാൻ ആവശ്യപ്പെട്ടു. തിരുമേനി സംസാരിച്ചു തുടങ്ങി. മഹാദേവ, ശിവഗംഗ ഒരു യക്ഷിയല്ല. മോഹങ്ങൾ പൂർത്തിയാകാതെ ചതിയിൽ കൊല്ലപ്പെട്ടവളാണ്. ആരെയും ഇതുവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവൾ അവളുടെ കഥ പറഞ്ഞു. മരണം സംഭവിച്ചത് ആകസ്മികമായല്ല, കരുതിക്കൂട്ടിയുള്ള ചതിയായിരുന്നു. അതിപ്പോൾ ഞാൻ വെളിപ്പെടുത്തിയാൽ അവളോടുള്ള സത്യലംഘനമാകും. അവളെ ഇല്ലാതാക്കിയവരോടുള്ള പക അവളിലുണ്ട്. അവളെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ പറഞ്ഞതൊക്കെ അവൾ സ്വീകരിച്ചത്, സമ്മതിച്ചത്. സംഭാരമെടുത്ത് ഒന്ന് മോത്തി അദ്ദേഹം തുടർന്നു. അവൾക്ക് കൊടുത്ത വാക്കെനിക്ക് തെറ്റിക്കാനാവില്ല. പക്ഷേ എൻ്റെ ചില നിർദ്ദേശങ്ങൾ നിങ്ങൾ നിർബന്ധമായും പാലിച്ചേ തീരൂ. മഹാദേവൻ കൂപ്പുകൈകളോടെ തല ഉലുക്കി. ആരെയും കൂസാക്കാത്ത സ്വഭാവത്തിനുടമയായ അയാളുടെ മുഖത്ത് ഭയമുണ്ടായി. അവളൊരു രക്ഷസോ യക്ഷിയോ ആയി മാറാത്തതുകൊണ്ട് എനിക്കെന്നല്ല ആർക്കും അവളെ ബലമായി ബന്ധിക്കാനാവില്ല. ആ മുറിയിൽ അവളെ കുടിയിരുത്തിയിരിക്കുകയാണ്. ആ തെക്കിനി മുറി വിട്ടവൾ പുറത്തു വരില്ല. അതവളുടെ വാക്കാണ്. അവർ വാക്ക് തെറ്റിക്കാറില്ല. തെറ്റിച്ചാൽ അവൾക്ക് നിലനിൽപ്പില്ല. മോക്ഷം കിട്ടാതെ അലഞ്ഞു തിരിയേണ്ടി വരും. അതവൾക്കറിയാം. പകരം അവൾ എന്നോടൊരു ഇളവ് ചോദിച്ചു. അവളെ സഹായിക്കാമെന്നുള്ള എൻ്റെ വാക്കിൻ്റെ പുറത്തുള്ള ആവശ്യമായിരുന്നു അത്. മഹാദേവൻ എന്താണെന്ന് മനസ്സിലായില്ല. ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ആലത്തൂർ തുടർന്നു. അവളുടെ നക്ഷത്രം കാർത്തിക. അതേ നക്ഷത്രത്തിൽ ഈ തറവാട്ടിലൊരു പെൺകുട്ടി അവകാശിയായി വന്നാൽ അവൾക്ക് മോചനം കിട്ടണം. അതായത് ആ ശരീരം താൽക്കാലികമായി അവൾക്ക് സ്വന്തമാകും. അത് നിങ്ങളുടെ മക്കളുടെ ഭാര്യമാരായി വരുന്നവരിലാകാം, ഇനി പിറക്കാനിരിക്കുന്ന തലമുറയിലാകാം. അതിനായി അവർ തെക്കിനി തുറക്കണമെന്നോ അങ്ങോട്ട് കടക്കണമെന്നോ വേണ്ട. ഈ ലോകത്തിൻ്റെ ഏത് കോണിലായാലും അങ്ങനെ ഒരു അവകാശി വന്നാൽ അവൾക്കത് മോചനമായിരിക്കും. ദുർവിധിയോ എന്തോ. ഇപ്പോൾ അവളെ അടക്കാനായി എനിക്കത് സമ്മതിക്കേണ്ടി വന്നു. അതെങ്ങനെ സാധിക്കും തിരുമേനി? മഹാദേവൻ ഞെട്ടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അറിയാം, ദുഷ്കരമാണെന്ന്. തലമുറയുടെ പിറവി, അത് ദൈവത്തിൻ്റെ തീരുമാനം, അല്ലെങ്കിൽ വിധി. പക്ഷേ നിങ്ങളെ കൊണ്ടാവുന്നത് ചെയ്യുക. കാർത്തിക നാളിൽപ്പെട്ട പെൺകുട്ടികൾ മക്കൾക്ക് വേളികളായി വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. കയ്യിലിരുന്ന തകിടുകൾ മഹാദേവനെ ഏൽപ്പിച്ചുകൊണ്ട് തുടർന്നു. അവളുടെ ശക്തിയെ ഒരു പരിധിവരെ ഭേദിക്കുവാൻ ഈ തകിടുകൾക്ക് കഴിയും. ഈ വീട്ടിലെ എല്ലാ പുരുഷ പ്രജയും ഇത് ധരിക്കണം. ഉള്ളിൽ 1000 ശങ്കകളോടെ മഹാദേവനത് ഇരു കൈകളും നീട്ടി വാങ്ങി. ദേവേട്ടാ! തോളിൽ തട്ടിയുള്ള വിളി കേട്ട് മഹാദേവൻ കണ്ണു തുറന്നു. ശിവരാമനാണ്, തൻ്റെ ഡ്രൈവർ. മനക്കിലെത്തി ദേവേട്ട. അയാൾ പുറത്തേക്ക് നോക്കി. പ്രൗഢഗംഭീരതയോടെ തലയുയർത്തി നിൽക്കുന്ന ആലത്തൂർ മന.
15 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ കാണാനായി തൻ്റെ ഈ വരവ്. കാറിൽ നിന്നും ഇറങ്ങി വിറയ്ക്കുന്ന കാലടികളോടെ മഹാദേവൻ മനയ്ക്ക് നേരെ നടന്നു. ആലത്തൂർ മന. കണ്ണുകളടച്ച് ധ്യാനത്തിൽ ആലത്തൂർ ബ്രഹ്മദത്തൻ തിരുമേനി. മുഖത്ത് സൂര്യ തേജസ്. ഇളം മാരുതനിൽ പാറിക്കളിക്കുന്ന വെള്ളി നൂലിഴകൾ പോലെയുള്ള മുടിയിഴകൾ. കഴുത്തിൽ നീണ്ട രുദ്രാക്ഷമാല. പൂണൂൽ ധരിച്ച ശരീരത്തിൽ ഭസ്മക്കുറികൾ. ആ മുഖം ഒരു ദിവ്യനോടെന്ന പോലെ ശോഭിച്ചു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൂപ്പുകൈകളോടെ മഹാദേവൻ ഭയത്തോടെ ഇരുന്നു. കണ്ണുകൾ തുറക്കാതെ തന്നെ തിരുമേനി ചോദിച്ചു, അവൾ വന്നു അല്ലേ? കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവൾ, ശിവഗംഗയ്ക്ക് മോചനം നൽകി സ്വയം പുലുകിയവൾ. ഉവ്വ് തിരുമേനി, ഉടനെ ഒന്നും നാട്ടിലേക്ക് വരില്ലെന്ന് ആശ്വസിച്ചിരുന്നതാ. തുടരെ 6 തവണ അബോർഷനായപ്പോൾ പെങ്ങളുടെ നിർബന്ധപ്രകാരം എനിക്ക് തന്നെ അവരോട് ഉത്സവം കൂടാൻ വരാൻ പറയേണ്ടി വന്നു. മഹാദേവന്റെ സ്വരത്തിൽ കുറ്റബോധമുണ്ടായി. നിന്നെക്കൊണ്ട് പറയിപ്പിച്ചു അവൾ, ശിവഗംഗ. അവൾക്കിവിടെ വന്നേ തീരൂ. അതിനായി ഒരുക്കിയ കളത്തിൽ നിങ്ങളെയെല്ലാം അവളൊരു കളിപ്പാവകളാക്കി, അത്ര തന്നെ. തിരുമേനി കണ്ണുകൾ തുറന്ന് മഹാദേവനെ തറപ്പിച്ചു നോക്കി. ആ നോട്ടത്തിന്റെ തീഷ്ണത നേരിടാനാവാതെ മഹാദേവൻ പതറി. അയാളുടെ തല കുനിഞ്ഞു. അയാൾക്ക് മറുപടിയില്ലായിരുന്നു. ഇവിടെന്ന് പറഞ്ഞതൊന്നും തന്നെ നിങ്ങൾ അനുസരിച്ചിട്ടില്ല. ഓ, ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് ദുർമരണപ്പെട്ട ആത്മാവിനെ ആവാഹിച്ച് തെക്കിനിയിൽ കുടിയിരുത്തി, അത്രമാത്രം. അന്ന് ഞാൻ പലതും പറഞ്ഞിരുന്നു. അതിലെന്തെങ്കിലും നിങ്ങൾ മുറ പോലെ അനുവർത്തിച്ചിട്ടുണ്ടോ? കാർത്തിക നക്ഷത്രത്തിൽ തറവാട്ടിലൊരു പെൺകുട്ടി പിറന്നാൽ അവൾക്ക് മോചനം കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ ആവോ? തിരുമേനിയുടെ ശബ്ദത്തിൽ അല്പം പുച്ഛം കലർന്നിരുന്നു. മഹാദേവൻ നിശബ്ദനായിരുന്നു തലയാട്ടി. അതേപോലെ തന്നെ അതേ നാളുകാരിയായ ഒരു പെണ്ണ് തറവാട്ടിൽ കയറാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാലും തെക്കിനിക്ക് പുറത്ത് കടക്കാനാവുമെന്ന്. അന്നാളിലൊരു പൈതൽ ജനിക്കാതെ നോക്കാൻ മനുഷ്യനായ നിനക്ക് കഴിയില്ല. എന്നാൽ വന്നു കയറുന്ന പെണ്ണിന്റെ കാര്യത്തിൽ അരുതാത്തത് സംഭവിക്കാതെ നോക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു. എന്നിട്ട് സാധിച്ചോ? സ്വന്തം മകന്റെ കാര്യത്തിൽ കാണിച്ച ശ്രദ്ധ അനന്തരവന്റെ കാര്യത്തിൽ എന്തേ ഇല്ലാണ്ടായി? വിവാഹത്തിന് സമ്മതിക്കാതിരുന്ന ഉണ്ണി സമ്മതിച്ച ആലോചന, സമ്പന്ന കുടുംബം, വിദ്യാഭ്യാസ സമ്പന്ന എന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞ് നിങ്ങൾ ധൃതിയിൽ വേലി നടത്തി. എന്നിട്ടിപ്പോൾ എന്തായി? തെക്കിനിയിൽ ബന്ധിക്കപ്പെട്ടവൾ മോചിതയായില്ലേ? ഇപ്പോൾ തന്നെ മായ. അവൾ എത്തിയിട്ട് 2-ാം ദിനം. എന്തേ ഇത്രയിടം വരെ വൈകി? അനിഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ട് വിലപിച്ചിട്ട് എന്ത് കാര്യം? അദ്ദേഹത്തിന്റെ സ്വരമുയർന്നു. മായയെ ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ടതല്ല. അവൾ ശിവഗംഗ. അവളുടെ പ്രതികാരത്തിന്റെ ആദ്യപടി മാത്രമായിരുന്നു അത്. അവൾക്കറിയാം കാർത്തിക നക്ഷത്രക്കാരിക്ക് മാത്രമേ തന്നെ മോചിപ്പിക്കാനാവൂ എന്ന്. മായ ഉണ്ണിയുടെ താലി അണിഞ്ഞ് നിലവിളക്കുമേന്തിയ വീടിന്റെ പടി ചവിട്ടിയപ്പോൾ വിജയിച്ചത് ശിവഗംഗയാണെന്ന് നിങ്ങൾ അറിഞ്ഞില്ല. ഉണ്ണിമായയുടെ കഴുത്തിൽ താലി ചാർത്തിയ നിമിഷം അവൾ ബന്ധനമുക്തയായി. അവിടെ അവളുടെ പ്രതികാരം തുടങ്ങി. അദ്ദേഹം ഒന്ന് നിർത്തി. ആ കുട്ടിയുടെ കൈയാൽ തെക്കിനിയിൽ നിന്നവൾ മോചിതയായ നിമിഷം മുതൽ അവൾ മായയിലുണ്ട്. ഉണ്ണിയോടൊപ്പം അവൾ ജീവിക്കുകയാണ്. അവൾക്കറിയാം അവളുടെ ലക്ഷ്യം കഴിഞ്ഞാൽ അവൾക്ക് ആ ദേഹം വിട്ടേ തീരൂ. എന്നാൽ പ്രശ്നം അതല്ല. കുറെ വർഷത്തോളമായി അവൾ ഉണ്ണിയെ അവളുടെ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു. അതിനർത്ഥം തന്നെ ചതിച്ച ഉണ്ണിയോടല്ല അവൾക്ക് പ്രതികാരമെന്ന് വ്യക്തം. അവൾ മായയിലൂടെ അവൻ്റെ ഭാര്യയായി ജീവിക്കുകയാണ്. ഇനിയൊരു പക്ഷേ അവൾക്ക് മായയെ വിട്ടു പോകേണ്ടി വന്നാൽ അവൾ ആ ശരീരത്തെ തന്നെ നശിപ്പിച്ചേക്കാം. ഇന്നും അവൾക്ക് ഉണ്ണിയാണ് പ്രിയൻ, മായയല്ല. അത് ഓർമ്മ വേണം. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും മഹാദേവന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ അപകടങ്ങൾ തടയാൻ അടിയന്തരമായി ചെയ്യാനുള്ളത് അവളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ്. തൽക്കാലം വീടും വീട്ടുകാരും പുറത്തു പോകരുത്. അതുപോലെ പുറത്തു നിന്നാരും വരാനും പാടില്ല. നാളെ കാലത്ത് ഞാൻ എത്തിക്കോളാം. അത് തിരുമേനി, അവളുടെ ലക്ഷ്യം എന്താണെന്നറിയില്ലല്ലോ. ഉണ്ണിക്കിതിലൊന്നും തീരെ വിശ്വാസമില്ല. അതുകൊണ്ട് എനിക്കൊരു സഹായത്തിനായി ഞാൻ എൻ്റെ മോൻ സുദേവിനോട് എത്താൻ അറിയിച്ചിരുന്നു. അവൻ ഇന്ന് രാത്രി ചിലപ്പോൾ എത്തിയേക്കാം. മഹാദേവൻ കരച്ചിലിൻ്റെ വക്കോളം എത്തി. ആലത്തൂർ തിരുമേനിയുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു. ദുരന്തം സ്വയം ക്ഷണിച്ചു വരുത്തിയിട്ട് കരയുന്നോ? എന്നോട് ചോദിച്ചിട്ട് മതിയായിരുന്നില്ലേ ഈ ക്ഷണം? വേഗം അവനെ വിവരം അറിയിക്കുക. സഹോദരനെ കാണാനായി ഇപ്പോൾ വരണ്ടെന്ന് പറയുക. ഇന്ന് വെള്ളിയാഴ്ച. അവളുടെ ശക്തി തടയാനുള്ള തകിടുണ്ടല്ലോ അവൻ്റെ കഴുത്തിൽ. എന്നാലും ഇന്ന് വരരുതെന്ന് പറയുക. നാളെ ഒരു ദിവസം എനിക്ക് തരിക. ബാക്കി ഈശ്വരനിൽ സമർപ്പിക്കുക. ദേവി. രുദ്രാക്ഷമാലയിൽ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിരതനായി കണ്ണുകളടച്ചുകൊണ്ട് ഒരു നിമിഷം അങ്ങനെ ഇരുന്നു. തുടർന്ന് പറഞ്ഞു, പൂജയ്ക്കുള്ള ചാർത്ത് വാങ്ങി പൊക്കോളൂ. കാലത്ത് ഞാൻ എത്തിക്കോളാം. അദ്ദേഹം എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. മഹാദേവൻ തൊഴുകൈയോടെ അത് നോക്കി. മകന്റെ മരണത്തെ താൻ തന്നെ മാടി വിളിച്ചോ എന്നൊരു സംശയം ആ മനസ്സിൽ ബാക്കിയായി. ആ ഓർമ്മയിൽ അയാൾ വിറകൊണ്ടു. മനയ്ക്ക് പുറത്തിറങ്ങി ആദ്യം മകന് ഫോൺ ചെയ്തു. ഒരുപാട് തവണ ശ്രമിച്ചിട്ടും റിങ് പോയതല്ലാതെ ആ കോൾ എടുക്കപ്പെട്ടില്ല. എന്തോ വലിയ വിപത്ത് വരാൻ പോകുന്നുവെന്ന ചിന്തയിൽ ആ വൃദ്ധൻ കാറിലേക്ക് തളർന്നിരുന്നു. തുടരെ ഫോൺ അടിക്കുന്നത് കേട്ട് കാർ ഓടിക്കുമ്പോൾ വീണ ഫോൺ എടുത്തു നോക്കി. നന്ദാവനത്തെ അച്ഛനാണ്. സുധയെ മാത്രമേ അച്ഛൻ വിളിക്കാറുള്ളൂ. തനിക്കായി ഇങ്ങോട്ടുള്ള വിളി പതിവില്ലാത്തതാണ്. താൻ വിളിച്ചാലും സംസാരം മൂളൽ മാത്രമായി ഒതുക്കാറാണ് പതിവ്. എടുക്കണോ ഫോൺ?
ഒരു നിമിഷം കൂടി അവൾ ആലോചിച്ചു. എന്നിട്ട് കാറ് സൈഡിലേക്ക് ഒതുക്കി ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, എന്താച്ചാ? എന്താ കുട്ടി ഫോൺ എടുക്കാൻ ഇത്ര താമസം? സ്വരത്തിന് പഴയ ശക്തിയില്ലാത്തതുപോലെ വീണയ്ക്ക് തോന്നി. ഞാൻ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അച്ഛാ, ഡ്രൈവിലായിരുന്നു. സോറി അച്ഛാ. വീണ ക്ഷമ പറഞ്ഞു. സാരമില്ല, സുദേവ് ഇവിടെ, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. ഓ, അപ്പോൾ അതാണ് കാര്യം. മോൻ ഫോൺ എടുക്കാത്തത് കൊണ്ടാണ് മരുമകളെ ഓർമ്മ വന്നത്. അവൾക്ക് ചിരി വന്നു, എങ്കിലും പറഞ്ഞു, ഓഫീസിൽ എന്തോ മീറ്റിംഗ് ഉണ്ടച്ചാ. അപ്പോൾ സൈലൻ്റ് ആകുമ്പോൾ പിന്നെ മാറ്റി കാണില്ല, അതാണ് സ്വഭാവം. പിന്നെ ഇന്ന് അങ്ങോട്ട് പോരുമെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് ലീവ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാനും വന്നേനെ. ആ, നീ വരാത്തത് നന്നായി. ഞാൻ വിളിച്ചിട്ടാണ് അവൻ വരുന്നത്, മഹാദേവൻ പറഞ്ഞു. താൻ ചെല്ലാതിരുന്നത് നന്നായെന്ന് വീണയ്ക്ക് അമർഷം തോന്നി. എങ്കിലും അത് പുറമേ കാട്ടാതെ അവൾ പറഞ്ഞു, അച്ഛാ, നരേശിനെയും ആയെയും സുധേട്ടൻ്റെ കൂടെ ഇങ്ങോട്ട് അയക്കണേ, അപേക്ഷ പോലെ വീണ പറഞ്ഞു. മഹാദേവൻ ദുർബലമായി മൂളി. മോളെ, നീ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം കേട്ടോ. ഞാൻ ഫോൺ വയ്ക്കുക. അവൻ വിളിച്ചാലുടനെ എന്നെ വിളിക്കാൻ പറയണം. പെട്ടെന്ന് തന്നെ ഫോൺ ഡിസ്കണക്റ്റായി. അയാളുടെ ശബ്ദം ഇടറിയതുപോലെ വീണയ്ക്ക് തോന്നി. ഫോൺ ഓഫാക്കി ഡാഷ്ബോർഡിലേക്കിട്ട് അവൾ കാർ മുന്നോട്ടെടുത്തു. തങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാത്തതിന് തനിക്ക് പ്രത്യേകിച്ചെന്തോ പങ്കുണ്ടെന്ന ഭാവത്തിലെ അച്ഛൻ ഇന്നേ വരെ പെരുമാറിയിട്ടുള്ളൂ. തൻ്റെ അച്ഛനെയും ആങ്ങളമാരെയും ഓർത്താകാം തന്നെയും സുധയെയും ഡിവോഴ്സിനായി നിർബന്ധിക്കാത്തത്. ഓർമ്മയിൽ ഇന്ന് ആദ്യമായാണ് തന്നോട് ഇത്രയേലും സംസാരിക്കുന്നത്. അപ്പച്ചി മാത്രം തന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല, മാത്രമല്ല ഇടയ്ക്കിടെ പറയും, ഇത് അവളുടെ ശാപമാണെന്ന്. ആരാണവൾ? അറിയില്ല. സുധയോട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ മൗനം കൊണ്ട്, മറ്റു ചിലപ്പോൾ ഒരു പൊട്ടിത്തെറിയിലൂടെ മറുപടി തന്നൊഴിഞ്ഞു മാറും. ഒരേപോലെയുള്ള തകിടുകൾ അച്ഛൻ്റെയും സുധയുടെയും നരേശിൻ്റെയും കഴുത്തിൽ കണ്ടതിനെയും പലവട്ടം ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനും മറുപടി കിട്ടിയിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും സുധ അത് ഊരിവെച്ച് കണ്ടില്ല. മായയെക്കൊണ്ട് നരേശിനോട് ചോദിച്ചപ്പോഴും ഫലം തദൈവ. എന്തൊക്കെയോ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് തറവാട്ടിൽ, അവൾക്കുറപ്പായിരുന്നു. ഒന്ന് ആലോചിച്ചുകൊണ്ട് അവൾ ഡ്രൈവിംഗ് തുടർന്നു. നന്ദാവനത്തിലെ മുകൾ നിലയിൽ തെക്കിനിയിലെ ജനലഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്ന മായയുടെ മുഖത്തെ ചിരി വിരിഞ്ഞ് മെല്ലെ അതൊരു അട്ടഹാസമായി മാറി. മുഖത്ത് ക്രൗര്യം നിറഞ്ഞു. കണ്ണുകൾ ചുവന്ന് ചോരമയമായി. കണ്ണിൽ അഗ്നി ജ്വലിച്ചു. അവൾ കാണുകയായിരുന്നു തന്നെ കാണാൻ ഓടിയെത്തുന്ന തൻ്റെ ഇരയെ. സമയം സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു. സുദേവ് ഇതുവരെ വന്നില്ലേ? 2 പ്രാവശ്യം വീണയുടെ ഫോൺ ഉണ്ണിക്ക് വന്നിരുന്നു. മഹാദേവനും ഉണ്ണിയും അസ്വസ്ഥരായി തുടർച്ചയായി അയാളുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. നിരാശയായിരുന്നു ഫലം. അതേസമയം സുദേവിൻ്റെ റേഞ്ച് റോവർ നന്ദാവനത്തെ ലക്ഷ്യമിട്ട് കുതിച്ചു പായുകയാണ്. പിൻസീറ്റിലെ അയാളുടെ ബാഗിൽ സൈലന്റ് മോഡിൽ കിടക്കുന്ന ഫോണിലേക്ക് അപ്പോഴും തനിക്കുള്ള മുന്നറിയിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അറിയാതെ. രാത്രി ആയതുകൊണ്ട് അതിവേഗത്തിലായിരുന്നു സുദേവ് കാറ് പറത്തിയത്. മഴക്കോളുള്ള കാരണം കാറ്റ് വീശാൻ തുടങ്ങിയിരുന്നു. ക്ഷേത്രം കടന്നാൽ കുളം. അവിടെ നിന്ന് വളവ് തിരിഞ്ഞ് ഇടത്തോട്ട് കഷ്ടിച്ച് 1 കിലോമീറ്റർ നന്ദാവനത്തേക്ക്. ഇന്നു രാത്രി ഉണ്ണിയോടൊപ്പം അടിച്ചു പൊളിക്കണം. അതിനുള്ള സാധനമൊക്കെ തൻ്റെ വണ്ടിയിലുണ്ട്. ക്ഷേത്രം കടന്നപ്പോൾ അവൻ്റെ കണ്ണുകൾ അറിയാതെ അമ്പലക്കുളത്തിന് നേരെ നീണ്ടു. അവനറിയാതെ കാറിൻ്റെ വേഗത കുറഞ്ഞു. ഇവിടെയാണ് ഉണ്ണിയുടെ പെണ്ണിൻ്റെ, തൻ്റെ ഗംഗയുടെ ശരീരം പൊന്തിയത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മരണം. അതിന് അച്ഛൻ്റെ വക കുറേ വിശ്വാസങ്ങൾ. ഇക്കാലത്ത് ആര് വിശ്വസിക്കും ഇതൊക്കെ? അവൾക്ക് ആരോട് പ്രതികാരം? ഒരു പാവം വായാടിയായിരുന്നു ഗംഗ. കാണുമ്പോഴെല്ലാം അവളുടെ കാലിലെ പാദസുരങ്ങളെ പോലെ ഇടതടവില്ലാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. നൃത്തമായിരുന്നു അവളുടെ ലോകം. ശ്രീധരേട്ടൻ്റെ സ്വപ്നമായിരുന്നു മകൾ നടത്തുന്ന ഒരു നൃത്ത വിദ്യാലയം. എല്ലാവരുടെയും സ്വപ്നങ്ങൾ ബാക്കിയാക്കി ഓർമ്മകൾ മാത്രം നൽകിക്കൊണ്ടവൾ നക്ഷത്രങ്ങളുടെ രാജ്യത്തിൽ ചേക്കേറി. അനുജത്തിയില്ലാത്ത തനിക്കവൾ എന്നും അനുജത്തിയായിരുന്നു. സുധേട്ടാ എന്ന ആ വിളിയിൽ ശരിക്കും താനവളുടെ ഏട്ടനായി മാറിയിരുന്നു. ഉണ്ണിക്കവളോട് പ്രണയമാണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം തോന്നിയത് വിഷമമാണ്. പിന്നെ അവൾ ശരിക്കും അനുജത്തിയായി വരുമെന്ന് ഓർത്തപ്പോൾ, നന്ദാവനത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ അവളുടെ ചിലങ്കകൾ ശബ്ദിക്കുന്നത് മനസ്സിൽ കണ്ടപ്പോൾ സന്തോഷിച്ചു. എന്നാൽ അച്ഛൻ്റെ തീരുമാനം അറിയുന്നത് വരെയേ ആ സന്തോഷത്തിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. അന്ന് അച്ഛനെ എതിർക്കാൻ ശക്തിയുണ്ടായിരുന്നില്ല. ജാതിയും മതവും എല്ലാം ഒന്നായിരുന്നിട്ടും ഉണ്ണിയും ഗംഗയും ഒന്നിക്കാൻ അച്ഛൻ തടസ്സമായി കണ്ടത് അവരുടെ സാമ്പത്തിക പരാധീനതകളായിരുന്നു. ശിവഗംഗയെ കാണാൻ പോയ ആ നശിച്ച ദിവസം അവൻ ഓർത്തു. സുദേവ്, നിനക്ക് ഫോൺ. മോഹിത്തിൻ്റെ ശബ്ദം കേട്ട് സുദേവ് തലയുയർത്തി നോക്കി. നിന്റെ പിതാശ്രീയാണെന്ന് വാർഡൻ പറഞ്ഞു. അച്ഛനോ? എന്താണോ എൻ്റെ ഈശ്വര. സുദേവ് വാർഡൻ്റെ റൂമിലേക്ക് നടന്നു. അച്ഛാ, റിസീവർ എടുത്തവൻ ശബ്ദിച്ചു. ഘനഗാംഭീരമായ ശബ്ദം അവൻ്റെ കാതിൽ പതിച്ചു. സുധി, നീ ഇന്നലെ പറഞ്ഞതൊക്കെ നേരാണോ കുട്ടി? പാലമറ്റത്തെ ശ്രീധരൻ്റെ മകളും നമ്മുടെ ഉണ്ണിയും തമ്മിൽ? അതേ അച്ഛാ. ഉണ്ണി കാര്യമായിട്ടാണോ? അതേ അച്ഛാ, അവളെ വിവാഹം കഴിക്കുമെന്നവൻ പറഞ്ഞത്. സുദേവിൻ്റെ ശബ്ദം വിറച്ചു. ഇന്നാലും ഞാൻ പറയണത് നീ ചെയ്യുക. ഇന്നലെ രാത്രി മുഴുവനും ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. നാളെ
നാളെ തന്നെ നീ ആ പെൺകുട്ടിയെ കണ്ട് നന്ദാവനത്തെ മരുമകളായി വരാനുള്ള മോഹം ഉപേക്ഷിക്കാൻ പറഞ്ഞേര്. ഉണ്ണിയുടെ തീരുമാനമാണിതെന്നേ അവൾ അറിയാവോ? മനസ്സിലാകുന്നുണ്ടല്ലോ? അവൻ ദുർബലമായി മൂളി. ഇന്നോ നാളെയോ ബാങ്കുകാർ വന്ന് ജപ്തി നടത്താനിരിക്കുന്ന ദാരിദ്ര്യം പിടിച്ച വീട്ടിലെ പെണ്ണിനെ മാത്രമേ അവന് കിട്ടിയുള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ ബന്ധം നടക്കൂല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. സ്വയം പിന്മാറിയാൽ അവൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഈ മഹാദേവന്റെ മറ്റൊരു മുഖം അവൾ കാണും. തുടർന്ന് മറുപടി കാക്കാതെ ഫോൺ കട്ടായി. തലയ്ക്കു മുകളിൽ ആരോ കുടം കൊണ്ടടിച്ചതുപോലെ സുദേവിന് തോന്നി. ഗംഗയുടെ കാര്യം അമ്മാവനോട് മാത്രം പറഞ്ഞാൽ മതിയെന്ന് ഉണ്ണി തന്നെ പറഞ്ഞതുകൊണ്ട് അപ്പച്ചിയോട് പോലും പറയാതെ താൻ അച്ഛനോട് പറഞ്ഞു. തൻ്റെ അമ്മാവനിൽ അവനത്ര പ്രതീക്ഷയാണ്. അച്ഛൻ ആരാന്ന് പോലും അറിയാതെ തൻ്റെ അമ്മയുടെ വയറ്റിലുരുവായിട്ടും തന്നെയും അമ്മയെയും കാത്ത് തൻ്റെ കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് അമ്മാവൻ നോക്കുന്നത്. അച്ഛനില്ലാത്ത കുറവ് ഒരിക്കലും താൻ അറിഞ്ഞിട്ടില്ലെന്ന് ഉണ്ണി എപ്പോഴും പറയും. പക്ഷെ ഇപ്പോൾ എല്ലാം കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലായി. അച്ഛനെ ധിക്കരിക്കണോ കൂടപ്പിറപ്പായ ഉണ്ണിയെ ചതിക്കണോ അവനൊന്നും മനസ്സിലായില്ല. തൻ്റെ ചതി എന്നെങ്കിലും ഉണ്ണി അറിഞ്ഞാൽ. ഫോൺ വെച്ചതും റൂമിലെത്തിയതൊന്നും അവൻ അറിഞ്ഞില്ല. ഒരു കാര്യം ഉറപ്പായിരുന്നു, തൻ്റെ അച്ഛനെ പോലെ ഒരാളെ ധിക്കരിക്കാനുള്ള ധൈര്യം തനിക്ക് പോരാ. അന്ന് അവൻ അത്താഴം കഴിച്ചില്ല, ഉറങ്ങിയില്ല. രാത്രി മുഴുവനും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു ഗംഗയോട് പറയേണ്ടതെല്ലാം. അവളോട് സംസാരിക്കുമ്പോൾ പതറാതിരിക്കാൻ ശക്തി തരണേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അടുത്ത ദിവസം നേരം സന്ധ്യയോടടുക്കുന്നു. കാവിന് പുറത്ത് ആൽമരച്ചുവട്ടിൽ ബൈക്കിൽ ചാരിയവൻ ശിവഗംഗയെ കാത്തുനിന്നു. എന്നും കാവിലവൾ വിളക്ക് വയ്ക്കാൻ വരുന്നതവനറിയാം. വിളക്ക് വെച്ച് കാവിന് പുറത്തിറങ്ങി അവൾ കണ്ടു. തനിക്ക് തിരിച്ചു പോകേണ്ടുന്ന വഴിയിൽ ആലിൻ്റെ അടുത്ത് തന്നെ നോക്കി നിൽക്കുന്ന സുദേവിനെ. അവളുടെ കണ്ണുകൾ ഉണ്ണിക്കായി പരതി. ഇല്ല, അവിടെയൊന്നും ആളില്ല. സുദേവിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അവൾ എൻ്റെ മുഖം ശ്രദ്ധിച്ചു. പഴയ പ്രസരിപ്പില്ല, ഒരു ചിരി പോലുമില്ല, ഒരു കല്ലിച്ച ഭാവം. ഉണ്ണിയേട്ടൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാകുമോ? എങ്കിൽ ഒന്ന് ആലോചിച്ചവൾ സുദേവിൻ്റെ അടുത്തെത്തി. ഗംഗേ, ഒന്ന് നിന്നേ. തന്നെ കടന്നു പോകാൻ ശ്രമിച്ച അവളെ സുദേവ് വിളിച്ചു. സുധേട്ടൻ എപ്പോഴാണ് വന്നത്? ഇപ്പോൾ അവധിയാണോ? അവൾ പുഞ്ചിരിയോട് ചോദിച്ചു. സുദേവ് അതിന് മറുപടി പറയാതെ മറു ചോദ്യം എറിഞ്ഞു. ഉണ്ണി ചിലതൊക്കെ പറഞ്ഞു. അതൊക്കെ സത്യാണോടി? അവൻ്റെ സ്വരത്തിലെ ഗൗരവമറിഞ്ഞവൾ തല കുനിച്ചു. എല്ലാം സത്യമാണെന്നവൾ മെല്ലെ തലയാട്ടി. മറ്റാർക്കെങ്കിലും അറിയുമോ ഇത്? സുദേവ് ചോദിച്ചു. ഇല്ല, അവൾ പതിഞ്ഞ സ്വരത്തിൽ മറുപടി നൽകി. എങ്കിലിനി ആരും അറിയാൻ പാടില്ല. അവൻ കപട ഗൗരവമണിഞ്ഞു. നീ എന്താ വിചാരിച്ചേ? ഉണ്ണിയെ പ്രേമിച്ചാൽ നന്ദാവനത്തെ കെട്ടിലമ്മയാകാമെന്നോ? അതിനെന്ത് യോഗ്യതയാടി പാലമുറ്റത്തുകാർക്കുള്ളത്? സുദേവി കിതച്ചു. അവൻ്റെ ശബ്ദത്തിലെ മാറ്റം കണ്ടവൾ അമ്പരന്നു. നിന്നെപ്പറ്റി ഞാൻ അങ്ങനെയൊന്നുമല്ല കരുതിയത്. എൻ്റെ അനിയത്തിക്കുട്ടി എന്നാൽ ഉണ്ണിക്ക് ആരാ? അത് നീ ഓർത്തോ? അവനൊന്ന് ചിരിച്ചു കാണിച്ചപ്പോൾ നീ ഒരു വെറും പെണ്ണായി മാറിയല്ലേ? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അത് കണ്ട് സുദേവ് വല്ലാതെയായി. തൻ്റെ ഭാഷ ക്രൂരമായെന്നവൻ മനസ്സിലാക്കി. അവൻ അല്പം മയത്തിലായി. മോളെ ഗംഗേ, അവനൊരാണാ. അവനൊന്നും നഷ്ടപ്പെടാനില്ല. മറിച്ച് ഇത് നാലാളറിഞ്ഞാൽ എന്താ നിന്റെ ഭാവി? എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിരുന്നെങ്കിലോ? ഇപ്പോൾ അതൊന്നുമില്ലല്ലോ. അവൾ അവനെ തുറിച്ചു നോക്കി. തൻ്റെ വയറ്റിൽ ഉണ്ണിയേട്ടൻ്റെ ജീവൻ വളരുന്ന സത്യം സുധേട്ടനെ അറിഞ്ഞിട്ടില്ലെന്ന് അവൾ ഞെട്ടലോടെ മനസ്സിലാക്കി. അവളുടെ നോട്ടം നേരിടാനാവാതെ സുദേവ് തിരിഞ്ഞു നിന്നുകൊണ്ട് തുടർന്നു. പറയുന്നത് ക്രൂരമാണെന്നറിയാം, എങ്കിലും പറയാതെ വയ്യ. അവന് വേണ്ടി നീ കാത്തിരുന്ന് ജീവിതം നശിപ്പിക്കരുത്. കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നം പോലെ മറക്കണം. മറന്നേ പറ്റൂ. ഭൂമി കീഴ്മേൽ മറിയുന്നത് പോലെ ശിവഗംഗയ്ക്ക് തോന്നി. ആൽത്തറയിൽ അവൾ അള്ളിപ്പിടിച്ചു. വയ്യ, ഇനി വയ്യ, പറഞ്ഞേ തീരൂ. അല്ലെങ്കിൽ തീരുക താൻ മാത്രമല്ല. അരപ്പട്ടിണിയാണെങ്കിലും അഭിമാനം മാത്രമേ പാലമറ്റത്തെ ശ്രീധരൻ ഉണ്ണിക്കുള്ളൂ. അവൾ ശബ്ദിച്ചു. സുധേട്ട, ഞാൻ... അവൾ പറയാൻ വന്നത് കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് സുദേവ് പറഞ്ഞു. വേണ്ട, ഒന്നും പറയണ്ട എൻ്റെ കുട്ടി. നീ ഞാൻ പറയുന്നത് അനുസരിക്കണം. ഉണ്ണി, അവൻ പറഞ്ഞിട്ടാ ഞാനിപ്പോൾ നിന്നെ കാണാൻ വന്നത്. അവന് നിന്റെ നൃത്തത്തിലൊരു ഭ്രമം തോന്നിയത് നേരാ. പക്ഷെ അത് നീ കരുതും പോലെ പ്രേമമല്ല. അവൻ്റെ ഭാവനയിലുള്ള പെണ്ണല്ല നീ. അവൻ നിന്നെ സ്വീകരിക്കില്ല ഒരിക്കലും. ഇത് പറയാൻ അവൻ എന്നെ ഏൽപ്പിച്ചു. അതിനുവേണ്ടിയാണ് ഞാനിവിടെ ഇത്രയും സമയം നിന്നത്. ഒരു പൊട്ടിക്കരച്ചിലോടെ ശിവ നിലത്തേക്ക് ഊർന്നു. താഴെ ഇരുന്ന് മുഖം പൊത്തിക്കരയുന്ന അവളെ സുദേവ് അനുകമ്പയോടെ നോക്കി. പക്ഷെ എന്തു വേണമെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. അച്ഛനെ അനുസരിച്ചില്ലെങ്കിൽ, ഇവളെ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചില്ലെങ്കിൽ അതിൻ്റെ അന്ത്യം ശുഭമാകില്ല. തൻ്റെ അച്ഛനെ നന്നായി തനിക്കറിയാം. തറവാടിൻ്റെ അഭിമാനം കാക്കാൻ കൊല്ലിനും കൊലയ്ക്കും പോലും മടിക്കാത്ത മനുഷ്യനാണ്. അപ്പച്ചിയുടെ ജീവിതം അതിനൊരു തെളിവാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഓർമ്മയിൽ അവൻ ഞെട്ടിയുണർന്നു. അവൻ ഗംഗയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഗംഗ, കരച്ചിൽ നിർത്ത്. അറിയാം നിനക്കിത് താങ്ങാനാവില്ലെന്ന്. നന്നായി ഒന്ന് ആലോചിക്ക്. അവനൊരു തമാശയ്ക്ക് പറഞ്ഞതാണ് ഈ ഇഷ്ടം. അതിൻ്റെ മൂളങ്ങ് മറന്നേക്ക്. അവൻ അവളുടെ ശിരസിൽ തലോടി. അവൾ ഇരു കരങ്ങൾ കൊണ്ട് മുഖം അമർത്തി തുടച്ചു. അവൻ്റെ മുഖത്തേക്ക് നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. സുധേട്ടൻ പറഞ്ഞ പോലെ ഇനി ഇതെനിക്കൊരു ദുസ്വപ്നം മാത്രമാണ്. എനിക്കറിയാവുന്ന എൻ്റെ ഉണ്ണിയേട്ടൻ ഇതൊന്നും പറയില്ലെന്ന് എനിക്കറിയാം. സുധേട്ടൻ എന്നോട് നുണ പറയില്ലെന്നും
ഇനി ഉണ്ണിയേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇല്ലെന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. പക്ഷേ സഹോദരനോട് പറയണം, ഈ ശിവയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന്. ഞാൻ ഇവിടം വിട്ട് എങ്ങോട്ടും പോകില്ലെന്ന്. അറിയാതെ കണ്ടുപോയ ഈ ദുസ്വപ്നത്തിന്റെ ശിക്ഷ സ്വയം അനുഭവിച്ചുകൊണ്ട് ഇവിടെ തന്നെ ജീവിക്കുമെന്ന്. എന്നാലും നന്ദാവനത്തിന്റെ പടിപ്പുരയിൽ പോലും ഭിക്ഷയ്ക്കായി വരില്ലെന്ന്. പറഞ്ഞു തീരുവോളം അവൾ കരഞ്ഞെങ്കിലും അവസാനമായപ്പോഴേക്കും വിതുമ്പിപ്പോയി. കണ്ണീർ ചാലുകൾ തുടച്ചുകൊണ്ടവൾ പാലമറ്റത്തേക്കുള്ള വഴിയെ തിരിഞ്ഞു. ആ കണ്ണീർ മഴയിൽ മുങ്ങി നശിക്കാൻ പോവുകയാണ് തങ്ങളെന്ന് അവളുടെ പോക്ക് നോക്കി നിന്ന് സുദേവിന് തോന്നി. അവൻ അച്ഛനോട് ദേഷ്യം തോന്നി. വീട്ടിലേക്ക് പോകാൻ മനസ്സ് വന്നില്ല. അവൻ ഹോസ്റ്റലിലേക്ക് തന്നെ ബൈക്ക് തിരിച്ചു. പിറ്റേന്ന് കേട്ട അവളുടെ മരണവാർത്ത. ഉണ്ണിയുടെ കുഞ്ഞവളുടെ വയറ്റിലുണ്ടായിരുന്നത്രേ. അതെന്താ രണ്ടാളും തന്നോട് മറച്ചു? തന്നോട് ധൈര്യപൂർവ്വം സംസാരിച്ച അവളെന്തിനെ രാത്രിയിൽ തിരിച്ച് കുളക്കടവിൽ വന്നു? ആരാണ് അവളെ പിച്ചു ചീന്തി കുളത്തിൽ മുക്കിയത്? ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് വന്നു വീണ് ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തിൽ ഓർമ്മയിൽ നിന്നവൻ ഞെട്ടി ഉണർന്നു. കണ്ണു തുറന്നു നോക്കിയ സുദേവ് നടുങ്ങിപ്പോയി. തൊട്ടുമുന്നിൽ ജലം മാത്രം. താനിപ്പോൾ അമ്പലക്കുളക്കടവിൽ നിൽക്കുകയാണെന്നയാൾ അപ്പോഴാണ് അറിഞ്ഞത്. ഒന്ന് ആലോചിച്ചപ്പോഴാണ് കാറിൽ നിന്നും ഇറങ്ങിയതുപോലും ഓർക്കുന്നില്ല. ഇടിവെട്ടി താൻ ഉണർന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ കുളത്തിൽ വീണനെ. തിരിച്ചയാൾ കാറിലേക്ക് കയറി വണ്ടി മുന്നോട്ടെടുത്തു. ഗംഗയാണിപ്പോഴും മനസ്സിലെന്നയാൾ അത്ഭുതത്തോടെ ഓർത്തു. പാവം കുട്ടി. ഒരു തരത്തിൽ താനും അവളോട് ചെയ്തത് ദ്രോഹം തന്നെയാണ്. കുടുംബത്തിന്റെ സൽപ്പേര് കളയാതിരിക്കാനായി ഒരു ജീവനെ, അല്ല 2 ജീവനെ ഇല്ലാതാക്കാൻ മനസ്സില്ലാ മനസ്സോടെയെങ്കിലും കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു. ആ ഒരു പാപഭാരമാകാം ഇന്നും തൻ്റെ ജീവിതത്തിലും ഒരു ശാപമായി പിന്തുടരുന്നത്. അവൻ്റെ മനസ്സിൽ പശ്ചാത്താപം നിറഞ്ഞു. എന്നിട്ടും ഇക്കാലം അത്രയും അവൾ തന്നെ കൊല്ലാൻ വരാത്തതെന്തേ? ജീവിച്ചിരിക്കുമ്പോൾ പോലും പ്രതികാര മനോഭാവമില്ലാതിരുന്ന അവൾ ആത്മാവായി പ്രതികാരത്തിൽ വരുമത്രേ. വരുമെങ്കിൽ തന്നെ അതിൽ പേടിച്ച് ഇക്കണ്ട പൂജയും വഴിപാടും മന്ത്രവാദവും നടത്തേണ്ട കാര്യം അച്ഛനെന്താ? വെറുതെ ആലത്തൂരിനെ പോലെയുള്ളവർക്ക് കൊണ്ടുപോയി കാശ് കൊടുക്കാൻ, അല്ലാതെന്ത്? അവളെ നശിപ്പിച്ചവർ വേണ്ടേ അവളെ ഭയക്കാൻ? അച്ഛൻ്റെ ചില നേരത്തെ ഭയം കണ്ടാൽ ആരും സംശയിച്ചു പോകും. തനിക്കും അങ്ങനൊരു സംശയമില്ലാതില്ല. എന്തെങ്കിലും അബദ്ധം കാരണവർക്ക് പറ്റിയിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവൻ്റെ ചുണ്ടിലൊരു ചിരി മിന്നി. കാർ അമ്പലം കടന്നു. പെട്ടെന്ന് ആരോ വഴിയരികിലൂടെ ധൃതിയിൽ നടന്നു പോകുന്നത് അയാൾ കണ്ടു. ഒരു പെണ്ണാണ്. ചുരിദാറാണ് വേഷം. തൻ്റെ നാട്ടിൽ ഈ സമയത്തിന് പേര് അസമയം എന്നാണ്. ഇപ്പോൾ പെൺകുട്ടികൾ പുറത്തിറങ്ങി നടക്കുമോ? ഇവൾ ഈ രാത്രിയിൽ എന്താണ് ഇവിടെ? അവളെ കടന്നു പോകുമ്പോൾ അയാൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് റിയർ വ്യൂ മിററിലൂടെ നോക്കി. അതിൽ അവളുടെ മുഖം കണ്ടയാൾ ഞെട്ടി. കാലുകൾ ബ്രേക്കിലമർന്നു. ഒരു വലിയ ശബ്ദത്തോടെ കാർ നിന്നു. റിയർ വ്യൂ മിററിലൂടെ സുദേവ് ഒന്നുകൂടി അവളെ നോക്കി. അതെ, ഇത് അവൾ തന്നെ, മായ. അപ്പോഴേക്കും അവൾ അടുത്തെത്തിയിരുന്നു. ഡോറ് തുറന്ന് സുദേവ് പുറത്തിറങ്ങി. അവളോട് ചോദിച്ചു, മായ എന്താ ഈ നേരത്തെ ഇവിടെ? ഉണ്ണി എവിടെ? അയാളുടെ ശബ്ദത്തിൽ അമ്പരപ്പ് കലർന്നിരുന്നു. സുദേവ്, അവൾ ഒരുപാട് സന്തോഷത്തോടെ വിളിച്ചു. നിങ്ങൾ വന്നത് നന്നായി. ഞാൻ പേടിച്ച് നടക്കുമായിരുന്നു. പാലമറ്റത്തെ ശ്രീകുട്ടിയില്ലേ, അവളെ കൊണ്ടാക്കാൻ പോയതാ. സംസാരിച്ചിരുന്ന് നേരം ഇരുട്ടിയത് അറിഞ്ഞില്ല. പോരാത്തതിന് കാറ്റും. പാലമറ്റെന്ന പേര് അയാളിൽ വല്ലാത്ത അസ്വസ്ഥതയുളവാക്കി. അതൊക്കെ ഓക്കെ, പക്ഷെ ഉണ്ണി എവിടെ? ഇവിടുത്തെ വഴി പോലും അറിയാത്ത നിന്നെ അവൾ ഈ സമയത്ത് തനിച്ചു വിട്ടത് ശരിയായില്ല. അമ്മായിക്കെങ്കിലും കൂടെ വരാമായിരുന്നു. അല്ലെങ്കിൽ അച്ഛനെ കൂടെ കൂട്ടായിരുന്നു. അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സാരമില്ല സുദേവ്, അവരൊക്കെ ഓരോരോ തിരക്കിലായിരുന്നു. ഞാൻ പോയത് നല്ല വെളിച്ചമുണ്ടായിരുന്നപ്പോഴാണ്. ഇത്ര ഇരുട്ടുമെന്ന് ഞാനും കരുതിയില്ല. ഉണ്ണിയേട്ടന് സമയമില്ല ഒന്നിനും. പിന്നെ ഇവിടുത്തെ ഓരോ മുക്കും മൂലയും എനിക്ക് അപരിചിതമല്ലല്ലോ. അവസാന വാചകം പറയുമ്പോൾ അവൻ്റെ കണ്ണിലേക്ക് മാത്രം നോക്കി. ഉണ്ണിയേട്ടനോ? സുദേവ് ആശ്ചര്യപ്പെട്ടു. നരേഷ് എന്ന് മാത്രം വിളിച്ചിരുന്ന പെണ്ണ. ഇപ്പോൾ അവളുടെ വാക്കുകൾ കേട്ടാലറിയാം അവർ തമ്മിലുള്ള ഇഷ്ടം. ചെക്കനെ വിളയെ മാറ്റിയെടുത്തു. മിടുക്കൻ. ഉണ്ണി അവൻ മനസ്സിലോർത്ത് അഭിമാനം കൊണ്ടു. പെട്ടെന്ന് അവൻ ചിന്തിച്ചത് മറ്റൊരു കാര്യമാണ്. 2 or 3 പ്രാവശ്യം മാത്രം ഇവിടെ വന്നിട്ടുള്ള ഇവൾക്ക് ഈ വഴികൾ എങ്ങനെ അറിയാം? ഒരു നിമിഷം അയാൾ ആലോചിച്ചു. സുദേവ്, എന്താ ഇത്ര ആലോചന? മായയുടെ ശബ്ദം അവനെ ഉണർത്തി. കാറ്റ് ശക്തി ആർജിക്കുന്നത് കണ്ടവൻ അവളോട് വേഗം കാറിൽ കയറാൻ പറഞ്ഞു. അവളതനുസരിച്ചു. കാറിൽ കയറിയതും അവനവളെ ശകാരിക്കാൻ തുടങ്ങി. ഈ അസമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് വരാൻ പാടുണ്ടോ മായേ? സിറ്റിയല്ല ഇത്. വല്ലവരുടെയും കയ്യിൽ പെട്ടിരുന്നെങ്കിലോ? ഈ നാട്ടിൻപുറത്താരെ പേടിക്കാനാ? സുദേവ് മായ ചോദിച്ചു. പേടിക്കണം മായേ, തനിക്കറിയില്ല ഈ നാടിൻ്റെ ചരിത്രം. ഈ നാട്ടിലെ ഓരോ മുക്കും മൂലയും പരിചയമുണ്ടെന്ന് മുമ്പേ നീ പറഞ്ഞില്ലേ? 2 or 3 പ്രാവശ്യം കണ്ട പരിചയം അല്ലേ? ഈ മണ്ണിൽ പിച്ച വെച്ച് കളിച്ചു വളർന്ന ഒരു പെൺകുട്ടിയെ നിർദാക്ഷിണ്യം പിച്ചു ചീന്തി അമ്പലക്കുളത്തിൽ എറിഞ്ഞവരുടെ നാടാണിത്, അറിയോ? അവൻ്റെ ശബ്ദമുയർന്നു. അറിയാം, മായ ശബ്ദിച്ചു. സുദേവ് അവളെ അമ്പരപ്പോടെ നോക്കി. ഉണ്ണി പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ അവൻ എന്തൊക്കെ പറഞ്ഞു കാണും? അവളുടെ മുഖഭാവം തനിക്കെല്ലാം അറിയാമെന്ന് വിളിച്ചു പറയുന്നത് പോലെ തോന്നി. സുദേവിനറിയോ ആ പെൺകുട്ടിയെ? അവൾ ചോദിച്ചു. അറിയാം. പാലമറ്റത്തെ ശ്രീധരനുണ്ണിയുടെ മകളാണ്. ഡാൻസറായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്, അവൻ പതിയെ പറഞ്ഞു. കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ലേ? അവളുടെ മറുചോദ്യത്തിൽ അവൻ പതറി.
അവളുടെ ഡാൻസ് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ കൂട്ടിച്ചേർത്തു. ഒരിക്കലോ മറ്റോ ഉത്സവത്തിന് ഓർമ്മയിൽ ചികയുന്നത് പോലെ അയാൾ കണ്ണിട്ട് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അപ്പോൾ അവളെ കണ്ടില്ലേ? എങ്ങനെ, സുന്ദരിയായിരുന്നോ? മായ ആവേശത്തോട് ചോദിച്ചു. നീ ഒന്ന് പോയേ മായ, ഉത്സവത്തിരക്കിലാരാ ഇവളെയൊക്കെ നോക്കാൻ പോകുന്നത്? ഞാൻ അവളുടെ മുഖം ഓർക്കുന്നു പോലുമില്ല. അല്ല, നീ എന്താ ഇപ്പോഴിതൊക്കെ ചോദിക്കാൻ? അവൾ നിശബ്ദയായി സീറ്റിലേക്ക് ചാരി കണ്ണുകളടച്ചിരുന്നു. കാറ്റ് അതിശക്തമായി. സുദേവ് കാർ മുന്നോട്ടെടുത്തു. ഒരു പ്രത്യേക പരിമളം കാറിൻ്റെ ഉള്ളിൽ നിറയുന്നത് അവൻ അറിഞ്ഞു. അവൻ ആ ഗന്ധം ഒരു നിമിഷം കണ്ണുകളടച്ച് ആസ്വദിച്ചു. ആ സുഗന്ധത്തിൽ ലയിക്കാൻ ആഗ്രഹിച്ചു. പെട്ടെന്ന് അവൻ മനസ്സിനെ വിലക്കി. താൻ എന്തൊക്കെയാണ് ഈ ചിന്തിച്ചു കൂട്ടുന്നത്? സഹോദരൻ്റെ ഭാര്യയാണിവൾ, സ്വന്തം സഹോദരിയായി കാണേണ്ടവൾ. തനിക്ക് എന്തു പറ്റി? മനസ്സ് തൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ലെന്ന് തോന്നി. തല ചരിച്ചവൻ മായയെ നോക്കി. വശ്യമായ പുഞ്ചിരിയോടെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അവളിപ്പോൾ. മനസ്സിലൂടെ തുളഞ്ഞിറങ്ങുന്ന നോട്ടം. ഇവളെന്താ ഇങ്ങനെയൊക്കെ? ഇങ്ങനെയൊന്നുമല്ലായിരുന്നല്ലോ. പെട്ടെന്ന് ശ്രദ്ധ ഡ്രൈവിങ്ങിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിച്ചത്. കാറിപ്പോഴും ക്ഷേത്ര പരിസരത്തുള്ള റോഡിൽ തന്നെയാണ്. അല്പം മുമ്പ് താൻ കടന്നുപോയ അതേ വഴികൾ, ആൽത്തറ, അമ്പലക്കുളം, എല്ലാം വീണ്ടും വീണ്ടും കാണുന്നു. അതിലേറെ ഞെട്ടലോടെ മറ്റൊരു കാര്യം അവൻ മനസ്സിലാക്കി. കാറിപ്പോൾ തൻ്റെ നിയന്ത്രണത്തിലല്ല. അവനിൽ ഒരു വിറ പടർന്നു. കാറ് പെട്ടെന്ന് നിന്നു. കാറിൻ്റെ ഉള്ളിലെ AC-യിലും അവൻ വിയർത്തു കുളിച്ചു. കാർ സ്റ്റാർട്ട് ചെയ്യുവാനൊരു വിഫല ശ്രമം നടത്തി. കഴിയുന്നില്ല. അവൻ പതിയെ മായയെ നോക്കി. തന്നെ തുറിച്ചു നോക്കിയിരിക്കുന്ന മായയെ കണ്ടവൻ ഞെട്ടിത്തെറിച്ചു. എന്താ മായേ, നീ ഇങ്ങനെ നോക്കുന്നേ? അവന് അപകടം മണത്തു തുടങ്ങിയിരുന്നു. ഇവൾ മായയല്ല എന്ന് ഉള്ളിലിരുന്ന ആരോ അവനോട് വിളിച്ചു പറഞ്ഞു. സുധേട്ടാ! ആ വിളിയും ശബ്ദവും കേട്ടവൻ ഞെട്ടിത്തെറിച്ചു. സുധേട്ടന് ഗംഗയുടെ മുഖം പോലും ഓർമ്മയില്ലാലേ. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങനെയാണോന്ന് നോക്കിയേ. അവളുടെ പല്ലുകൾക്കിടയിൽ ശബ്ദം ഞെരിഞ്ഞ് അമരുന്നത് പോലെ അവന് തോന്നി. കാണെ മായയുടെ സ്ഥാനത്ത് ശിവഗംഗയുടെ മുഖം തെളിയുന്നത് പിടയ്ക്കുന്ന നെഞ്ചിടിപ്പോടെ അവൻ കണ്ടു. ചലിക്കാനാവുന്നില്ല. കൈകൾ ബന്ധിക്കപ്പെട്ടതുപോലെ. ഒരുപാട് പേർ ഒന്നിച്ച് സംസാരിക്കുന്നത് പോലെയുള്ള ശബ്ദത്തിൽ അവൾ തുടർന്നു. സുധേട്ടൻ്റെ പ്രിയപ്പെട്ട ഉണ്ണിയുടെ ഈ ശിവയെ, സുധേട്ടൻ്റെ അനിയത്തിക്കുട്ടി ഗംഗയെ ഓർമ്മ വരുന്നില്ലേ? ഈ കുളത്തിൻ്റെ ആഴങ്ങളിൽ എന്നെയും ഞങ്ങളുടെ ജനിക്കാനിരുന്ന കുഞ്ഞിനെയും ഒളിപ്പിച്ചത് ഓർക്കുന്നില്ലേ? അവളുടെ ശബ്ദം ഒരു ഗർജനമായി മാറി. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ഒരാവശ്യത്തിനും നിന്റെയൊക്കെ വീട്ടുപിടിക്കൽ ഞാൻ ഒരിക്കലും വരില്ലെന്ന്. പിന്നെ എന്തിനാണ് ആ ദ്രോഹി എന്നെ നീ കൊല്ലാൻ കൂട്ടുനിന്നത്? അവളുടെ ശബ്ദം അവൻ്റെ കർണപടം തകർക്കുന്നത് പോലെയായിരുന്നു. ദാ അങ്ങോട്ട് നോക്ക്. അവൾ കുളക്കരയിലേക്ക് വിരൽ ചൂണ്ടി. അറിയാതെ അവൻ അങ്ങോട്ടേക്ക് നോക്കിപ്പോയി. അത്രയ്ക്ക് ആജ്ഞാശക്തി ഉണ്ടായിരുന്നു അവൾക്ക്. അവിടെ ഒരു പഴയകാല ചിത്രത്തിലെന്നവണ്ണം അവൻ കണ്ടു. വർഷങ്ങൾക്ക് മുമ്പ് താൻ അവളെ കണ്ട ആ രാത്രി. കോരിച്ചൊരിയുന്ന മഴയത്ത് ഇടവഴിയിലൂടെ ഇടം വലം നോക്കി ഭയം നിറഞ്ഞ മുഖത്തോടെ ആ ബാഗുമായി കടന്നു വരുന്ന ശിവഗംഗയെ, ഇരുട്ടിൻ്റെ മറവിൽ അവളുടെ തലയിൽ ശക്തിയായി പ്രഹരിക്കുന്ന ഒരു ഇരുണ്ട രൂപത്തെ, ബോധരഹിതയായി വീണ അവളെ, ഭൂമിയിലേക്ക് അതിശക്തമായി വീഴുന്ന മഴയെയും മിന്നലിനെയും വകവയ്ക്കാതെ പിച്ചു ചീന്തുന്ന ആ രൂപം, തുടർന്ന് അവളെ ചുമലിലേറ്റി ക്ഷേത്രക്കുളത്തിൻ്റെ ആഴമേറിയ ഭാഗത്തേക്ക് വലിച്ചെറിയുന്നത്. ഇപ്പോൾ നിനക്ക് ഓർമ്മ വന്നോ? ചോദ്യത്തിനൊപ്പം കഴുത്തിൽ ചുടു നിശ്വാസം പതിച്ചപ്പോൾ കണ്ടുകൊണ്ടിരുന്ന സ്വപ്നത്തിൽ നിന്നും അവൻ ഉണർന്നു. അവളുടെ കണ്ണിനിപ്പോൾ തീയുടെ നിറമായിരുന്നു. അത് ഞാനല്ല ഗംഗ. വല്ല വിധേനയും അവൻ അത്രയും പറഞ്ഞൊപ്പിച്ചു. ഇടിമുഴക്കം പോലെ അവൾ അട്ടഹസിച്ചു. അതെനിക്കറിയാം. നീ ഉണ്ണേട്ടൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോകാം. രാത്രിയിൽ ആൽച്ചുവട്ടിലെത്തുമെന്ന് പറഞ്ഞ് കൊടുത്തുവിട്ട കുറിപ്പ് വായിച്ചാണ് ഞാനെന്ന് വന്നത്. അപ്പോൾ നിനക്കറിയാം എന്നെ കാത്തവിടെ നിന്നത് ആരാണെന്ന്. അത് നീ പറയണം. നിന്നെക്കൊണ്ട് ഞാനത് പറയിപ്പിക്കും. അവൻ നിഷേധാർത്ഥത്തിൽ ദുർബലമായി തലയാട്ടി. അവന് മനസ്സിലായി ശിവഗംഗയെ ഇല്ലാതാക്കാനാണ് ഇവിടെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നതെന്ന്. കൈകാലുകൾ അനങ്ങുന്നില്ല. അറിയാതെയാണെങ്കിലും താൻ അവളുടെ ശത്രുപക്ഷത്താണിപ്പോൾ. അവൻ്റെ മനസ്സിലേക്ക് മഹാദേവൻ്റെയും വീണയുടെയും മുഖം ഓടിയെത്തി. അച്ഛൻ പഠിപ്പിച്ച മന്ത്രങ്ങൾ ഉരുവിടാൻ അവൻ ഒരു പ്രയത്നം നടത്തി. അത് കണ്ടവൾ പൊട്ടിച്ചിരിച്ചു. വിഡ്ഢി, ഒരു മന്ത്രതന്ത്രങ്ങൾക്കും നിന്നെ ഇനി എന്നിൽ നിന്നും രക്ഷിക്കാനാവില്ല. നിന്നെ ഇതുപോലെ കിട്ടാൻ ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നു. അവളുടെ മുഖം അഴുകിയടർന്ന പോലെയായി. ദ്രംഷ്ടകൾ പുറത്തേക്ക് നീണ്ടു. കാറിൻ്റെ ഉള്ളിൽ ദുർഗന്ധം നിറഞ്ഞു. അവന് ശ്വാസമെടുക്കാൻ കഴിയാതെയായി. മനം വിരട്ടി വന്നു. തൻ്റെ അരികിൽ ജീവനെടുക്കാൻ പോകുന്ന ഭീകര സ്വത്വത്തിൻ്റെ നീണ്ടുവളഞ്ഞ കൈകളവൻ ഒരു നോക്ക് കണ്ടു. കാറ്റും മഴയും അതിൻ്റെ അതിഭീകരമായ രീതിയിൽ ഭൂമിയിലേക്ക് പതിച്ചു. സുദേവിൻ്റെ കാതുകളെ തുളച്ചുകൊണ്ട് നായ്ക്കളുടെ ഓരിയിടൽ മുഴങ്ങി. ഒരു പറ്റം വവ്വാലുകൾ ആ പെരുമഴയത്തും കാറിനെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. ഒടുവിൽ അവറ്റകളെല്ലാം അക്രമാസക്തരായി കാറിൻ്റെ എല്ലാ ഗ്ലാസുകളിലുമായി കൂട്ടത്തോടെ പൊതിഞ്ഞു. ഇനി നീ വിശ്രമിക്കുക എന്നേക്കുമായി. അവളുടെ ശബ്ദവും ദുർഗന്ധവും അടുത്തു വരുന്നത് അവനറിഞ്ഞു. അവൻ്റെ തൊണ്ട വറ്റി വരണ്ടു. എല്ലാം അവസാനിക്കുന്നത് മുന്നിൽ കണ്ട സുദേവ് മനസ്സിൽ സർവ്വദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുകെ അടച്ചു. സുദേവിനെ സ്പർശിച്ച ശിവഗംഗ അതിശക്തമായ പ്രഹരമേറ്റെന്ന വണ്ണം തെറിച്ച് വലിയ ശബ്ദത്തോടെ പുറത്തേക്ക് വീണു. ആ വീഴ്ചയുടെ ആഘാതത്തിൽ ഭൂമിയൊന്ന് വിറച്ചു.
കാറിനെ പൊതിഞ്ഞ കടവാവലുകൾ എന്തോ കണ്ടു ഭയന്നിട്ടെന്ന വണ്ണം ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പറന്നകന്നു. ശബ്ദം കേട്ട് കണ്ണു തുറന്നു നോക്കിയ സുദേവൻ സ്തബ്ധനായി. കാറിന്റെ ഇടതുവശത്തെ ഡോർ തുറന്നു കിടക്കുന്നു. ആരെയും കാണാനില്ല. ഒരു നിമിഷം ചുറ്റും നോക്കി. ഒന്നും കാണാനില്ല. കൊടുങ്കാറ്റടിച്ച് ഇടിമിന്നലോടെ മഴ പെയ്തതിന്റെ ലക്ഷണം പോലും മണ്ണിലില്ല. അപ്പോൾ താൻ കണ്ടത് സ്വപ്നമായിരുന്നു. അവൻ അത്ഭുതപ്പെട്ടു. എങ്കിലും പുറത്തിറങ്ങി നോക്കാനുള്ള ധൈര്യം അവനുണ്ടായില്ല. ജീവൻ രക്ഷപ്പെട്ട ആശ്വാസത്തിൽ അവൻ ദീർഘനിശ്വാസം അയച്ചു. മുഖത്തെയും കഴുത്തിലെയും വിയർപ്പ് ചാലുകൾ അവൻ തുടച്ചു. കഴുത്തിലെ ഏലസിൽ അവന്റെ കൈവിരലുകൾ ഉടക്കി. അത്ഭുതത്തോടെ, അതിലേറെ ഞെട്ടലോടെ അവനൊരു സത്യം മനസ്സിലാക്കി. താൻ കണ്ടത് സ്വപ്നമല്ല. അച്ഛൻ്റെ നിർബന്ധപൂർവം താൻ ധരിച്ച ആലത്തൂർ തിരുമേനിയുടെ ഈ തകിടിന്റെ ശക്തിയിലാണ് താനിപ്പോൾ രക്ഷപ്പെട്ടത്. അവൻ മനസ്സാലെ അവർക്ക് നന്ദി പറഞ്ഞു. അപ്പോൾ അവൾ ഇവിടെ തന്നെ ഉണ്ടാകും. രക്ഷപ്പെടണം, എത്രയും വേഗം. വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ കാറിന്റെ സ്വിച്ച് കീ വെറുതെ അവൻ തിരിച്ചു നോക്കി. അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടായി. ഒറ്റ കുതിപ്പിന് തുറന്നു കിടന്ന ഡോർ അവൻ ആഞ്ഞടിച്ചു. കാർ ആക്സിലേറ്ററിൽ അമർന്നു. ഒരു ചാട്ടത്തോടെ കാർ മുന്നോട്ട് കുതിച്ചു. ആൽത്തറ കടന്നുള്ള വളവിലായപ്പോൾ ഒരു വലിയ കറുത്ത നായ കാറിന് കുറുകെ ചാടി. ഭയന്നുപോയ സുദേവിന്റെ കാൽ ബ്രേക്കിലമർന്നു. ആ നായ കടന്നു പോകാതെ റോഡിന് നടുവിൽ നിന്നുകൊണ്ട് അവനെ തുറച്ചു നോക്കി വരണ്ടു. എന്നിട്ട് ആകാശത്തേക്ക് നോക്കി അത്യുച്ചത്തിൽ ഓലിയിട്ടു. അതിന്റെ ചോരക്കണ്ണുകൾ തീക്കട്ട പോലെ ജ്വലിച്ചു. പെട്ടെന്ന് അവനൊരു കാഴ്ച കണ്ടു. വായുവിൽ തെന്നി നീങ്ങുന്ന ഒരു വെളുത്ത രൂപം. മുഖം വ്യക്തമല്ല. നടന്ന് ദൂരേക്കത് മറഞ്ഞു. ഭയം അവനെ കീഴടക്കാൻ തുടങ്ങി. അവൻ നോക്കി നിൽക്കിയ ആ നായ ബോണറ്റിലേക്ക് ഉയർന്നു ചാടി. നിലവിളിച്ചുപോയ സുദേവ് സർവ്വധൈര്യവും സംഭരിച്ചുകൊണ്ട് വണ്ടി പിന്നോട്ടെടുത്തു. ലക്ഷ്യം തെറ്റി റോഡിലേക്ക് വീണ നായ പിടഞ്ഞെഴുന്നേറ്റ് മുന്നോട്ട് കുതിച്ചു. അതിന്റെ വേഗതയൊരു കുതിരയെ പോലെയായിരുന്നു. നായ കുതിച്ചു വരുന്നതിനനുസരിച്ച് സുദേവന്റെ കാർ പിന്നിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്നു. വഴിയൊന്നും അവനിപ്പോൾ നിശ്ചയമില്ല. ഭയമാണുള്ളിൽ. പെട്ടെന്നെന്തോ ഓർത്തിട്ടെന്ന വണ്ണം കഴുത്തിൽ കിടന്ന ഏലസൊന്ന് സ്പർശിച്ചു. എന്നിട്ട് മാക്സിമം സ്പീഡിൽ വണ്ടി മുന്നോട്ടെടുത്തു. ഒഴിഞ്ഞു മാറാൻ ആ നായയ്ക്ക് അവസരം കിട്ടിയില്ല. അതിനെ കാർ തട്ടിത്തെറിപ്പിച്ചു. കാർ മുന്നിൽ കണ്ട വഴികളിലൂടെ അതിവേഗം അവൻ പായിച്ചു. താനിപ്പോൾ സഞ്ചരിക്കുന്നത് തൻ്റെ ഗ്രാമത്തിലൂടെ അല്ലെന്ന് അവന് തോന്നി. വഴികളെല്ലാം അപരിചിതം. ഏതോ മായിക ലോകത്തെത്തിയതുപോലെ. വഴികളറിയാൻ അവൻ ചുറ്റും നോക്കി. ആ ഒരു നിമിഷത്തെ അശ്രദ്ധയിൽ അവൻ കണ്ടു വഴിമധ്യേ തന്നെ തുറിച്ചു നോക്കി നിൽക്കുന്ന ഒരു സ്ത്രീരൂപത്തെ. അതിനെ ഇടിക്കാതിരിക്കാനായി അവൻ സ്റ്റീറിംഗ് വെട്ടിച്ചു. അതിവേഗത്തിലായിരുന്നു കാർ അടുത്ത പറമ്പിലേക്ക് പാഞ്ഞു കയറിയത്. ഒരു വലിയ മരത്തിലിടിച്ചു നിന്നു. ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിച്ചിതറി. മുത്തുമണികൾ പോലെ ഫൈബർ ചില്ലുകൾ അവന്റെ മുഖത്തും ശരീരത്തുമെല്ലാം തെറിച്ചു. തുടർച്ചയായി സ്റ്റാർട്ട് ചെയ്യാൻ പരിശ്രമിച്ചവൻ പരാജയപ്പെട്ടു. ഒരു വിധത്തിൽ ഡോർ തുറന്നവൻ പുറത്തിറങ്ങി. ശരീരമാസകലം നുറുങ്ങുന്ന വേദന. ദൂരെ നായ്ക്കളുടെ ഓലിയിടുന്ന ശബ്ദം കേട്ടു. എന്തോ അടുത്തേക്ക് പാഞ്ഞു വരുന്നത് പോലെ അവന് തോന്നി. അതൊന്നല്ല, അനേകമാണെന്ന് അവന് മനസ്സിലായി. വന്യമായ മുരൾച്ച അവന്റെ കാതിൽ പതിഞ്ഞു. അവയുടെ കയ്യിലെങ്ങാനും പെട്ടാൽ ആ ഭീകരമായ ഓർമ്മയിൽ അവൻ കിടുകിടുത്തു. ശരീരവേദന കാര്യമാക്കാതെ പ്രാണഭയത്താൽ അവൻ പിന്തിരിഞ്ഞോടി. ചുഴലിക്കാറ്റ് പോലെ കാറ്റ് വീശാൻ തുടങ്ങി. നിലത്തു നിന്നും കാറ്റിലുയർന്ന പൊടിപടലങ്ങളാൽ മുന്നിലുള്ള കാഴ്ച കാണാൻ സുദേവ് നന്നേ ബുദ്ധിമുട്ടി. കാറ്റവനെ പൂർവാധികം ശക്തിയോടെ പിന്നിലേക്ക് വലിച്ചു. അതിനെ വകവയ്ക്കാതെ പരമാവധി വേഗത്തിൽ അവൻ മുന്നോട്ട് കുതിച്ചു. ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കി അവൻ തന്നെ തൊട്ടില്ലെന്ന മട്ടിൽ പാഞ്ഞു വരുന്ന വികൃത രൂപത്തെ കണ്ട് ഞെട്ടിവിറച്ചുപോയി. അതിന്റെ അകമ്പടി സേവിച്ചുകൊണ്ട് 100-ലധികം കൂറ്റൻ നായ്ക്കൾ. ശരീരം തളർന്ന് താനിപ്പോൾ വീഴും. ഇനി ഓടാൻ വയ്യ. അവൻ മരണത്തിന് കീഴടങ്ങാൻ മനസ്സാൽ തയ്യാറെടുത്തു. പെട്ടെന്നാണ് അവൻ കണ്ടത് കാവിലേക്കുള്ള വഴി. എൻ്റെ കാവിലമ്മേ! സർവ്വശക്തിയും സംഭരിച്ച് ഉറക്കെ വിളിച്ചുകൊണ്ടവൻ അവിടേക്ക് പാഞ്ഞു കയറി. പിന്നാലെ പാഞ്ഞു വന്ന നായ്ക്കൾ അകത്തേക്ക് കടക്കാനാവാതെ മുരണ്ടുകൊണ്ട് പുറത്തേക്കുള്ള വഴിയിൽ തന്നെ നിലയുറപ്പിച്ചു. സുദേവത നോക്കിക്കൊണ്ട് പ്രാണവായു വലിച്ചെടുത്തു. അവൻ നന്നേ കിതയ്ക്കുന്നുണ്ടായിരുന്നു. വർദ്ധിച്ച അവന്റെ ഹൃദയതാളം അവന് ഉയർന്നു കേൾക്കാമായിരുന്നു. അവനൊരല്പം ആശ്വാസത്തോടെ കാവിലൂടെ നടന്നു. കാറ്റിന്റെ ശക്തിയാൽ കാവിനുള്ളിലെ വൻ വൃക്ഷങ്ങൾ പോലും ഉലഞ്ഞാടി. വള്ളിപ്പടർപ്പുകൾ പാമ്പുകളെ പോലെ പിണഞ്ഞു കിടക്കുന്നു. എങ്ങോട്ടെന്നില്ലാതെ നടക്കുമ്പോഴും അവന്റെ ഉള്ളിൽ ശിവഗംഗ കാണിച്ചു തന്ന രൂപമായിരുന്നു. എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള രൂപം. അച്ഛനോ ഉണ്ണിയാണോ? നാട്ടിലുണ്ടായിരുന്ന തൻ്റെ ചില സുഹൃത്തുക്കൾക്ക് ഗംഗയെ നോട്ടമുണ്ടായിരുന്നു. അവരാരെങ്കിലുമാണോ? അവൻ്റെ മനസ്സിലൊരു മുഖം മിന്നിമറിഞ്ഞു. അവൻ്റെ കണ്ണിലൊരു തിളക്കം വന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ടവൻ തിരിഞ്ഞു നോക്കി. കാവിലെ വിളക്കുകൾ കാറ്റിൽ മറിഞ്ഞു വീണ് കൽപ്പടിക്കെട്ടിലൂടെ ഉരുണ്ടുരുണ്ട് താഴേക്ക് വീഴുന്നതവൻ കണ്ടു. കാറ്റിന്റെ ശക്തി കൂടുന്നത് അവൻ അറിഞ്ഞു. കാവിലെ മരങ്ങൾ ഇപ്പോൾ മറിഞ്ഞു വീഴുമെന്ന പോലെ തൻ്റെ കാലിലൂടെ എന്തോ ഇഴയുന്നത് പോലെ സുദേവിന് തോന്നി. കാലിലേക്ക് നോക്കിയ സുദേവിന് ശ്വാസം നിലയ്ക്കുന്ന പോലെ തോന്നി. കറുകറുത്തൊരു സർപ്പം. സർപ്പത്തെ കൊണ്ട് ദംശിപ്പിച്ചു കൊല്ലാനുള്ള ഗംഗയുടെ നീക്കമാണെന്നത് അവന് തോന്നി. ദിവസേന മുടങ്ങാതെ ഗംഗ വിളക്ക് വച്ചിരുന്ന കാവാണിത്. അവളുടെ ദുർമരണത്തിന് ശേഷം അന്യമായി പോയ ജീവനുള്ള ഇവിടത്തെ ശക്തികൾ അവളോടൊപ്പമേ നിൽക്കൂ, സംശയമില്ല. അവൻ കണ്ണുകൾ ഇറുകെ പൂട്ടി. നെറ്റിയിലൂടെ വിയർപ്പുചാലുകൾ ഒരു പുഴയായി ഒഴുകി. കഴുത്തിലെ ഞരമ്പുകൾ പിടച്ചു. ഗംഗയെ മനസ്സിലാക്കാതെ അച്ഛൻ പറഞ്ഞതുപോലെ
അവളോട് നുണ പറഞ്ഞ താൻ നിരപരാധിയല്ല. പക്ഷേ മദ്യലഹരിയിൽ അവളെ തീർത്തു കളയാനുള്ള തീരുമാനമെടുക്കാൻ തോന്നിയ നിമിഷത്തെ ശപിക്കാത്ത ദിവസങ്ങളില്ല തൻ്റെ ജീവിതത്തിൽ. അതിൻ്റെ ശിക്ഷ അനുജിത്തിയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ കൂട്ടുനിന്ന് ഈ ഏട്ടൻ അവൾ വിധിച്ച ശിക്ഷയിൽ നിന്നും തനിക്ക് ഒഴിയാനാകില്ല ഒരിക്കലും. പക്ഷെ ആ ദുഷ്കർമ്മം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടത് ആരാണെന്ന് അറിവില്ലായിരുന്നു. ഇതുവരെ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല എന്നതാണ് സത്യം. പക്ഷെ ഇപ്പോൾ അവൾ കാണിച്ചു തന്ന രൂപത്തെ താൻ തിരിച്ചറിഞ്ഞു എന്നൊന്ന് പറയാൻ, ആ സത്യം പറയാനെങ്കിലും പഴയ ഗംഗയായി അവൾ എൻ്റെ മുന്നിലൊന്ന് വന്നിരുന്നെങ്കിൽ. ആ ആഗ്രഹത്തോടൊപ്പം അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. കാലിലൂടെ ഇഴഞ്ഞു തുടങ്ങിയത് തൻ്റെ ഇരു കാലുകളും ചേർത്ത് വരിഞ്ഞു മുറുക്കുന്നതവൻ അറിഞ്ഞ് കണ്ണു തുറന്ന് താഴേക്ക് നോക്കി. അത് വള്ളിപ്പടർപ്പുകളാണെന്ന് മനസ്സിലാക്കി അത് അഴിക്കുവാനായി കുനിഞ്ഞതും അതിശക്തമായി അവനെ മുകളിലേക്ക് ഉയർത്തി. ഒരു വലിയ അലർച്ചയോടെ അവൻ തല കീഴായി തൂങ്ങിയാടി. അവൻ മുകളിലേക്ക് ഉയരാൻ ശ്രമിക്കുമ്പോൾ കണ്ടു അല്പം മുമ്പ് നായ്ക്കൾ കാവലിരുന്ന വഴിയിൽ തന്നെ നോക്കി നിൽക്കുന്ന ഗംഗയെ. അവളുടെ കണ്ണുകളിൽ ജ്വലിക്കുന്ന അഗ്നിയിൽ താനിപ്പോൾ വെന്തുപോകുമെന്ന് അവന് തോന്നി. ഗംഗ! അവൻ അലറി വിളിച്ചു. എന്നെ പറയാൻ അനുവദിക്കൂ പ്ലീസ്. അവൻ്റെ ശബ്ദം ആ കാറ്റിലേക്ക് അലിഞ്ഞു. പാഞ്ഞടിക്കുന്ന കാറ്റിൽ അവനൊരു തുണിക്കെട്ട് പോലെ തൂങ്ങിയാടി. ശിവഗംഗയുടെ കണ്ണുകൾ മുകളിലേക്ക് ഉയർന്നു. ഒരു കറകറ ശബ്ദം കേട്ടവൻ മുകളിലേക്ക് നോക്കി. താൻ തൂങ്ങിക്കിടക്കുന്ന മരക്കൊമ്പൊടിയുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുന്നതിനു മുമ്പ് നിമിഷങ്ങൾക്കുള്ളിൽ അവൻ താഴേക്ക് പതിച്ചു. കല്ലിൽ ശക്തിയായി തലയിടിച്ചു വീണു. തലയിൽ നിന്നും ചോര ചീറ്റിയൊഴുകി. കാലിൽ പിണഞ്ഞ വള്ളിപ്പടർപ്പുകൾ സ്വയം അഴിഞ്ഞു മാറി. തല പൊട്ടിപ്പിളരുന്ന വേദനയിലും തലയിൽ നിന്നൊഴുകുന്ന ചോരപ്പുഴ വകവയ്ക്കാതെ അവൻ പിടഞ്ഞെഴുന്നേറ്റ് പുറത്തേക്ക് ഓടി, ശിവഗംഗയുടെ അടുത്തേക്ക്. പെട്ടെന്നൊരു വൻ വൃക്ഷം വേരോട് പിഴുത് വായുവിലേക്ക് വരുന്നു. അതവൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു. താഴേക്ക് കമിഴ്ന്നുകൊണ്ട് തല നാരഴ വ്യത്യാസത്തിൽ അവൻ ഒഴിഞ്ഞു മാറി. ചാട്ടുളി പോലെ കൂർത്ത ഒരു ശിഖരം അവൻ്റെ കഴുത്തിനരികിലൂടെ മിന്നൽ വേഗത്തിൽ പാഞ്ഞുപോയി. കഴുത്തിൽ നിന്ന് മേലസ് പൊട്ടി വീണത് അവൻ അറിഞ്ഞില്ല. എന്നാൽ അത് കണ്ട ശിവഗംഗ പൊട്ടിച്ചിരിച്ചു. അവൾ കാവിന് നേരെ നീങ്ങി. അത്ര നേരം പുറത്തു മാത്രം നിന്ന അവൾ കാവിന് നേരെ നടക്കുന്നത് കണ്ട സുദേവിന് അപകടം മണത്തു. ആഞ്ഞടിക്കുന്ന കാറ്റിന്റെ ശക്തിയിൽ പറന്നുയരുന്ന കരിയിലകൾക്കിടയിൽ അവന് കാഴ്ചകൾ അവ്യക്തമായി. ഭീമാകാരമായി ആകാശത്തോളം വളരുന്ന അവളെ കണ്ടവൻ നടുങ്ങി. പറയാൻ വന്നത് അവന്റെ തൊണ്ടയിൽ കുരുങ്ങി. ഗംഗയിൽ നിന്നും ഒരു രക്ഷസിലേക്കുള്ള അവളുടെ രൂപമാറ്റം അവൻ വർദ്ധിച്ച് ഹൃദയത്തുടിപ്പോടെ നോക്കി നിന്നു. ആ രൂപത്തിന്റെ നാക്കുകൾ പുറത്തേക്ക് നീണ്ടു, ദ്രംഷ്ടകൾ പുറത്തേക്ക് ഇറങ്ങി. കണ്ണുകളുടെ സ്ഥാനത്ത് 2 തീക്കട്ടകൾ. മുടി കാറ്റിൽ പറന്നുലഞ്ഞു. അവളുടെ മുഖത്തെ ഭീകരരൂപം കാണാതെ അവൻ പിന്നിലേക്ക് ചുവടുവെച്ചു. പേടിച്ച് തിരിഞ്ഞോടാൻ ശ്രമിച്ച് പിന്നിലേക്ക് തിരിഞ്ഞതും കാല് വഴുതി അവൻ ഒരു മരത്തിന്റെ കുറ്റിയിലേക്ക് വീണു. അതിന്റെ കൂർത്ത അഗ്രം ഹൃദയഭാഗത്ത് തുളച്ചു കയറി പുറത്തെത്തി നിന്നു. അവന്റെ ആർത്തനാദം ആ കാവിലേക്ക് ഇടലം കൊള്ളിച്ചു. അത് കണ്ടവൾ പൊട്ടിച്ചിരിച്ചു. അവളുടെ ഗർജനം അവന്റെ കാതിൽ മുഴങ്ങി. ഇവിടെ വച്ചല്ലേ നീ എന്നെ നുണ പറഞ്ഞു പറ്റിച്ചത്? ഇവിടെ വച്ചല്ലേ നീ എന്നെ അവസാനമായി കണ്ടത്? ഇവിടെയല്ലേ എന്നെ നശിപ്പിച്ചവനെ നീ ഒളിപ്പിച്ചത്? നീയും ഇവിടെ അവസാനിക്കണം. നിന്റെ തലമുറയും ഇതോടെ തീരണം. തുടർന്നവൾ ദിഗന്ധങ്ങൾ വേദിക്കുമാർ ഉച്ചത്തിൽ അലറിച്ചിരിച്ചു. അവളെ അവൻ അതിദയനീയമായി നോക്കി. തലയിൽ നിന്നും നെഞ്ചിൽ നിന്നും ചോര ചീറ്റി. എങ്കിലും അവൻ പറയാൻ ശ്രമിച്ചു. നീ കാട്ടിത്തന്ന രൂപം, അത് ശിവ. അവൻ അതിവേദനയാൽ പുളഞ്ഞു. പെട്ടെന്ന് അവൻ്റെ ശബ്ദം പിടിച്ചു നിർത്തിയതുപോലെ മുറിഞ്ഞു. ആ ശരീരം ഒന്ന് വെട്ടിവിറച്ച് നിശ്ചലമായി. അവനിൽ നിന്നും ആ പേരറിയാൻ കഴിയാത്ത ദേഷ്യത്തിൽ പകയൊടുങ്ങാത്ത ആ ഉഗ്രരൂപത്തിൻ്റെ കണ്ണുകളിൽ തീപാറി. അവൾ ഉഗ്രരൂപിണിയായി അനന്തതയിലേക്ക് നോക്കി ഗർജിച്ചു. പിന്നെ എന്തോ ഓർത്തിട്ടെന്ന പോലെ ശിവഗംഗയായി മാറി. സുദേവിൻ്റെ ജീവനറ്റ ശരീരത്തിലേക്ക് ഒന്നുകൂടി നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു. അപ്പോൾ അവളുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആലത്തൂർ മന. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു ആലത്തൂർ ബ്രഹ്മദത്തൻ തിരുമേനി. മനസ്സാകെ അസ്വസ്ഥമായിരിക്കുന്നു. എന്തോ വരാനിരിക്കുന്ന വലിയ ആപത്തിനെ ഓർമ്മപ്പെടുത്തുന്നത് പോലെയുള്ള ദുസ്വപ്നങ്ങളിപ്പോൾ ഒരു തുടർച്ചയായിരിക്കുന്നു. നിദ്രാദേവി തന്നെ വിട്ടുപിരിഞ്ഞിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നി. വല്ലാത്ത ദാഹം. അദ്ദേഹം കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. മേശപ്പുറത്തിരിക്കുന്ന കൂജയിലേക്ക് നോട്ടം ചെന്നു. കൈകൾ നീട്ടി കൂജയെടുത്ത് നേരെ വായിലേക്ക് കമിഴ്ത്തി. ഒരു നിമിഷം അദ്ദേഹം കാതോർത്തു. എന്തോ ഒരു ശബ്ദം. ആരോ ബുദ്ധിമുട്ടി ശ്വാസമെടുക്കുന്ന പോലെ. അതോ തേങ്ങലിൻ്റെ ചീളുകളോ? അദ്ദേഹം യാന്ത്രികമായി കൂജ മേശമേൽ വെച്ച് ചുറ്റും നോക്കി. ഓരോ മുക്കും മൂലയും മരിച്ചു പെറുക്കാൻ തുടങ്ങി. ഒടുവിൽ നോട്ടം ജനാലയ്ക്കരികിലെത്തി നിന്നു. ഫാനിൻ്റെ ഇളം കാറ്റിൽ തൂവെള്ള ജനൽവിരികൾ മെല്ലെ അനങ്ങുന്നു. ഒരു നൊടി വിരിയൊന്ന് പാറിപ്പറന്നുയർന്നു. അവിടെ പുറംതിരിഞ്ഞാരോ നിൽക്കുന്നുവോ? ആരാത്? എന്താ ഇന്നേരത്ത് ഇവിടെ? അദ്ദേഹം ഉറക്കെ ചോദിച്ചുകൊണ്ട് കിടന്ന സ്ഥലത്ത് നിന്നും എഴുന്നേറ്റ് ജനാലയ്ക്കരികിലേക്ക് നടന്നെടുത്തു. വിരികൾ മാറ്റി നോക്കി. ഇല്ല, ഒന്നും കാണാനില്ല. ജനാലയ്ക്കപ്പുറം മുറ്റത്ത് നിൽക്കുന്ന മഹാഗണിയുടെ കൊമ്പിലിരുന്ന മൂങ്ങ തല തിരിച്ച് അദ്ദേഹത്തെ നോക്കിയൊന്ന് മൂളിയിട്ട് അകന്ന് പറന്നുപോയി. തിരുമേനി തിരികെ കട്ടിലിൽ വന്നിരുന്നു. ക്ലോക്കിൽ മണി 2 അടിച്ചു. ക്ലോക്കിലേക്ക് നോക്കിയിട്ട് തിരിഞ്ഞ് അദ്ദേഹം അറിയാതെ ഞെട്ടിപ്പോയി. കട്ടിലിൻ്റെ കാൽക്കൽ ബെഡ്ലാമിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അവ്യക്തമായൊരു രൂപം.
ഇളം കാറ്റിൽ അവളുടെ മുടി ചാഞ്ചാടുന്നത് അദ്ദേഹം കണ്ടു. പെട്ടെന്ന് എന്തോ താഴെ വീഴുന്ന ശബ്ദം കേട്ട ഭാഗത്തേക്ക് അദ്ദേഹം നോക്കി. മേശമേൽ നിന്നൊരു സ്റ്റീൽ ഗ്ലാസ് ഉരുണ്ട് താഴെ വീണതാണ്. ഉള്ളിലൊരു ആന്തലോടെ വീണ്ടും ആ രൂപത്തിലേക്ക് നോക്കി. അവിടെ ആരുമില്ല. പക്ഷെ അകന്നു പോകുന്ന ഒരു കുലിസിന്റെ ഒച്ച. തനിക്കിതെന്താണ്? എന്തോ മായാപ്രഭാവം അദ്ദേഹം അറിയാൻ തുടങ്ങി. പെട്ടെന്ന് പിന്നിൽ തന്റെ തൂക്കുകട്ടിലാടുന്ന ശബ്ദം. തല തിരിക്കാതെ തന്നെ ഒരു നിമിഷം അദ്ദേഹം കാതോർത്തു. അതെ, ഇരുമ്പിൽ തീർത്ത അതിന്റെ വിജാഗിരികൾ തിരിയുന്ന ശബ്ദം വ്യക്തമായി കേൾക്കുന്നു. എന്റെ ശിവനെ! അദ്ദേഹം മന്ത്രിച്ചുകൊണ്ട് രുദ്രാക്ഷമാലയിൽ കൈകൾ ചേർത്തുകൊണ്ട് തിരിഞ്ഞു. പെട്ടെന്ന് സ്വിച്ചിടാതെ തന്നെ മുറിയിലെ ലൈറ്റുകൾ കത്തി. ആ പ്രഭാപൂരത്തിൽ അദ്ദേഹം കണ്ടു തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ തൂക്കുകട്ടിലാടുന്ന സുന്ദര രൂപത്തെ. കാൽമുട്ടുകൾ മടക്കി ഇടതുകൈ കുത്തി അല്പം ചെരിഞ്ഞാണിരിപ്പ്. പട്ടുപാവാടയും സ്വർണ്ണ നിറമുള്ള ധാവണിയുമാണ് വേഷം. നെറ്റിയിൽ വലിയ സിന്ദൂരപ്പൊട്ട്. കരിമശി എഴുതിയ സുന്ദരമായ നീണ്ട മിഴികളിലും ചുവന്ന അധരങ്ങളിലും കുസൃതി പുഞ്ചിരി. പുഞ്ചിരിക്കുമ്പോൾ തുടുത്ത കവിളുകളിൽ പാതി വിരിഞ്ഞ നുണക്കുഴികൾ. കഴുത്തിലും കയ്യിലുമെല്ലാം സ്വർണ്ണപ്രഭ വിളങ്ങുന്നു. നിതമ്പത്തോളം എത്തുന്ന അഴിച്ചിട്ടിരിക്കുന്ന കാർക്കൂന്തൽ കാറ്റിൽ പാറിപ്പറക്കുന്നു. മുമ്പോട്ട് വിരിഞ്ഞ് താഴേക്ക് ഊർന്നു കിടക്കുന്ന പട്ടുപാവാട. ആ രൂപമേതോ ദേവി വിഗ്രഹത്തെ അനുസ്മരിപ്പിച്ചു. അറിയാതെ ആലത്തൂർ തിരുമേനി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പോയി. അത് ശിവഗംഗയാണെന്ന് മനസ്സിലാക്കാൻ ചോദിക്കേണ്ടി വന്നില്ല ആലത്തൂരിന്. ഈ വരവ് താൻ പ്രതീക്ഷിച്ചിരുന്നു. അവളുടെ മുഖത്തെ സൗമ്യഭാവം അദ്ദേഹത്തിന് തെല്ലൊരു ആശ്വാസം നൽകി. എന്താണിപ്പോൾ വന്നത്? അദ്ദേഹം ചോദിച്ചു. നാളെ നിങ്ങൾ അങ്ങോട്ടേക്ക് വരാനിരിക്കുകയല്ലേ? അത് വേണ്ടെന്നറിയിക്കാൻ. പുഞ്ചിരിയോടെ തന്നെയാണ് മറുപടി. പിന്നെ പതിയെ മന്ത്രിച്ചു. ഞാൻ അവനെ പറഞ്ഞയച്ചു, സുദേവിനെ. തിരുമേനി ഞെട്ടിയില്ല. ഇതും പ്രതീക്ഷിച്ച വാർത്ത തന്നെയാണ്. പക്ഷേ അവൾ ഒരു നിമിഷം നിർത്തി. തൂക്ക് കട്ടിലിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു. എന്നിട്ട് തിരുമേനിയെ നോക്കി തുടർന്നു. ആ ദ്രോഹിയിൽ നിന്ന് ആ പേരറിയാൻ സാധിച്ചില്ല. അവൾ മുറിയിലൂടെ മെല്ലെ ചുവടുകൾ വച്ചു. ഒഴുകി നീങ്ങുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. അതിനങ്ങനെ സഹായിക്കണം. അവളുടെ സ്വരത്തിൽ യാചനാഭാവമുണ്ടായിരുന്നു. ശിവഗംഗ, അദ്ദേഹം വിളിച്ചു. നിന്നെ സഹായിക്കുക എന്നതല്ല എൻ്റെ ധർമ്മമെന്ന് നിനക്കറിയില്ലേ? എൻ്റെ കർമ്മങ്ങളൊന്നും മനുഷ്യരുടെ രക്ഷയ്ക്കും സംരക്ഷണത്തിനും മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. തുടർന്നും അതേ ഉണ്ടാകൂ. പക്ഷേ പ്രഭോ, എനിക്ക് മോക്ഷം വേണ്ടേ? അലഞ്ഞു തിരിഞ്ഞ് ഞാൻ മടുത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നെ ഇല്ലാതാക്കിയവരെ മുച്ചൂടും മുടിക്കണം എനിക്ക്. അതിൻ്റെ പ്രതികാരവും പ്രതിജ്ഞയുമാണെന്നും അങ്ങക്കറിയാവുന്നതല്ലേ? അവൾ തീ പാറും പോലെ ചോദിച്ചു. അറിയാം. അതുകൊണ്ടാണല്ലോ അന്ന് നിന്നെ ഞാൻ സഹായിച്ചത്, അദ്ദേഹം പ്രതിവചിച്ചു. ഇനി അതിനെനിക്കാവില്ല. ഞാൻ പഠിച്ച ഗ്രന്ഥങ്ങൾ, അതിലെ സൂക്തങ്ങൾ അനുവദിക്കുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ അവനെ കണ്ടെത്തണമെന്നാണോ? ആ ചോദ്യത്തോടൊപ്പം അവളുടെ കണ്ണുകൾ കുറുകി വന്യമായി തിളങ്ങി. ഇവളിപ്പോൾ വെറും ഒരു ആത്മാവല്ല, രക്ഷസാണ്. ശത്രുക്കളെ സ്വയം കണ്ടെത്താൻ ഏൽപ്പിച്ചാൽ ഒരുപക്ഷെ ഇവൾ നാട് പോലും മുടിച്ചേക്കും. അനുവദിച്ചുകൂടാ. ആലത്തൂർ തിരുമേനി അല്പനേരം ആലോചിച്ചു. അദ്ദേഹത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ശിവഗംഗ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഒരു നിമിഷം അദ്ദേഹം രുദ്രാക്ഷമാലകൾ കൂട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു നിന്നു. പിന്നെ ഒരു ദീർഘനിശ്വാസത്തോടെ കണ്ണു തുറന്ന് പറഞ്ഞു തുടങ്ങി. ഒരടയാളം മാത്രം ഞാൻ തരാം. ശിവഗംഗ നടപ്പു നിർത്തി. സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി കാതോർത്തു. സുദേവ്, മരിക്കുന്നതിനു മുമ്പ് നീ അന്വേഷിക്കുന്നയാളുടെ പേര് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്? ഇല്ല, പെട്ടെന്ന് അവൾ പറഞ്ഞു. അവനെന്നെ വിളിച്ചു പറയാൻ അനുവദിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് നേരിട്ട് നിന്നെ സഹായിക്കാനാവില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഒരാൾക്ക് കഴിയും. ആർക്ക്? ആരാണത്? അവൾ ആവേശഭരിതയായി. അന്ന് നീ ചോദിച്ച വരം. കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവൾ. അവൾക്ക് ഇക്കാര്യത്തിൽ നിന്നെ സഹായിക്കാനാവൂ. അതെങ്ങനെയെന്ന് നിനക്ക് തീരുമാനിക്കാം. മായ. ശിവഗംഗയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ ജനാലയ്ക്ക് അരികിലേക്ക് നടന്നു. ജനൽപ്പടിയിൽ എപ്പോഴോ വന്നിരുന്ന അവളെ ഉറ്റുനോക്കുന്ന ഒരു മൂങ്ങ. പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അതിനെ കയ്യിലെടുത്ത് തഴുകി. ശിവഗംഗ. പിന്നിൽ നിന്നും ആലത്തൂരിൻ്റെ സ്വരം അവൾ കേട്ടു. അവൾ തിരിയാതെ മുഖം മാത്രം അല്പം തിരിച്ചു. അവളുടെ ജീവന് ആപത്ത് സംഭവിക്കരുത്. നിന്റെ പ്രതികാരാഗ്നിയിൽ മാതൃത്വം നിഷേധിക്കപ്പെട്ടവളാണവൾ. ഇനി ദ്രോഹിക്കരുത്. അദ്ദേഹത്തിൻ്റെ യാചനാ ശബ്ദത്തിന് അവൾ മറുപടി പറഞ്ഞില്ല. പകരം ചിരിച്ചു. മെല്ലെ മെല്ലെ അതൊരു അട്ടഹാസമായി മാറി. തിരുമേനി കണ്ണുകൾ ചേർത്തടച്ചു. ശക്തമായ കാറ്റ് ആ മുറിയിലേക്ക് അടിച്ചു കയറി. മുറിക്കുള്ളിലെ വസ്തുക്കൾ കാറ്റിൽ ഇളകിയാടി. അവളുടെ കയ്യിൽ നിന്നും ആ മൂങ്ങ ഭയത്തോടെ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പറന്നു. മുറിക്കകത്തും പുറത്തും എന്തൊക്കെയോ താഴെ വീണുടഞ്ഞു. ആലത്തൂർ നിന്നിടത്ത് നിന്ന് അനങ്ങിയില്ല. കണ്ണുകൾ തുറന്നില്ല. കരങ്ങൾ രുദ്രാക്ഷത്തിൽ നിന്നും പിടിവിട്ടില്ല. ചുണ്ടുകൾ മന്ത്രോച്ചാരണത്തിൽ മുഴുകി. അദ്ദേഹം അവളെ രക്ഷസിന്റെ രൂപത്തിൽ കാണാൻ ആഗ്രഹിച്ചില്ല എന്നതാണ് സത്യം. പതിയെ എല്ലാം ശാന്തമായി. കാറ്റ് നിന്നു. ആലത്തൂർ തിരുമേനി കണ്ണു തുറന്നു നോക്കി. അവൾ നിന്നിടം ശൂന്യം. അദ്ദേഹം ആശ്വാസത്തോടെ കട്ടിലേക്ക് ഇരുന്നു. ദീർഘനിശ്വാസം അയച്ചു. നിർത്താതെ ഫോണടിക്കുന്നത് കേട്ട് നന്ദിനി ഉറക്കത്തിൽ നിന്നും ഉണർന്നു. ആരാണ് ഈ നേരത്ത്? അല്പം ഈർഷ്യയോടെ പിറുപിറുത്തുകൊണ്ട് അവൾ എഴുന്നേറ്റിരുന്ന് വിടർത്തിയിട്ട മുടി മാടിക്കെട്ടി ഹാളിലേക്ക് നടന്നു.
ഫോണിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും അതിൻ്റെ ശബ്ദം നിലച്ചു. മുറിയിലേക്ക് തിരികെ പോകാൻ തുനിഞ്ഞതും വീണ്ടും ഫോൺ ശബ്ദിക്കാൻ തുടങ്ങി. അവർ ഫോൺ എടുത്തു. ഹലോ, അതെ, നന്ദാവനമാണ്. മറുവശത്ത് ആലത്തൂർ തിരുമേനിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കേട്ടവർ ഞെട്ടി. അതെന്താ തിരുമേനി അങ്ങനെ? ചാർത്ത് തന്നയച്ചതല്ലേ അവിടുന്ന്? അതിന് അദ്ദേഹം നൽകിയ മറുപടിയിൽ അവർ നടുങ്ങി. അപ്പുറത്തു നിന്നും പറഞ്ഞ വാക്കുകൾ അവർക്ക് വിശ്വസിക്കാനായില്ല. റിസീവർ യാന്ത്രികമായി വഴുതി വീണു. വീഴാതിരിക്കാൻ അവർ ഫോൺ സ്റ്റാൻഡിൽ അള്ളിപ്പിടിച്ചു. താഴേക്ക് തളർന്നു വീണു. ഒപ്പം ഫോണിൻ്റെ സ്റ്റാൻഡും ഫോണും. പെട്ടെന്ന് രണ്ട് കൈകൾ അവരെ താങ്ങി. തളർന്ന കണ്ണാലെ അവർ ആ കൈകളുടെ ഉടമയെ നോക്കി. മായ. കുറേ നേരമായി ഈ ഫോണടിക്കുന്ന ശബ്ദം കേട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് ഞങ്ങൾ. അമ്മയുടെ ഭാവപ്പകർച്ച കണ്ട് അവിടെ നിൽക്കുമായിരുന്നു. അവരുടെ നോട്ടം കണ്ട് സ്റ്റെയർ കേസിന് നേർക്ക് നോട്ടം അയച്ചവൾ പറഞ്ഞു. അപ്പോഴാണ് അവർ ഉണ്ണിയെ കണ്ടത്. ആരാമ്മയെ വിളിച്ചത്? വിളിച്ചയാൾ എന്താ പറഞ്ഞ? അമ്മ എന്താ വീഴാൻ പോയത്? അവരെ കസാരയിലേക്ക് ഇരുത്തിക്കൊണ്ടവൻ ചോദിച്ചു. അവർ വെപ്രാളപ്പെടുന്നത് കണ്ട് മായ വേഗം വെള്ളം എടുത്തുകൊണ്ടുവന്ന് കുടിക്കാൻ കൊടുത്തു. അല്പം ആശ്വാസമായപ്പോൾ അവൾ അവരുടെ അരികത്തിരുന്നു. ഉണ്ണി ചോദ്യം ആവർത്തിച്ചു. അത് തിരുമേനിയായിരുന്നു, ആലത്തൂർ തിരുമേനി. അവർ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. മായയ്ക്ക് ദേഷ്യം വന്നു. അതെന്താ ഈ സമയത്ത്? 3 മണിയാകുന്നല്ലോ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഘനമേറിയ ശബ്ദം കേട്ടിടത്തേക്ക് അവർ ഇരുവരും നോക്കി. ആ സമയത്ത് പുറത്തു നിന്നും അകത്തേക്ക് കടന്നു വരുന്ന മഹാദേവനെയും ഡ്രൈവർ ശിവരാമനെയും കണ്ടവർ അമ്പരന്നു. ഏട്ടൻ എവിടെ പോയിരുന്നു? നന്ദിനി പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. ഞാൻ ചോദിച്ചതിന് മറുപടി പറയും നന്ദിനി. അതേട്ടാ, അദ്ദേഹം നാളെ വരില്ല എന്ന് അറിയിക്കാനാണ് വിളിച്ചത്. കാരണം അവരൊന്ന് നിർത്തി. ചുറ്റും നിൽക്കുന്നവരെ ഒന്ന് നോക്കി. മരുമകൾക്കോ മകനോ വിശ്വാസമില്ല. ഡ്രൈവർ വീടിൻ്റെ പുറത്തുള്ളയാളും. പറയേ, കാരണം എന്താ അദ്ദേഹം പറഞ്ഞത്? മഹാദേവൻ ശബ്ദമുയർന്നു. അത് അവർ വിക്കി. അവൾ ശിവഗംഗ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി വിലക്കിയത്രേ. മായ ഒഴിച്ച് മറ്റു 3 പേരും ഞെട്ടി. നന്നായി, നല്ല കഥ. മായ ചിരിച്ചു. അങ്ങേർക്ക് ഇവിടെ വന്നിട്ട് ഒരു പ്രേതത്തെയും പിടിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ട് വേണ്ടേ? അതിന് ഓരോരോ കഥകൾ. നിർത്ത്. മഹാദേവൻ്റെ ഒച്ച ഉയർന്നു. മായ നിശബ്ദയായി. കുട്ടിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെന്നറിയാം. എന്നാൽ ഇതത്ര കുട്ടിക്കളിയല്ലാന്ന് മനസ്സിലാകും. അതിനി താമസമില്ല. എൻ്റെ സുദേവ് ഇതുവരെ എത്തിയില്ല. ഓരോ ദുർനിമിത്തങ്ങൾ കാണുമ്പോഴും ഉള്ളിൽ തീയ. എൻ്റെ കുട്ടി എവിടെയാണോ ആവോ? അയാൾ നെഞ്ചു തടവി. തിളയ്ക്കുന്ന ലോഹത്തിനെന്നോണം നിൽക്കാൻ ഞാൻ. അപ്പോൾ നീ കുട്ടികളിയുമായി വരരുത്. അയാൾ മായയ്ക്ക് താക്കീത് നൽകി. തുടർന്ന് ശിവരാമനോടായി. രാമ, ഇന്നിനി നീ വീട്ടിലേക്ക് പോകണ്ട. പെങ്ങളോട് ആ ഔട്ട് ഹൗസിൻ്റെ താക്കോൽ വാങ്ങിക്കോ. അയാൾ അകത്തേക്ക് നടന്നു. മായ വീണ്ടും എന്തോ പറയാൻ വന്നെങ്കിലും ഉണ്ണി കണ്ണടച്ച് വിലക്കിയത് കൊണ്ട് അവൾ പറഞ്ഞില്ല. മായ ചുറ്റും നോക്കി. അമ്മയുടെ മുഖത്ത് ദേഷ്യം കണ്ടു. നരേശിൻ്റെ ഭാവം മനസ്സിലാകുന്നില്ല. തന്നെ നോക്കി ഒരു പരിഹാസ ചുവയോടെ തല കുലുക്കുന്ന ഡ്രൈവറെ കണ്ടപ്പോൾ അവളുടെ രക്തം തിളച്ചു. അയാൾ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി. നൈറ്റ് ഡ്രസ്സിൽ നിൽക്കുന്ന തൻ്റെ ശരീരത്തിലൂടെ അയാളുടെ കണ്ണുകൾ പായുന്നത് കണ്ട് ഒന്നും പറയാനാവാത്തതിൻ്റെ ദേഷ്യത്തിൽ അവൾ പിറുപിറുത്തുകൊണ്ട് മുറിയിലേക്ക് പടികൾ കയറി. നന്ദിനി ഔട്ട് ഹൗസിൻ്റെ താക്കോലെടുത്ത് രാമനെ ഏൽപ്പിച്ചു. അയാളുടെ അച്ഛനായിരുന്നു മുമ്പ് നന്ദാവനത്തെ സാരഥി. അയാളുടെ മരണശേഷം സുദേവിൻ്റെയും ഉണ്ണിയുടെയും സ്കൂൾ സഹപാഠിയായിരുന്ന, എന്നാൽ 10ാം ക്ലാസ്സിൽ 3-4 വട്ടം പയറ്റി പഠിത്തം നിർത്തിയ മകൻ ശിവരാമൻ ആ ജോലി ഏറ്റെടുത്തു. സുദേവിൻ്റെയും ഉണ്ണിയുടെയും റെക്കമെൻഡേഷനിൽ തികഞ്ഞൊരു ഡ്രൈവറാണ് അയാൾ. മോശമല്ലാത്ത രീതിയിലുള്ള മദ്യപാനമാണ് ആകെ ദുശീലമെന്ന് പറയാനുള്ളത്. ശിവരാമൻ്റെ പുറകെ ഉണ്ണിയും പുറത്തേക്കിറങ്ങി. എന്താല്ലേ ഉണ്ണി, സുധി വന്നിട്ട് നമുക്കൊന്ന് കാണണമെന്ന് കരുതിയതാ. എല്ലാം വെറുതെയായി, ശിവൻ ഉണ്ണിയോട് പറഞ്ഞു. പതുക്കെ, ആരേലും കേട്ടാ തീർന്നു. ഉണ്ണി ചൂണ്ടുവിരൽ ചുണ്ടിൽ ചേർത്ത് അകത്തേക്ക് നോക്കി പറഞ്ഞു. നന്നായിട്ട് മിനുങ്ങിയിട്ടുണ്ടല്ലോ. എടാ, അത് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് 2 എണ്ണം അടിക്കണം, എങ്കിലേ കാര്യങ്ങൾ ഉഷാറായി വരൂ. അവൻ ഉണ്ണിയെ നോക്കി കണ്ണിറുക്കി. ഉണ്ണി ഉറക്കെ ചിരിച്ചു. നിന്റെയൊക്കെ ഒരു ടൈപ്പ്, അല്ലാതെ എന്ത് പറയാനാ? ഉണ്ണി അയാളുടെ തോളത്തടിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു. എടാ ശിവ, ഞാൻ ആലോചിക്കുമായിരുന്നു, വീണയോട് അവൻ ഇങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞ് എവിടെ പോയി കിടക്കുക? ഉണ്ണി നഖം കടിച്ചു. ആർക്കറിയാം, അവനെന്തേലും മൂടായ്പിന് പോയി കാണും. കാര്യം താമസം ബാംഗ്ലൂരാണെങ്കിലും ഭാര്യയുടെ കൂടെയല്ലേ. ഓടാ, അവൻ നല്ല ഭയങ്കര ഡീസൻ്റാ. ഉണ്ണി സഹോദരനെ ന്യായീകരിച്ചു. അല്ല, നിങ്ങളെവിടെ പോയിട്ട് വന്നത് ഈ നേരത്ത്? പെട്ടെന്ന് ഓർത്തതുപോലെ അവൻ ചോദിച്ചു. ഓ, അത് നിന്റെ അമ്മാവൻ പാതിരാപ്രാന്ത്. മോനെ കാണാത്തത് കൊണ്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെന്നും പറഞ്ഞ് പെണ്ണുമ്പിള്ളേനെയും കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ കിടന്ന് എന്നെയും വിളിച്ച് ഡ്രൈവിന് പോയതാ. അവൻ്റെ സ്വരത്തിൽ ദേഷ്യമുണ്ടായിരുന്നു. അച്ഛൻ്റെ കാലം മുതലുള്ള ബന്ധമാണ് ഇവിടെ ഉള്ളവരോട്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പണി വിട്ടേനെ ഞാൻ. സാരമില്ല, ഇനി നേരം വെളുക്കാൻ അധികം സമയമില്ലല്ലോ. നീ പോയി കിടക്ക്. ഗുഡ് നൈറ്റ്. അവൻ്റെ ദേഷ്യം കണ്ട് ഉണ്ണി സ്വരം താഴ്ത്തി പറഞ്ഞു. ഉവ്, ഇനി എന്ത് നൈറ്റ്? കിടക്കുമ്പോഴേ സൂര്യൻ ഉച്ചയിൽ കയറാൻ വരില്ലേ? പിറുപുറത്ത് കൊണ്ട് അയാൾ ഔട്ട് ഹൗസിന് നേരെ നടന്നു. ഉണ്ണി വീടിൻ്റെ ഉള്ളിലേക്കും. അവരുടെ സംസാരവും ചിരിയും മുകളിൽ നിന്നും കാണുകയായിരുന്ന മായ ദേഷ്യം കടിച്ചമർത്തി. പണ്ടെങ്ങോ കൂടെ പഠിച്ചവനാണെന്നും പറഞ്ഞ് നരേശ് ഇയാൾക്ക് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നത് അവൾക്ക് തോന്നി. തൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ജോലിക്കാരെ ആ സ്ഥാനത്ത് നിർത്താൻ അറിയില്ല ഇവിടെ ആർക്കും. ആത്മഹത്യ ചെയ്തുകൊണ്ട് ബാത്റൂമിൽ കയറി
മുഖം കഴുകിയിട്ട് അവൾ മുറിയിലേക്ക് തിരിച്ചു വന്നു. ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അടുത്ത് കിടന്നിരുന്ന ടവലെടുത്ത് മുഖം തുടച്ചു. പെട്ടെന്ന് കണ്ണാടിയിൽ ഒരു രൂപം മിന്നിമറഞ്ഞതുപോലെ അവൾക്ക് തോന്നി. അവൾ തൻ്റെ പിന്നിലേക്ക് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഇല്ല, ആരുമില്ല. തോന്നലാകും. അവധിയെടുത്ത നാട്ടിൽ വന്നിട്ട് 24 മണിക്കൂറും ഈ വീടിൻ്റെ അകത്ത് തന്നെ കുത്തിയിരുന്ന് ഭൂതപ്രേതാദികളുടെ തേർവാഴ്ചയുടെ കഥയല്ലേ കേൾക്കുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ കണ്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നാളെ തന്നെ തൻ്റെ വീട്ടിലേക്ക് പോകണം അവൾ തീരുമാനിച്ചു. ഇവിടെയുള്ളവരുടെ കൃപയാൽ ഉറക്കമേതായാലും പോയി കിട്ടി. അവൾക്ക് അവരോടെല്ലാം പരിഹാസം തോന്നി. അവൾ ഇടനാഴിയിലേക്ക് ഇറങ്ങി വെറുതെ നടന്നു. ഇന്ന് അമ്മയൊരു പേര് പറഞ്ഞു, ശിവഗംഗ. ആ പേര് താൻ എവിടെയോ കേട്ടിട്ടുണ്ട്. എവിടെയാണെന്ന് ഓർമ്മയില്ല. അതോ തോന്നലാണോ? ഒന്ന് ആലോചിച്ചുകൊണ്ട് അവൾ ഇടനാഴിയിലൂടെ നടന്നു. നടന്ന് തെക്കിനിക്കരികിലെത്തിയത് അവൾ അറിഞ്ഞില്ല. മനസ്സിൽ ഓർമ്മയിൽ ആ പേരവൾ തിരയുകയായിരുന്നു. പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അവൾ നിന്നു. അതെ, നരേശിൻ്റെ പേഴ്സണൽ ഡയറിയിൽ. അന്ന് താൻ ആ ഡയറി എടുത്തതിന് നരേശ് തന്നോട് കയർത്തത് അവൾ ഓർത്തു. അയാളുടെ അനുവാദമില്ലാതെ ആ ഡയറി എടുത്തതിന് തനിക്ക് ബേസിക് മാനേഴ്സ് പോലും ഇല്ലെന്ന് പറഞ്ഞ് അപമാനിച്ചു. അക്കാര്യം ശരിയായതുകൊണ്ട് കുറ്റബോധം തോന്നി. താൻ പിന്നീട് അതിന് ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇന്നും വീണ്ടും ആ പേര് കേട്ടപ്പോൾ അവളെന്തിനാണ് ആലത്തൂരിനെ പോലെ ഒരു സിദ്ധനെ ഇവിടെ വരുന്നതിൽ നിന്നും തടഞ്ഞത്? അവൾ തടഞ്ഞാൽ വരവ് മാറ്റാൻ മാത്രം അദ്ദേഹത്തിന് എന്തേ അവളുമായി ബന്ധം? അവളുടെ പേര് കേട്ടപ്പോൾ നരേശ് ഉൾപ്പെടെ എല്ലാവരും എന്തേ ഞെട്ടി. അവളുടെ മനസ്സിൽ ചോദ്യങ്ങളുടെ തിരമാലകൾ ഉയർന്നു. അവളൊരു നിമിഷം ഭിത്തിയിൽ ചാരി നിന്നു. തിരികെ നടക്കാൻ പോയപ്പോൾ അവളൊരു വളക്കിലുക്കം കേട്ട് നിന്നു. ആരെ ഈ വീട്ടിൽ കുപ്പിവളകൾ അണിഞ്ഞത്? അവൾ കാതോർത്തു. ചുറ്റും നോക്കി അവൾ താനിപ്പോൾ നിൽക്കുന്നത് തെക്കിനിയിലാണെന്നറിഞ്ഞു. തെക്കിനിയെക്കുറിച്ചുള്ള കേട്ടറിവിലെ കഥകൾ ആ നിമിഷം മനസ്സിലേക്ക് ഓടിയെത്തി. ആ വളക്കിലുക്കവും പാദസര ശബ്ദവും അടുത്തടുത്ത് വരുന്നു. കാലുകൾ നിലത്ത് ഉറഞ്ഞു പോയതുപോലെ അവൾ അവിടെ നിന്നു. അവൾ വേഗം വിയർക്കാൻ തുടങ്ങി. പിന്നിലാരോ ശ്വാസമെടുക്കുന്ന ശബ്ദം അവൾ വ്യക്തമായി കേട്ടു. തൻ്റെ ചുമലിൽ കഴുത്തിന് പിന്നിൽ ചുടുനിശ്വാസം പതിയുന്നത് അവൾ വിറയലോടെ അറിഞ്ഞു. മായ. തൊട്ടുപിന്നിൽ തൻ്റെ കാതിൻ്റെ അരികിൽ ഒരു പെൺസ്വരം കേട്ടതും ബോധശൂന്യമായി മായ നിലം പതിച്ചതും ഒന്നിച്ചായിരുന്നു. മുറിയിലേക്ക് തിരികെ എത്തിയ ഉണ്ണി മായയെ അവിടെ എല്ലാം തിരഞ്ഞു. കണ്ടില്ല. മായ! ഉറക്കെ അവളെ വിളിച്ചുകൊണ്ടവൻ പുറത്തേക്ക് ഇറങ്ങി. താഴെ നിന്ന് അല്പം ദേഷ്യത്തിലാണ് വന്നത്. ഇനി കുളക്കടവിലോ മറ്റോ പകൽ സമയത്ത് ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നുവെന്ന് പറഞ്ഞ് അവിടെ പോയി ഇരിക്കാറുണ്ട്. ഈ സമയത്ത് എന്തായാലും അങ്ങോട്ട് പോകില്ല. എന്നാലും മായയുടെ കാര്യമായതുകൊണ്ട് ഒന്നും തീർത്ത് പറയാനാവില്ല. ഒന്ന് നോക്കിയേക്കാം. അവൻ അങ്ങോട്ട് നടന്നു. പണ്ട് നന്ദാവനത്തെ സ്ത്രീജനങ്ങൾക്കായി വീടിനുള്ളിലൂടെ തന്നെ പോകാൻ പാകത്തിൽ കുറേയേറെ പടിക്കെട്ടുകളും മറപ്പുരയുമായി ഉണ്ടാക്കിയതാണ് ആ കുളിക്കടവ്. കാലം മാറിയപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമും ആധുനിക സൗകര്യങ്ങളും വന്നപ്പോൾ ആരും കുളം ഉപയോഗിക്കാതെയായി. പായലും പടർപ്പും കയറി വഴുവഴുപ്പായി കിടക്കുകയാണെങ്കിലും മായയ്ക്ക് ആ സ്ഥലം പിടിച്ചു. അവിടെ പോയി പുസ്തകം വായിച്ചിരിക്കാറുണ്ട് അവൾ ചില സമയങ്ങളിൽ. പക്ഷേ കുളക്കടവിലേക്കുള്ള വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ട് അയാൾ തിരികെ നടന്നു. പിന്നെ വിളിത് എവിടെ പോയി അയാൾ ആലോചിച്ചു. മായ! അയാൾ ഉറക്കെ വിളിച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ ആ ശബ്ദം മാറ്റുലി കൊണ്ടു. തിരികെ നടക്കുമ്പോൾ ഉണ്ണിയുടെ നോട്ടം തെക്കിനിയിലേക്ക് പാളി വീണു. പെട്ടെന്നൊരു ചിന്ത മനസ്സിലൂടെ കടന്നുപോയി. അമ്മാവനെ തോൽപ്പിക്കാൻ തെക്കിനിയിലെ രഹസ്യം തേടിയെങ്ങാനും പോയി കാണുമോ? ഉണ്ണി പരിഭ്രമത്തോടെ തെക്കിനിക്ക് നേരെ ഓടി. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയിൽ അവൻ നടുങ്ങി. മായ തെക്കിനിക്ക് മുമ്പിൽ വീണു കിടക്കുന്നു. മായ! ഉറക്കെ വിളിച്ചുകൊണ്ട് ഉണ്ണി അവളുടെ അടുത്തേക്ക് ഓടി. അവളുടെ തല മടിയിലേക്ക് എടുത്തു വെച്ച് അവനവളെ കുലുക്കി വിളിച്ചുണർത്താൻ ശ്രമിച്ചു. വേഗം അവനവളെ മുറിയിലെത്തിച്ചു. കട്ടിലിൽ കിടത്തിയിട്ട് അവളുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചവളെ ഉണർത്തി. ഒരു ഞെരുക്കത്തോടെ മായ കണ്ണു തുറന്നു. ഒരു നിമിഷം കണ്ണു തുറന്ന് മച്ചിലേക്ക് നോക്കി കിടന്ന അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പകപ്പോടെ ചുറ്റും നോക്കി. അരികത്ത് നിന്ന ഉണ്ണിയുടെ കയ്യിൽ അവൾ അള്ളിപ്പിടിച്ചു. അവൾക്കെന്തോ പറയാനുണ്ടെന്നവന് തോന്നി. നന്നായി ഭയന്നിരുന്നു അവൾ. എന്താ മായ, എന്തു പറ്റി? നീ എന്തിനാ തെക്കിനിയിൽ പോയത്? അവളുടെ സമീപത്തിരുന്നു കൊണ്ട് കയ്യിൽ തടവിക്കൊണ്ടവൻ മെല്ലെ ചോദിച്ചു. അത് ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് ഇറങ്ങി നടന്നതാ. ഒരു വിധത്തിൽ അവൾ അത്രയും പറഞ്ഞൊപ്പിച്ചു. മായയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ മനസ്സ് ഇവിടെയൊന്നുമല്ലെന്ന് ഉണ്ണിക്ക് തോന്നി. എടോ, എന്താടോ തനിക്ക് പറ്റിയത്? എന്നോട് പറഞ്ഞൂടെ? അവൻ ചോദിച്ചു. അവൾ അവരെ ഒന്ന് നോക്കി. പറഞ്ഞാലാരും വിശ്വസിക്കില്ല. ചിലപ്പോൾ ഇതെല്ലാം തനിക്ക് തോന്നിയതാവാം. ഓരോരോ കെട്ടുകഥകൾ കേട്ട് മനസ്സങ്ങനെ തോന്നിപ്പിച്ചതാവാം. പക്ഷേ ഇത് ഒരു അവസരമാണ് നരേശിനോട് ചോദിക്കാൻ. എന്താണോ ഇത്ര ഗഹനമായ ആലോചന? ഉണ്ണിയുടെ ശബ്ദം അവളെ ഉണർത്തി. അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ജനലിൻ്റെ അരികിലേക്ക് നടന്നു. ഉണ്ണി പിന്നിലൂടെ ചെന്ന് അവളുടെ അരക്കെട്ടിലൂടെ കെട്ടിപ്പിടിച്ച് ചുണ്ടുകൾ തോളത്തമർത്തി ആശ്വസിപ്പിക്കാനെന്നോണം നിന്നു. അവൾ മെല്ലെ മുഖം തിരിച്ച് അവനോട് ചോദിച്ചു. ആരാ നരേശ് ഈ ശിവഗംഗ? തന്നോട് ഒട്ടി നിന്ന അവൻ ഞെട്ടിയത് അവൾ അറിഞ്ഞു. ആ കൈകൾ അയഞ്ഞതും അവൻ്റെ പിടിപിടിവിച്ച് പിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ അവൻ അഭിമുഖമായി നിന്ന് കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആ കണ്ണുകളിൽ അവളൊരു പതർച്ച കണ്ടു. ഞാൻ തന്നെ പറയാം, അവൾ പറഞ്ഞു. നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു അല്ലേ? ഉണ്ണി അവളെ നോക്കി. എനിക്ക് എങ്ങനെ അറിയാമെന്നായിരിക്കും ഇപ്പോൾ ആലോചിക്കുന്നത്. അവൾ ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. അവൻ കസാരയിലേക്കും ഇരുന്നു. അന്ന് ലണ്ടനിൽ വെച്ച് ഡയറി എടുത്തതിന് ഇങ്ങേരുടെ ദേഷ്യം കണ്ടപ്പോൾ സംശയമുണ്ടായിരുന്നു.
പിന്നീട് ഇങ്ങോട്ട് വരാൻ മടിച്ചത് അവളെ കാണാതിരിക്കാനുള്ള അടവാണതെന്ന് മനസ്സിലായത് ഇന്നമ്മ അവളുടെ പേര് പറഞ്ഞപ്പോൾ മാത്രം. എഴുതാപ്പുറം വായിക്കുന്ന അവളെ ഉണ്ണി കൗതുകത്തോടെ നോക്കി. അവളുടെ മുഖത്തെ കനം കണ്ടവൻ ചിരിച്ചു. എടോ, താൻ മനസ്സിലാക്കി വച്ചിരിക്കുന്നതൊന്നുമല്ല സത്യം, അവൻ ചിരിയോടെ പറഞ്ഞു. പഴങ്കഥകളാണ്, കേട്ടാൽ തനിക്ക് ചിലപ്പോൾ ബോറടിക്കും. സാരമില്ല, ഞാൻ ആ ബോറടി സഹിച്ചോളാം. എന്തായാലും ഉറക്കം പോയില്ലേ? നരേഷ് പറ, അവൾ മൂർച്ചയോടെ പറഞ്ഞു. എനിക്കറിയണമെല്ലാം. അവളെ ഇവിടെ എല്ലാവരും അറിയുമല്ലോ, ഞാനും അറിയട്ടെ. എങ്കിൽ ഞാനെല്ലാം പറയാം. മറ്റൊരാൾ പറഞ്ഞ് താൻ അറിയുന്നതിനും നല്ലത് ഞാൻ തന്നെ പറയുന്നതല്ലേ? അവൻ പറയാൻ തയ്യാറായി, മായ കേൾക്കാനും. ശിവയെ എനിക്കിഷ്ടമായിരുന്നു, അവൾക്ക് എന്നെയും. ഒരു നിമിഷം ഓർമ്മകളെ മനസ്സിലേറ്റും പോലെ അവൻ മൗനമായിരുന്നു. പിന്നെ പതിയെ പറഞ്ഞു തുടങ്ങി. ശിവഗംഗയെ പറ്റി. അവൻ്റെയും സുധിയുടെയും ക്ലാസ്മേറ്റായിരുന്ന തനി നാട്ടിൻപുറത്തുകാരിയായ പാവാടക്കാരിയായ കുട്ടി. കൃഷ്ണന്റെ അമ്പലത്തിലെ ഉത്സവത്തിന് അവൾ ചെയ്തിരുന്ന നൃത്തത്തെപ്പറ്റി. ഒരു ദിവസം പോലും മുടങ്ങാതെ അവൾ വിളക്ക് കൊടുത്തിരുന്ന ഭഗവതി കാവിനെ പറ്റി. അവരുടെ പ്രണയത്തിന് സാക്ഷിയായിരുന്ന കോളേജിനെ പറ്റി. പട്ടണത്തിലേക്ക് പഠനത്തിനായി പോകും വരെ തങ്ങളുടെ സംഗമ സ്ഥലങ്ങളായിരുന്ന പാടവരമ്പുകളെയും തെങ്ങിൻ തോപ്പുകളെയും പറ്റി. മായ അയാളെ സാഗൂതം നോക്കിയിരുന്നു. അവൻ്റെ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങളിൽ അവൾ കാണുകയായിരുന്നു, അറിയുകയായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ആഴം. ഗാഢമായ ആ പ്രണയത്തിൻ്റെ ഒരംശം പോലും തനിക്കവന് കൊടുക്കാനായിട്ടുണ്ടോ എന്നുപോലും അവൾ ഒരു വേള സംശയിച്ചു പോയി. അറിയാതെ അവളുടെ ഉള്ളിൽ ശിവയോട് സ്നേഹം തോന്നി. നരേഷ് തുടർന്നു. പക്ഷെ വിധി ഞങ്ങൾക്കെതിരായിരുന്നു. ഒരു സന്ധ്യയ്ക്ക് കാവിൽ വിളക്ക് വയ്ക്കാൻ പോയ അവളെ പിന്നീട് എല്ലാവരും കണ്ടത് കാലത്ത് അമ്പലക്കുളത്തിൽ ജീവനില്ലാത്ത നിലയിലാണ്. ആരാലോ ക്രൂരമായി പിച്ചി ചീന്തപ്പെട്ട് അയാളുടെ കണ്ടമിടറി, കണ്ണുകൾ നിറഞ്ഞു. മരിക്കുമ്പോൾ ശിവ തന്നിൽ നിന്നും ഗർഭിണിയായിരുന്നുവെന്ന് അയാൾ മനഃപൂർവ്വം പറഞ്ഞില്ല. ഒരു ഭാര്യയും മാപ്പ് തരാത്ത ആ സത്യം മായ പോലൊരു പെണ്ണ് സഹിക്കില്ലെന്ന് അയാൾക്കറിയാം. മായയൊന്ന് ഞെട്ടി. ശിവഗംഗ മരിച്ചെന്നോ? നരേഷ് എന്തായി പറഞ്ഞ? ശിവഗംഗ മരിച്ചുപോയെന്നോ? ഉള്ളിലുയർന്ന ആളൽ മറച്ചു വെച്ചവൾ ചോദിച്ചു. അതേ എന്ന് ഉണ്ണി തലയാട്ടി. ഒരു വിറയൽ അവളെ പൊതിഞ്ഞു. അപ്പോൾ അവൾ തിരുമേനി ചെന്ന് കണ്ടെന്ന് അമ്മ പറഞ്ഞതോ? അവൾ സംശയം ദൂരീകരിക്കാനായി ചോദിച്ചു. എനിക്കറിയില്ല മായ, ഇവിടെ എല്ലാവരും പറയുന്നു അവളിപ്പോൾ പ്രതികാരദാഹിയാണെന്ന്. എന്താണ് സത്യമെന്ന് എനിക്കറിയില്ല. ഞാനറിയുന്ന ശിവ ഒരു പാവമായിരുന്നു, ഒരു പുൽക്കൊടിയെ പോലും നോവിക്കാനറിയാത്തവൾ, സ്നേഹിക്കാൻ മാത്രം അറിയുന്നവളായിരുന്നു. പക്ഷേ ഒരു നിമിഷം നിർത്തിയവൻ തുടർന്നു. എല്ലാവരും ചേർന്ന് ആലത്തൂർ തിരുമേനിയെ കൊണ്ട് അവളുടെ ആത്മാവിനെ ബന്ധിച്ചു, ഇവിടെ തെക്കിനിയിൽ. അപ്പോൾ താൻ കേട്ട ശബ്ദം? ഗംഗയുടെ ആത്മാവിനെ ഈ തറവാട്ടിൽ ബന്ധിച്ചതെന്തിന്? ഇവിടെ ബന്ധിച്ചുവെങ്കിൽ എങ്ങനെ ആലത്തൂർ മനയിലെത്തി? അതിനർത്ഥം അവൾ രക്ഷപ്പെട്ടുവെന്നല്ലേ? അങ്ങനെയൊക്കെ സംഭവിച്ചു കാണുമോ? ഇക്കാലത്ത് ഇതൊക്കെ നടക്കുമോ? അവൾക്ക് തല പുകഞ്ഞു. മേശമേൽ തല ചായ്ച്ചിരിക്കുന്ന നരേശിനോട് ചോദിക്കാൻ അവൾക്ക് തോന്നിയില്ല. ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ആലോചിച്ച് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് എപ്പോഴും അവൾ ഉറങ്ങിപ്പോയി. ക്ലോക്കിൽ മണി 6 അടിച്ചപ്പോൾ ഉണർന്നു. മുറിയിൽ ഉണ്ണിയില്ല. ഫ്രഷായി അടുക്കളയിൽ ചെല്ലുമ്പോൾ നന്ദിനി അവിടെ പ്രാതലിനുള്ള തിരക്കിലാണ്. അവളും അമ്മയെ സഹായിക്കാൻ കൂടി. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് പോർച്ചിൽ കാർ കഴുകിക്കൊണ്ടിരുന്ന ശിവരാമൻ തലയുയർത്തി നോക്കി. പഞ്ചായത്ത് മെമ്പർ ജോസഫേട്ടനാണ്. ഒപ്പം നാട്ടുകാരിൽ ചിലരും. ഇവരെയെല്ലാം കൂട്ടി കൊച്ചു വെളുപ്പാങ്കാലത്ത് പിരിവിനിറങ്ങിയതാണോ? ശിവൻ ചിരിയോടെ ചോദിച്ചു. ആരുടെയും മുഖത്തൊരു തെളിച്ചം കണ്ടില്ല. മഹാദേവനില്ലേ? കൂട്ടത്തിൽ പ്രായമുള്ളൊരാൾ ചോദിച്ചു. സംസാരം കേട്ട് മഹാദേവനും ഉണ്ണിയും പൂമുഖത്തേക്ക് വന്നു. എന്താ എല്ലാവരും കൂടി രാവിലെ തന്നെ? എന്താ ജോസഫേ? മഹാദേവൻ തൻ്റെ സുഹൃത്തു കൂടിയായ മെമ്പറിനോടായി ചോദിച്ചു. എടോ ദേവ, അത് താൻ തളരരുത്. ജോസഫ് കൂട്ടുകാരൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തുടർന്നു. നമ്മുടെ കാവിൻ്റെ ഉള്ളിൽ ഇവിടത്തെ സുദേവൻ കൊച്ച്. അയാളുടെ കയ്യിലെ ദേവന്റെ പിടിമുറുകി. ബാക്കി കേൾക്കാനാകാതെ കണ്ണുകൾ അടച്ചു. കേട്ടത് വിശ്വസിക്കാനാവാതെ നടുങ്ങി നിൽക്കുകയായിരുന്നു ഉണ്ണിയും ശിവരാമനും. അവൻ്റെ കാറ് ആൽമരത്തറയ്ക്കടുത്ത് കിടപ്പുണ്ട്. ആ കുട്ടി എന്തിനാണ് രാത്രിയിൽ കാവിൻ്റെ ഉള്ളിലേക്ക് പോയതെന്നറിയില്ല. പോലീസിൽ അറിയിക്കാൻ ആൾ പോയിട്ടുണ്ട്. ഉണ്ണിയെ നോക്കി കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. മഹാദേവൻ വേഗം സംയമനം വീണ്ടെടുത്തു. മുഖത്തു നിന്നും കണ്ണട എടുത്തു മാറ്റി മുഖം അമർത്തി തുടച്ചു. ശരി, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ വരുന്നു. ഇത്രയും പറഞ്ഞ് തിരിച്ചകത്തേക്ക് നടന്നു. പുറത്തെ ആളും സംസാരവും കേട്ടുവന്ന നന്ദിനിയുടെയും മായയുടെയും മുന്നിൽ അയാൾ നിന്നു. വളരെ ലാഘവത്തോടെ പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ അവൾ കൊണ്ടുപോയി നന്ദിനി. തളർന്നിരുന്നു പോയ അവർ വാവിട്ട് കരഞ്ഞു. സമാധാനിപ്പിക്കാൻ വാക്കുകൾ കിട്ടാതെ മായയും കൂടെ കരഞ്ഞുപോയി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾ ആരോടെന്നില്ലാതെ പറഞ്ഞു. വീണയെ അറിയിച്ചേക്ക്. എന്നിട്ട് ധൃതിയിൽ ഗേറ്റ് കടന്ന് ക്ഷേത്രം ലക്ഷ്യമാക്കി നടന്നു. പിന്നാലെ ഉണ്ണിയും ശിവരാമനും. കാവിനരികിൽ അവരെത്തുന്നതിനു മുമ്പേ പോലീസും പോലീസ് നായയും ആംബുലൻസും എത്തിയിരുന്നു. നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു. പോലീസ് ആരെയും കാവിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടില്ല. സബ് ഇൻസ്പെക്ടർ ബോഡി സൂക്ഷ്മമായി പരിശോധിച്ചു. പ്രത്യക്ഷത്തിൽ ഒന്നും സംശയിക്കാൻ കാണുന്നില്ല. പോലീസ് ഡോഗ് ബോഡിക്ക് ചുറ്റും മണം പിടിച്ചിട്ട് എങ്ങോട്ടും പോകാതെ അവിടെ തന്നെ നിന്നു. ഒരു കോൺസ്റ്റബിൾ വന്ന് പുറത്തേക്ക് കൈ ചൂണ്ടി എന്തോ പറഞ്ഞപ്പോൾ ശരിയെന്ന് SI ആംഗ്യം കാണിച്ചു. കാവിൻ്റെ ഉള്ളിലേക്ക് മഹാദേവനെ പിടിച്ചുകൊണ്ട് ഉണ്ണി കയറി വന്നു. അവർ വന്നപ്പോൾ സുദേവനെ പുതപ്പിച്ചിരുന്ന വെള്ളഷീറ്റ്
ഒരു കോൺസ്റ്റബിൾ മാറ്റിയവരെ കാട്ടി. ഒന്നേ മഹാദേവൻ നോക്കിയുള്ളൂ. അയാൾ കണ്ണുകൾ ഇറുകെ പൂട്ടി. ഉണ്ണി തൻ്റെ സഹോദരൻ്റെ അവസ്ഥ കണ്ട് തളർന്നുപോയി. അവരുടെ അടുത്തേക്ക് വന്ന SI പറഞ്ഞു, പ്രത്യക്ഷത്തിൽ ഒരു അപകട മരണമാണ്. പക്ഷേ പ്രോട്ടോകോൾ അനുസരിച്ച് ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി അയക്കണം. മഹാദേവൻ കൈകൾ കൊണ്ട് എന്തു വേണേലും അയക്കോ എന്ന് ആംഗ്യം കാട്ടി. സ്ട്രെച്ചറിൽ തൻ്റെ മകൻ യാത്രയാകുന്നത് അയാൾ നോക്കി നിന്നു. വേച്ച് വെളിയിലേക്ക് നടക്കുമ്പോൾ ഒരു സ്വർണ്ണ നിറം അയാളുടെ കണ്ണിൽപ്പെട്ടു. അയാൾ കുനിഞ്ഞെടുത്തു നോക്കി. സുദേവിൻ്റെ കഴുത്തിലണിയിച്ചിരുന്ന ഏലസ്. എൻ്റെ മോനെ! ആ ഏലസ് നെഞ്ചോടമർത്തി അയാൾ വാവിട്ട് കരഞ്ഞു. അതുവരെ അടക്കി വച്ചിരുന്ന സങ്കടക്കടൽ പുറത്തേക്കൊഴുകി. ഉണ്ണിയുടെ തോളിൽ ഒരാശ്രയത്തിനെന്നോണം അയാൾ പിടിച്ചു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബോഡി നന്ദാവനത്തെത്തുമ്പോൾ വൈകുന്നേരമായി. അതോടെ അവിടെ ഒരു കൂട്ടം നിലവിളി വന്നു. വീണ ബോധരഹിതയായി നിലം പതിച്ചു. അസ്തമയമെടുത്തതിനാൽ അധികം താമസിയാതെ സുദേവിനെ തെക്കേപ്പറമ്പിൽ അവൻ ഒരുക്കിയിടത്തേക്ക് എടുക്കപ്പെട്ടു. തനിക്കായി ഒരുക്കിയ 6 അടി മണ്ണ് സ്വന്തമാക്കാൻ. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് ഉണ്ണി ഒരിക്കൽ കൂടി അവനെ നോക്കി. വർഷങ്ങളോളം തോളോട് തോൾ ചേർന്ന് നടന്നവൻ, പങ്കുവയ്ക്കാത്ത രഹസ്യങ്ങളില്ല, കൂടെ പിറക്കാതെ കൂടെ പിറപ്പായിരുന്നവൻ, തന്നെ കാണാനായി ഓടി വന്ന അവനിനി ഈ ഭൂമിയിലില്ലെന്ന സത്യം ഉണ്ണിയെ ഓരോ നിമിഷവും തളർത്തി. നിമിഷങ്ങൾക്കകം പരമ്പരാഗത രീതിയിലുള്ള മരണാനന്തര ചടങ്ങുകളോടെ ഭൂമിദേവി അവനെ ഏറ്റുവാങ്ങി. ഈ കാഴ്ച കാണുകയായിരുന്ന ശിവഗംഗയിൽ ഒരു ചിരി വിരിഞ്ഞു. ക്രൂരമായൊരു സംതൃപ്തിയോടെ അവൾ തിരികെ തെക്കിനിയിലേക്ക് നടന്നു, തൻ്റെ അടുത്ത ലക്ഷ്യത്തിലേക്ക്. ദിവസങ്ങൾ കൊഴിഞ്ഞു. സുദേവിൻ്റെ സഞ്ചയന ചടങ്ങുകൾക്കെത്തിയ വീണയുടെ മാതാപിതാക്കളും സഹോദരനും അവളെ തിരികെ കൊണ്ടുപോകണമെന്ന് ശഠിച്ചു. ആദ്യം അത് അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിലും വീണയുടെ ഇഷ്ടവും അത് തന്നെയാണെന്ന് മനസ്സിലായപ്പോൾ മനസ്സില്ലാ മനസ്സോടെ മഹാദേവനും നന്ദിനിയും സമ്മതം മൂളി. വീണ നന്ദാവനത്തിൻ്റെ പടിയിറങ്ങി. വീണയും യാത്രയായതോടെ മായ വീണ്ടും ആ വീട്ടിൽ തനിച്ചായി. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആകസ്മികമായ സംഭവങ്ങൾ അവളെ വളരെ മൂകയാക്കി. മുറിയിൽ തന്നെ ഇരിക്കാൻ അവൾ ആഗ്രഹിച്ചു. പതിവ് പോലൊരു ദിവസം രാത്രി വളരെ വൈകിയും വായനയിലാണ് മായ. ഉണ്ണി നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്ന് അവളൊരു പാദപതനം കേട്ട് കാതോർത്തു. കട്ടിലിൽ ഇരുന്നുകൊണ്ട് തന്നെ അവൾ പേടിയോടെ ചുറ്റും നോക്കി. കാറ്റിൽ പറന്ന കർട്ടന്റെ അപ്പുറം ഒരു സ്ത്രീയുടെ നിഴൽ. മുറിയുടെ വാതിലിന്റെ നേരെ ആ നിഴൽ ചലിക്കുന്നത് കണ്ടതും അവളുടെ ശ്വാസം വിലങ്ങി. മെല്ലെ വീശു തുടങ്ങിയ കാറ്റ് പതിയെ ശക്തി പ്രാപിച്ചു. കാതു തുളയ്ക്കുന്ന ചീവീടുകളുടെ ശബ്ദം. എന്തോ കണ്ട് ഭയന്ന പോലെ നായ്ക്കളുടെ ഓലിയിടൽ മുഴങ്ങി കേട്ടു. അമാനുഷിക സാന്നിധ്യം അറിയുമ്പോൾ നായ്ക്കൾ ഓലിയിടുമെന്ന് ഏതോ പുസ്തകത്തിൽ വായിച്ചത് അവളുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തി. ധൈര്യമുള്ളവളെങ്കിലും മായയ്ക്ക് ഭയം കൊണ്ട് താനിപ്പോൾ മരിക്കുമെന്ന് തോന്നി. ഉണ്ണിയെ വിളിക്കുവാനുള്ള മനസ്സ് കൊതിച്ചു, പക്ഷേ ചലിക്കാനാവുന്നില്ല. പെട്ടെന്ന് പിടിച്ചു കെട്ടിയതുപോലെ കാറ്റ് ശമിച്ചു. മായ ദീർഘശ്വാസമെടുത്തു. ബുക്ക് ടേബിളിൽ വെച്ചിട്ട് അവൾ ഉണ്ണിയോട് ചേർന്ന് കിടന്നു. വാതിൽപ്പടിയോളം എത്തിയ നിഴൽ മുറിയിലേക്ക് കടന്നതറിയാതെ. സമയം രാത്രി 1 മണിയോടെടുത്തു. ദൂരെ എവിടെയോ കാലൻകോഴി കൂവി. അനേകം നായ്ക്കൾ ഒന്നിച്ച് വികൃതമായ ശബ്ദത്തിൽ ഓലിയിട്ടു. നിദ്രയിലായിരുന്ന മായ പെട്ടെന്ന് കണ്ണു തുറന്ന് എഴുന്നേറ്റു. അവളുടെ ദൃഷ്ടികൾ ദൂരെ എവിടെയോ ആയിരുന്നു. ഏതോ ഒരു ബിന്ദുവിലേക്ക് ഇമ വെട്ടാതെ അവൾ നോക്കിയിരുന്നു. എന്തോ ഉൾപ്രേരണ കൊണ്ട് അവൾ മെല്ലെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. പതിയെ മുന്നോട്ട് നടന്നു. മുറിയുടെ വാതിൽ പിന്നിട്ട് പടികളിറങ്ങി താഴേക്ക്. അടച്ചിട്ടിരുന്ന പൂമുഖവാതിലിൻ്റെ ഓടാമ്പലുകൾ മെല്ലെ ഇളക്കി നീങ്ങി. ആ വലിയ വാതിൽ അവളുടെ മുന്നിൽ തനിയെ തുറക്കപ്പെട്ടു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പൂമുഖവാതിൽ പിന്നിട്ട് പുറത്തേക്കിറങ്ങി. അവൾ നേരെ പോയത് തെക്കേപ്പറമ്പിലേക്കായിരുന്നു. അവിടെ സുദേവനെ അടക്കം ചെയ്ത മൺകൂനയ്ക്ക് അരികിലെത്തി അവൾ നിന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സുദേവിൻ്റേത് അപകട മരണമാണ്. ഹൃദയഭാഗത്ത് തുളഞ്ഞു കയറിയ മരക്കഷ്ണമുണ്ടാക്കിയ രക്തസ്രാവമാണത്രേ മരണകാരണം. രക്തസ്രാവം പോലും. മായയുടെ മുഖത്തൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. കണ്ണുകളിൽ കനലിരിഞ്ഞു. അവളുടെ ചുണ്ടുകൾ ചലിച്ചു. എന്നെ ഇല്ലാതാക്കാൻ കൂട്ടുനിന്നവരിൽ നിന്നെയും ഞാൻ എന്നെപ്പോലെ ഓർമ്മകളുടെ ചില്ലുകൂട്ടിലാക്കി. വിഡ്ഢികളത് അപകട മരണമാക്കി. അവൾ ആ മൺകൂനയ്ക്ക് ചുറ്റും നടന്നു. പിന്നെ തിരിഞ്ഞു നോക്കാതെ നടന്നു ഗേറ്റിങ്കിലേക്ക്. ഗേറ്റ് അവൾക്ക് മുന്നിൽ വിശാലമായി തുറന്നു മാറി. അവൾ നടന്നു നന്ദാവനത്ത് നിന്നും അമ്പലക്കുളക്കരയിലേക്ക്. യാത്രയിൽ ഉടനീളം അവൾ ആലോചിച്ചത് സുദേവിൻ്റെ ചെയ്തിയെ പറ്റിയായിരുന്നു. സംഭവിച്ചു പോയ ദുർവിധിയോട് പോരാടി ജീവിക്കാൻ തന്നെയായിരുന്നില്ലേ തൻ്റെ തീരുമാനം? ആ തീരുമാനം തന്നെ അനിയത്തിയായി കണ്ട അവനെ അറിയിച്ചതുമാണ്. എന്നിട്ടും അവനെന്തേ ചതിച്ചു? വെളുപ്പിന് 3 മണിക്ക് ഇറങ്ങി വരണമെന്നും ഉണ്ണിയേട്ടൻ്റെ അടുത്ത് എത്തിക്കാമെന്നും തങ്ങളൊന്നിച്ച് ജീവിക്കാൻ താൻ സഹായിക്കുമെന്ന ഉള്ളടക്കത്തിൽ സ്വന്തം കൈപ്പടയിൽ സുദേവ് എഴുതിയ ആ കത്ത് തനിക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ കാറ്റും മഴയും ഒരു ശാപം പോലെ ഭൂമിയിലേക്ക് ഇറങ്ങിയ ആ നശിച്ച രാത്രിയിൽ ഒരുപക്ഷെ താൻ ഇറങ്ങി വരില്ലായിരുന്നു. പക്ഷേ ആ ദ്രോഹി ചതിക്കുകയായിരുന്നു തന്നെ. ഉണ്ണിയേട്ടൻ്റെ പേര് പറഞ്ഞാൽ താൻ എന്തും ചെയ്യുമെന്ന് അവൻ അറിയാമായിരുന്നു. ആ ഓർമ്മയിൽ മായയുടെ ഭാവം മാറി. അവളുടെ കണ്ണുകളിൽ അഗ്നിയാളി. സുദേവ് അങ്ങനൊരു കുറിപ്പെഴുതിയത് ചിലപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കാം. എന്തായിരുന്നാലും 2 ജീവനുകൾ ഇല്ലാതാക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കിയവരെ ഈ ശിവഗംഗ വെറുതെ വിടില്ല. അവൾ പല്ലുറുമിക്കൊണ്ട് പറഞ്ഞു. നടന്നവൾ കുളക്കടവിലെത്തി. ശാന്തമായ ജലം. ഇടയ്ക്കിടെ ഓളം വെട്ടുന്നതിൽ ചന്ദ്രബിംബം ഇളകിയാടുന്നു.
കുളത്തിൻ്റെ കൈവരിയിലൂടെ അവൾ അനായാസേന നടന്നു. അവിടെ നിന്നുകൊണ്ട് ആ പരിസരമാകെ വീക്ഷിച്ചു. ഇളകുന്ന ജലത്തിലേക്ക് അല്പനേരം നോക്കി നിന്നു. അതിൽ ശിവഗംഗ കണ്ടു തൻ്റെ പ്രതിബിംബത്തെ, മായയെ. അതിലേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ കാലുകൾ വെള്ളത്തിലേക്കിട്ടിരുന്നു. മെല്ലെ മനസ്സിൽ പറഞ്ഞു, ചിലപ്പോഴേക്ക് തനിക്ക് ഇവളോട് ക്രൂരമല്ലാത്തൊരു അസൂയ തോന്നാറുണ്ട്. ഭാഗ്യവതിയാണ് ഈ മായ. ഈ ജന്മം മുഴുവനും തൻ്റെ ഉണ്ണേറ്റൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നവൾ. തനിക്ക് ലഭിക്കാതെ പോയതും ആ ഭാഗ്യം തന്നെയാണ്. അവൾ നെടുവീർപ്പിട്ടു. ഉണ്ണേറ്റന് തന്നെ പ്രാണനായിരുന്നു. ഇപ്പോഴുമോ മനസ്സിൽ താനുണ്ട്. തൻ്റെ ഓർമ്മകളുള്ള ഡയറി നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഇപ്പോഴും സൂക്ഷിക്കുന്നത് അതുകൊണ്ടാണല്ലോ. തനിക്കത് മതി ഈ ജന്മസാഫല്യത്തിന്. ക്രൂരമായ മരണശിക്ഷ ഏൽക്കാൻ മാത്രം താൻ ചെയ്ത തെറ്റെന്തായിരുന്നു അവൾ ആലോചിച്ചു. ഒരാളെ ഇഷ്ടപ്പെട്ടു എന്നതോ? ഒരുപക്ഷെ താൻ ചെയ്തത് നന്ദാവനത്തെ കാരണവർക്ക് മഹാപരാധമായിരുന്നിരിക്കാം. ഉണ്ണേറ്റനെ സ്നേഹിച്ചതും ഉണ്ണേറ്റൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ പേറിയതുമെല്ലാം വലിയ വലിയ തെറ്റുകളായിരുന്നിരിക്കാം. എന്നിരുന്നാലും സ്വയം ഒഴിഞ്ഞു പോകാൻ തീരുമാനിച്ച് തന്നെ ഇല്ലാതാക്കിയത് ആരായിരുന്നു? അവളുടെ മനസ്സ് പ്രക്ഷുബ്ധമായി. ആരാണ് ആ വീട്ടിൽ തൻ്റെ അന്തകനായത്? അന്നവിടെ തന്നെ കാത്തു നിന്നത് ആരായിരുന്നു? ഉറപ്പിക്കാനാവുന്നില്ല തനിക്ക്. കാറ്റിൻ്റെയും മഴയുടെയും ശക്തിയിൽ ഇരുളിൻ്റെ മറവിൽ ഒരു ഇരുണ്ട രൂപം മാത്രമേ ഓർമ്മയുള്ളൂ. തലയിൽ പ്രഹരമേറ്റ് വീണപ്പോയെ താൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കാഴ്ച മങ്ങിയിരുന്നു. തനിക്ക് സുദേവെഴുതിയ കത്തെത്തിച്ചു തന്നത് നന്ദാവനത്തെ സാരഥിയാണ്. മഹാദേവൻ തമ്പിയുടെ വിശ്വസ്തനും വലങ്കയ്യനുമാണവൻ. അപ്പോൾ ചിലപ്പോൾ അവനറിയാമായിരിക്കണം അത് ആരായിരുന്നുവെന്ന്. ഒരു പിടിവെള്ളി കിട്ടിയതുപോലെ അവൾ എഴുന്നേറ്റു. കുളത്തിനു കുറുകെ വെള്ളത്തിൻ്റെ മീതെ കൂടി നടന്ന് മറുകരയിലേക്കെത്തി. ശിവരാമൻ്റെ വീടിൻ്റെ മുന്നിലെത്തിയ മായയുടെ കാലുകൾ നിന്നു. അവൾ ചുറ്റും നോക്കി. തുറന്നു കിടന്ന ജനാലയിലൂടെ അവൾ കണ്ടു സുഹൃത്തിനൊപ്പം മദ്യസേവ നടത്തുന്ന ശിവരാമനെ. അസഭ്യപദങ്ങൾ വർഷിച്ചുകൊണ്ട് കുഴഞ്ഞ ശബ്ദത്തിൽ ശിവരാമൻ്റെ ശബ്ദം ഉയർന്നു കേട്ടു. അവൾ മുന്നോട്ട് നീങ്ങി. ഇടയ്ക്കെപ്പോഴും അവൻ്റെ സംസാരത്തിൻ്റെ ഇടെ മായ എന്ന പേര് കേട്ടതും അവൾ പെട്ടെന്ന് കാതോർത്തു. ഏതാണ് നീ പറഞ്ഞ പുതിയ കിളി? മുമ്പെങ്ങും കേട്ടിട്ടേ ഇല്ലല്ലോ ആ പേര്. കൂട്ടുകാരൻ്റെ ചോദ്യം. ശിവരാമനൊന്ന് ചിരിച്ചു. വെറും കിളിയല്ലടാ, പഞ്ചവർണ്ണ തത്തയാടാ അവൾ, മായ, നന്ദാവനത്തെ ഉണ്ണിയുടെ ഭാര്യ. എന്താ വാസു അവളുടെ ഒരു ശരീരവടിവ്, അതും രാത്രിയിലിടുന്ന വേഷത്തിൽ. ഓർമ്മക്കാഴ്ചയിൽ അത് ആസ്വദിക്കുന്നത് പോലെ അവൻ ഒരു നിമിഷം കണ്ണുകളടച്ചു. ഒരിക്കൽ കാറിൽ കയറിയപ്പോൾ അറിയാത്ത രീതിയിൽ അവളുടെ കയ്യിലൊന്ന് തൊട്ടളിയാ. ഒരു കരണ്ട് പാസ്സായതുപോലെ. എൻ്റെ കൺട്രോള് പോവാ അവളെ കാണുമ്പോൾ. ഇപ്പോൾ ഞാനവിടെ പോകുന്നത് പോലും അവളെ ഒന്ന് കണ്ട് ആസ്വദിക്കാനാ. അത് കേട്ട് നിന്ന മായക്ക് അവനോട് അറപ്പും വെറുപ്പും തോന്നി. എടാ വാസു, അവനെ തടഞ്ഞുകൊണ്ട് വിളിച്ചു. നിന്റെ കൂട്ടുകാരൻ്റെ ഭാര്യയെ പറ്റിയാ പറയുന്നതെന്ന് ഓർമ്മ വേണം. ഒക്കെ ഓർമ്മയുണ്ടടാ. ഈ ശിവരാമനൊന്ന് മനസ്സ് വെച്ച അവളിവിടെ എൻ്റെ കട്ടിലേക്ക് കിടക്കും. കിടത്തും ഈ ശിവരാമൻ. നിനക്ക് കാണണോ? ശിവരാമൻ ഒരു വശളം ചിരിയോടെ ചോദിച്ചു. പിന്നെ നിനക്കിപ്പോൾ തന്നെ കിട്ടും. ചെന്നിപ്പോൾ തന്നെ വിളി. ഈ കൊട്ടാരത്തിലോട്ട് ഓടി വരും നിന്റെ മായാമോഹിനി. വാസു ചിരി കൂട്ടി. എടാ, നീ നന്ദാവനത്തെ തമ്പുരാനല്ല, വെറും ഡ്രൈവറാ. അതായത് അവിടെ ജോലിക്കാരൻ, അവളുടെ ഭർത്താവിൻ്റെ ശമ്പളം പറ്റുന്നവൻ. അത് മറക്കണ്ട. വാസുവിൻ്റെ കളിയാക്കൽ ശിവരാമനെ രസിച്ചില്ല. പിന്നെ നമ്മളിതെത്ര കണ്ടതാ. കുറേ വർഷം മുമ്പേ നീ ഇപ്പോൾ പറഞ്ഞ ഭർത്താവ് ഉദ്യോഗസ്ഥൻ മോഹിച്ചവളെ ഒരു രാത്രിയിലേക്കെങ്കിലും സ്വന്തമാക്കിയവനാ ഈ ശിവരാമൻ. ആര്? മായയോ? കൂട്ടുകാരൻ്റെ ചോദ്യം. മായ ഒരു പട്ടണ പരിഷ്കാരി. അവക്കാ പേര് മാത്രമേ ഉള്ളൂ. അവളെ വളയ്ക്കാൻ നോക്കുന്നതല്ലേ ഉള്ളൂ. ശിവരാമൻ നാവുകൊണ്ട് ചുണ്ടു നുണഞ്ഞുകൊണ്ട് പറഞ്ഞു. പാത്രത്തിൽ നിന്നും ഒരു പിടി കടലയെടുത്ത് വായിലിട്ട് ചവച്ചുകൊണ്ട് തുടർന്നു. ഞാനാ പറഞ്ഞത് നല്ല കിളിന്ത് നാടൻ പെണ്ണ്. പക്ഷേ ഈ ശിവരാമനെ താങ്ങാൻ അവക്കായില്ല. പാവം. വീരനെ പോലെയുള്ള അവൻ്റെ സംസാരം കേട്ട് മായയുടെ കണ്ണുകൾ കുറുകി. അവൾ കാതുകൾ കൂർപ്പിച്ചു. നീ എന്തുവായി വിളിച്ചു പോകുന്നേ? കള്ള് തലയ്ക്ക് പിടിച്ചോ? നീ എന്നിട്ട് അവളെ കൊന്നോ? മദ്യലഹരിയിലായിരുന്നിട്ടും ശിവരാമൻ വാസുവിൻ്റെ ആ ചോദ്യത്തിൽ ഒന്ന് പതറി, മുഖം വിളറി. ആ മുഖഭാവം കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു മായ. കൊന്നെന്നോ? ആര്? എപ്പോ? നീ എന്തോന്നടാ ഈ പറയുന്നേ? ശിവരാമൻ പറഞ്ഞു. അല്ല, നീ ഇപ്പോൾ പറഞ്ഞില്ലേ പണ്ടേതോ കിടന്ത് പെണ്ണ്. കുഴഞ്ഞ ശബ്ദത്തിൽ വാസു വിശദീകരിക്കാൻ ശ്രമിച്ചു. പെണ്ണല്ല നിന്റെ. ശിവരാമൻ ഒരു മുട്ടൻ തെറി വിളിച്ചതോടെ വാസു ശാന്തനായി. വേണേൽ ഇതോടെ വലിച്ചു കയറ്റിയിട്ട് ഉറങ്ങാൻ നോക്ക്. ഇറുകണ്ണിട്ട് വാസുവിനെ നോക്കിക്കൊണ്ട് ബാക്കി വന്ന കള്ള് അവൻ്റെ അരികിലേക്ക് അയാൾ നീക്കിവെച്ചു. സ്വർഗം കിട്ടിയ സന്തോഷത്തിൽ വാസു അത് വെള്ളം പോലും ചേർക്കാതെ കുടിച്ചു. പുറത്ത് കേട്ടു നിന്ന മായ ജ്വലിക്കുകയായിരുന്നു. പ്രകൃതിയുടെ ഭാവം മാറാൻ തുടങ്ങി. ശക്തമായ കാറ്റിൽ ജനൽപ്പാളികൾ വലിയ ശബ്ദത്തോടെ തുറന്നടഞ്ഞു. ഒരു മുരൾച്ച അവളിൽ നിന്നുമുണ്ടായി. മദ്യസേവയുടെ ആലസ്യത്തിൽ വാസു അവിടെ തന്നെ തറയിൽ കിടന്നുറങ്ങി. വാതിലിൽ ആരോ ശക്തിയായിട്ട് ഇടിക്കുന്നത് കേട്ട് കസാരയിലിരുന്ന് ഉറക്കം തൂങ്ങുകയായിരുന്ന ശിവരാമൻ ഉണർന്നു. ബന്ധപ്പെട്ട് കസാരയിൽ നിന്ന് എണീറ്റ് അഴിഞ്ഞു വീഴാൻ പോയ മുണ്ടും മടക്കി കുത്തിയവൻ വാതിലിൻ്റെ നേർക്കവൻ വേച്ച് നടന്നു. വാതിൽ തുറന്ന് പുറത്തിറങ്ങി നോക്കി. ആരുമില്ല. അവൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു, ആരാവിടെ? മറുപടിയില്ല. എനിക്ക് തോന്നിയതാണോ? ആയിരിക്കും. പിറുപിറുത്തുകൊണ്ട് അവൻ തിരികെ വീട്ടിലേക്ക് കയറി. വാതിലടച്ച് തിരികെ അവൻ മുറിയിലേക്ക് ചെന്നതും വീണ്ടും ശക്തിയായി കതകിൽ പ്രഹരിക്കുന്ന ശബ്ദം കേട്ടു. ഏത് പൊന്ന മോനടാ!
ശിവരാമൻ കണ്ണുപൊട്ടുന്ന തെറി വിളിച്ചു. പെട്ടെന്ന് ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടൊരു ഇടി മുഴങ്ങി. ഒപ്പം ശക്തിയേറിയ കാറ്റിൽ ജനാലവാതിൽ ഒന്നിലേറെ തവണ തുടരെ തുടരെ വലിയ ശബ്ദത്തോടെ തുറന്നടഞ്ഞു. കതകിലാരോ വീണ്ടും തട്ടുന്ന ശബ്ദം. ആ പ്രഹരത്തിൽ വാതിൽ ചിലപ്പോൾ ഇളകി വീണേക്കുമെന്ന് ശിവരാമന് തോന്നി. ഒരു ഉൾഭയം അവനെ ഗ്രസിച്ചു. ഇതൊന്നും അറിയാതെ താഴെ വീണ് കിടന്നുറങ്ങുന്ന സുഹൃത്തിനെ അവൻ വാതിൽക്കലേക്ക് തന്നെ നോക്കിക്കൊണ്ട് കാലുകൊണ്ട് തട്ടിയുണർത്താൻ ശ്രമിച്ചു. ഡാ വാസു, എണീക്കടാ. അവനൊന്ന് ഞെരങ്ങിയിട്ട് വീണ്ടും ഉറക്കത്തിലാണ്ടു. സർവ്വധൈര്യവും സംഭരിച്ചവൻ വാതിൽ തുറന്നു. വാതിൽക്കൽ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന മായയെ കണ്ടവൻ ഞെട്ടി. മേഡം എന്താ ഈ സമയത്ത് ഇവിടെ? ഇമ വെട്ടാതെ തന്നെ നോക്കി നിൽക്കുന്ന അവളിൽ അവനെന്തോ പന്തികേട് തോന്നി. മേഡം ഇപ്പൊ പൊക്കോ. ഉള്ളിൽ പടരുന്ന ഭയം മറച്ചു വെച്ചവൻ ധൈര്യം നടിച്ചു പറഞ്ഞു. നിനക്കം തന്നെ പറഞ്ഞു വിടാൻ ഇത്ര ധൃതി? ചോദിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് ചുവട് വെച്ചു. അവളുടെ നോട്ടത്തിലും ഭാവത്തിലും എന്തോ പന്തികേട് പോലെ. അവന് തന്റെ മുമ്പിൽ നിൽക്കുന്ന അപകടം മനസ്സിലായി. കഴിച്ച മദ്യത്തിന്റെ ലഹരി അവനിൽ നിന്നും ഇറങ്ങിപ്പോയി. കൂടുതൽ നേരം അവളോട് സംസാരിക്കാനോ ചിന്തിക്കാനോ സമയം പാഴാക്കാതെ അവൻ പിൻവാതിലിലൂടെ ഇറങ്ങിയോടി. പെട്ടെന്ന് ആകാശത്ത് മേഘങ്ങൾ ഉരുണ്ടുകൂടി. ചന്ദ്രൻ മറഞ്ഞു. കുറ്റാക്കൂരിട്ടിൽ ദിശയറിയാതെ അവൻ ഉഴറി. കാലിടറി വീണുപോയി അവനൊരു മരച്ചോട്ടിൽ അഭയം തേടി. ഒരു മിന്നൽ പിണർ അന്ധകാരത്തെ ഭേദിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി. ശിവരാമൻ ചാരിയിരുന്ന മരത്തിലേറ്റത് കത്താൻ തുടങ്ങി. ആ തീയുടെ വെളിച്ചത്തിൽ അവൻ ആ ഭീകരമായ കാഴ്ച കണ്ടു. ഒരാൾ വലിപ്പമുള്ളൊരു ചെന്നായ മുരണ്ടുകൊണ്ട് തന്നെ നോക്കി കുതിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അതവനെ ക്രൂരമായി നോക്കിക്കൊണ്ട് നാവ് നുണഞ്ഞു. അതിന്റെ ചുവന്ന കണ്ണുകൾ ചുട്ടുപഴുത്ത ലോഹം പോലെ തോന്നിച്ചു. ഉള്ളങ്കാൽ മുതലൊരു തണുപ്പിരച്ചു കയറുന്നത് അവൻ അറിഞ്ഞു. ആലോചിക്കാൻ നിൽക്കാതെ പ്രാണഭയത്താൽ വീണ്ടും അവനോടി. പിന്നാലെ ചെന്നായയും. തുള്ളിക്കൊരു കൂടം കണക്കെ മഴ ഭൂമിയിലേക്ക് ഇരച്ചെത്തി. പെട്ടെന്ന് അവൻ കണ്ടു, തന്റെ ഇരുവശത്തും തന്നെ തൊട്ടില്ലെന്ന മട്ടിൽ ക്രൂരതയുള്ള കണ്ണുകളോടെ കുതിച്ചെടുക്കുന്ന അനേകം കൂറ്റൻ നായ്ക്കൾ. മഴയിലും ഇരുട്ടിലും വഴി അവൻ കാണുന്നുണ്ടായിരുന്നില്ല. ഒരു മരത്തിന്റെ വേരിൽ തട്ടിയവൻ തെറിച്ച് നടുപിടിച്ചു വീണു. അടുത്തു വരുന്ന അനേകം നായ്ക്കളുടെ മുരൾച്ചകൾ അവൻ അറിഞ്ഞു. എഴുന്നേൽക്കാൻ ശ്രമിച്ച അവൻ വേദനയാൽ പുളഞ്ഞു. പിന്നിലേക്ക് കഴിഞ്ഞവൻ മരത്തിന് പിന്നിൽ ഒളിക്കാൻ ശ്രമിച്ചു. പിന്നിലുണ്ടായിരുന്ന വലിയ കുഴിയിലേക്ക് ഒരു ആർത്തനാദത്തോടെ തലയിടിച്ചു വീണു. വല്ല വിധേനയും എഴുന്നേറ്റിരുന്നവൻ തന്റെ സമീപം ആരുടെയോ സാന്നിധ്യം തോന്നിയതുപോലെ മുന്നോട്ട് നോക്കി. അവനു മുമ്പിൽ 4 അടി അകലത്തായി അവൾ മായ. അവൻ കിടുകിടുത്തു. അത് മായയല്ലെന്ന് അവന് മനസ്സിലായെങ്കിലും ഒരു വിളറിയ ചിരി അവൻ ചിരിച്ചു. അവനെ തന്നെ തുറിച്ചു നോക്കിയിരുന്ന മായയുടെ ഇമകൾ പോലും അനങ്ങുന്നുണ്ടായിരുന്നില്ല. അവന്റെ വിളറിയ ചിരിക്കിടയിലും ആ കണ്ണിൽ തെളിയുന്ന ഭയം അവൾ കാണുന്നുണ്ടായിരുന്നു. നീ എന്തിനെയാ ഭയക്കുന്നേ? മായയുടെ സ്വരം അകലത്ത് നിന്നെന്ന പോലെ അവൻ കേട്ടു. ഞാനോ? ഏയ്. അവനെന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും മുഖത്ത് തെളിഞ്ഞ ഭാവം അവനെ തോൽപ്പിച്ചു കളഞ്ഞു. അവന്റെ കണ്ണിലേക്ക് തുറിച്ചു നോക്കിയ മായ മുഖവരയില്ലാതെ ചോദിച്ചു, നിനക്കറിയോ ശിവഗംഗ മരിച്ചത് എങ്ങനെയാണെന്ന്? ഇല്ല. മറുപടി പെട്ടെന്നായിരുന്നു. നിനക്കറിയില്ലേ? ഇത്തവണ അവളുടെ ചോദ്യം ഒരു ഗർജനമായിരുന്നു. അവൻ ഞെട്ടിത്തെറിച്ചു. അവളുടെ ഭാവം മാറി. കണ്ണുകളിൽ തീയാളി. കാറ്റിന് ശക്തിയായി. ചുറ്റുമുള്ള മരങ്ങളെല്ലാം ഇപ്പോൾ നിലം പതിക്കുമെന്ന് അവന് തോന്നി. മായ സംഹാരരുദ്രയായ ശിവഗംഗയായി മാറുന്നത് ഉൾക്കിടിലത്തോടെ അവൻ കണ്ടു. നിന്നെക്കൊണ്ട് ഞാൻ പറയിക്കും. മുരൾച്ച പോലെ പറഞ്ഞുകൊണ്ടവൻ അവന്റെ അടുത്തേക്കെടുത്തു. പിടഞ്ഞെണീക്കാൻ ശ്രമിച്ച അവന്റെ വലതുകാലിൽ പിടിച്ചവൾ തിരിച്ചു. ഇരുട്ടിനെ വിറപ്പിച്ചുകൊണ്ട് അവന്റെ നിലവിളി ഉയർന്നു. വേദനയാൽ മുന്നോട്ട് കമിഴ്ന്നു വീണുപോയ അവനൊരു പുഴുവിനെ പോലെ കിടന്നു പുളഞ്ഞു. തന്റെ ശരീരത്തിലൂടെ പാമ്പ് പോലെ എന്തോ ഇഴയുന്നതറിഞ്ഞവൻ ഭയത്തോടെ നോക്കി. വയറിന്റെ മുകളിലൂടെ മേളിലേക്കൊരു സർപ്പത്തെ പോലെ ഇഴഞ്ഞു കയറുന്ന വള്ളിപ്പടർപ്പുകൾ കണ്ടവന്റെ തലയിൽ അപായമണി മുഴങ്ങി. അവനത് തട്ടിമാറ്റാൻ ശ്രമിച്ചു. അതിവേഗത്തിലെത്തിയ ആ വള്ളികൾ ഒരു പാമ്പിനെ പോലെ അവന്റെ കഴുത്തിൽ വരിഞ്ഞു മുറുകി. അടുത്ത ക്ഷണം അതവനെ വായുവിലേക്ക് വലിച്ചുയർത്തി. അവന്റെ കാലുകൾ ശൂന്യതയിൽ ഒരു ആശ്രയത്തിനായി തപ്പിത്തടയുന്നുണ്ടായിരുന്നു. അവൻ തന്റെ ദുർബലമായ കൈകൾ ഉയർത്തി കുരുക്കഴിക്കാനൊരു വിഫല ശ്രമം നടത്തി. അപ്പോൾ അത് കൂടുതൽ കരുത്തോടെ മുറുകി. ശ്വാസത്തിനായി അവൻ പിടഞ്ഞു. കണ്ണുകൾ പുറത്തേക്ക് തുറച്ചുന്തി. പെട്ടെന്ന് അവൾ ഊക്കോടെ അവനെ വലിച്ചെറിഞ്ഞു. അടുത്തുണ്ടായിരുന്ന പാറക്കെട്ടിൽ തല്ലിയലച്ച് അവൻ വീണു. തലയിൽ നിന്നും ചോര പൂക്കുറ്റി പോലെ ചീറ്റി. അവൻ അലറിക്കരഞ്ഞു. കണ്ണിലൂടെയും മുഖത്തുകൂടിയും ചൂടുള്ള കൊഴുത്ത രക്തം ഒലിച്ചിറങ്ങുന്നത് അവൻ അറിഞ്ഞു. പ്രാണവേദനയാൽ അവൻ അവിടെ കിടന്നു ഞരങ്ങി. നീ പറയില്ലാലേ? ഗർജിച്ചുകൊണ്ട് തനിക്ക് നേരെ വീണ്ടും പാഞ്ഞെടുക്കുന്ന ശിവഗംഗയെ നോക്കിയവൻ കൈകൾ കൂപ്പി ജീവന് വേണ്ടി യാചിച്ചു. എന്നെ കൊല്ലല്ലേ, ഞാൻ എല്ലാം പറയാം. ഒരു നൊടി നേരത്തേക്ക് അവൾ നിന്നു. അവളുടെ ഭീകരഭാവം കാണാനാവാതെ ഭയത്തോടെ അവൻ തലകുനിച്ചു. വായിൽ നിറഞ്ഞ കൊഴുത്ത ചോരയവൻ തുപ്പി. തലയാട്ടിക്കൊണ്ട് സമ്മതരൂപേണ പറഞ്ഞു, ഞാനാ നിന്നോടാ ദ്രോഹം ചെയ്തത്. പാടില്ലായിരുന്നു. മാപ്പ്. എന്നെ കൊല്ലല്ലേ. അവൻ പ്രാണഭയത്തോടെ കാറിക്കരഞ്ഞു. ശിവഗംഗയുടെ മുഖം അല്പം തെളിഞ്ഞു. ദ്രോഹി, എന്തിനു വേണ്ടി നീ അത് ചെയ്തു? അവന്റെ കുറ്റസമ്മതം കേട്ടതും ദിഗന്ധങ്ങൾ പിളരുമാറുച്ചത്തിൽ അവൾ അലറി. ഈ ലോകം കാണിക്കാതെ എൻ്റെ കുഞ്ഞിനെയും എന്നെയും തീർത്തു കളയാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തേ? എന്നിട്ട് ഞാൻ നിന്നോട് ക്ഷമിക്കണമല്ലേ? കൊല്ലരുതല്ലേ ദുഷ്ടാ. ഇനി നീ ഈ ലോകത്ത് വേണ്ട. അവളുടെ ഭാവം കണ്ടവൻ ഭയന്ന് വിറച്ചുപോയി. തൊണ്ട വരളുന്നു. സംസാരിക്കാൻ നാവ് പൊന്തില്ലെന്നവന് തോന്നി. അവൻ ബുദ്ധിമുട്ടി നാവനക്കി.
അങ്ങനെയെങ്കിൽ നീ എന്നെ മാത്രമല്ല കൊല്ലേണ്ടത്, ഞാനല്ല നിന്നെ കൊല്ലാൻ തീരുമാനിച്ചത്. ശിവഗംഗ കോപത്തിന്റെ ഉച്ചകോടിയിലെത്തി. ദ്രോഹി, നുണ പറയുന്നു. ഭീതിയോടെ അവളെ നോക്കി. അവിടെ രൗദ്രരൂപിയായ ഒരു സ്വത്വത്തെ കണ്ടവൻ ഭയന്നലറി. അതിന്റെ അഴുകിയ ദുർഗന്ധം വമിക്കുന്ന കരങ്ങൾ തനിക്ക് നേരെ നീളുന്നത് കണ്ടവൻ പിടഞ്ഞെഴുന്നേറ്റു. മരണം മുന്നിൽ കണ്ടവൻ ഒരു അവസാന ശ്രമമെന്നോണം സർവ്വധൈര്യവും ആവാഹിച്ച് ഉറക്കെ പറഞ്ഞു, ശിവഗംഗേ, ഞാനാ പറഞ്ഞത് സത്യമാ. മരണപ്പെടാൻ വിധിക്കപ്പെട്ടവളായിരുന്നു നീ. എന്നാൽ അത് വിധിച്ചത് ഞാനല്ല. മരിക്കാൻ പോകുന്ന നിന്നെ അതിനു മുമ്പ് എനിക്ക് അനുഭവിക്കണമെന്ന് തോന്നിയത് എൻ്റെ തെറ്റാ. നിന്നെ അധികം വേദനിപ്പിക്കാതെ കൊന്നുകളയാൻ എന്നെ ഏൽപ്പിച്ചത്. സുധി അതിന് കൂട്ടുനിന്നത് എനിക്കിപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. ഞാൻ വെറും ആയുധം മാത്രമാ, വിശ്വസിക്കണം. അവന്റെ അരികിലേക്ക് പാഞ്ഞെടുത്ത ശിവഗംഗ പെട്ടെന്ന് നിന്നു. അവളുടെ മനസ്സിൽ ചില മുഖങ്ങൾ മിന്നിമറഞ്ഞു. തന്റെ ശത്രുക്കളുടെ നിര നീളുകയാണെന്നറിഞ്ഞ അവൾ അവന്റെ വാക്കുകൾക്കായി കാതോർത്തു. കണ്ണുകൾ രക്തവർണമായി. അവളെ അനുഭാവിച്ചിട്ടെന്നോണം പ്രകൃതിയും ഒരുങ്ങി. ഇമ വെട്ടാതെ അവൾ അവനെ തറച്ചു നോക്കി നിന്നു. അവനെ നോക്കിക്കൊണ്ടവൾ ഒരടി നടന്നു. ആ മുഖത്തെ രൗദ്രഭാവം അവന്റെ ഉള്ള ധൈര്യം കൂടി ചോർത്താൻ പോന്നതായിരുന്നു. പേടികൊണ്ടവൻ കിടുകിടാ വിറച്ചു. അവന്റെ മൗനം കൂടി വന്നപ്പോൾ മുരളും പോലെ അവൾ ശബ്ദിച്ചു, എന്തിനു വേണ്ടി? ആര് പറഞ്ഞിട്ടാ നീ എന്നെ ഇല്ലാണ്ടാക്കിയത്? വാക്കുകൾ അവളുടെ കൂർത്ത പല്ലുകൾക്കിടയിൽ ഞെരിഞ്ഞമരുന്നത് പോലെ അവന് തോന്നി. നുണ പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നീ വ്യാമോഹിക്കണ്ട. പിന്തിരിഞ്ഞോടാനൊരു അവസരത്തിനായി അവൻ പിന്നിലേക്ക് രണ്ടടി വെച്ചു. അത് മനസ്സിലാക്കിയിട്ടെന്ന പോലെ അവൾ അവൻ്റെ കാൽപാദത്തിലേക്ക് നോക്കി. അവൻ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. പെട്ടെന്നെന്തോ ശബ്ദം കേട്ടവൻ ചുറ്റും നോക്കി. മെല്ലെ തുടങ്ങി ആളിക്കത്തുന്ന അഗ്നിവളയം തനിക്ക് ചുറ്റും. കെണിയിൽപ്പെട്ട എലിയെപ്പോലെ അവൻ തളർന്നു. അവൾക്കുള്ള മറുപടി കൊടുത്താലും അവൾ തന്നെ കൊല്ലുമെന്ന് അവന് തോന്നി. താൻ പെട്ടിരിക്കുന്ന അപകടത്തിന്റെ വ്യാപ്തി അവന് മനസ്സിലായി തുടങ്ങി. അവന്റെ തളർച്ച കണ്ട അവൾ അട്ടഹസിച്ചു. ആ ചിരിയിൽ തന്റെ കർണപടം തകരുന്നത് പോലെ അവന് തോന്നി. അവളുടെ രൂപം പതിയെ മാറാൻ തുടങ്ങി. ദ്രംഷ്ടകൾ പുറത്തേക്കുന്തി, നാവ് പുറത്തേക്ക് നീണ്ടു. രക്തവർണമായ കണ്ണുകളിൽ നിന്നും ചോരയൊഴുകി മുഖമാകെ ഭീകരത പരത്തി. അവളൊരു മഹാമേരു പോലെ അഗ്നിയിലൂടെ നടന്ന് അവന്റെ മുമ്പിൽ വന്നു നിന്നു. അവൾ ആജ്ഞാശക്തിയോടെ മൂളി. അവളുടെ ഭീകരമായ മുഖം അടുത്ത് കണ്ട ശിവരാമന് തന്റെ സപ്തനാടികളും തളരുന്ന പോലെ തോന്നി. അവന്റെ ഉമിനീറ് വെറ്റി. തലയിലെ മുറിവിൽ നിന്നും ചോര അപ്പോഴും അവന്റെ മുഖത്ത് ചാലുകൾ തീർത്തുകൊണ്ടേയിരുന്നു. അവൻ വാക്കുകൾക്കായി പരതി. വരണ്ട ചുണ്ടുകൾ നാവുകൊണ്ട് നനച്ചവൻ വല്ല വിധേനയും പറഞ്ഞൊപ്പിച്ചു, ഉണ്ണി. ആ പേര് കേട്ടതും അവളൊന്ന് ഞെട്ടി ഉലഞ്ഞതായി തോന്നി. പെട്ടെന്ന് അവനൊരു ധൈര്യം തോന്നി. ഉണ്ണിയെ അവൾ ഉപദ്രവിക്കില്ലെങ്കിൽ ഒരുപക്ഷെ തന്നെയും വെറുതെ വിട്ടാലോ? അവൻ ആ ആലോചനയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. കേട്ടത് വിശ്വസിക്കാനാകാതെ അവളുടെ കണ്ണുകളിടറി. അവൾ മെല്ലെ മെല്ലെ ശിവഗംഗയും പിന്നെ മായയുമായി മാറി. ശിവരാമന് ചുറ്റുമുണ്ടായിരുന്ന അഗ്നിവളയം താനെ അണഞ്ഞില്ലാതെയായി. അവളുടെ ആ മാറ്റം കണ്ട ശിവരാമൻ അല്പം ഒന്ന് സമാധാനിച്ചു. അവൻ വേഗം പറഞ്ഞു, അന്ന് ഉണ്ണി പറഞ്ഞിട്ട സുദേവൻ എൻ്റെ കയ്യിൽ കത്തെഴുതി തന്നുവിട്ടത്. നിന്നെ ഇല്ലാതാക്കാൻ തന്നെയായിരുന്നു അവരുടെ തീരുമാനം. ഉണ്ണിയുടെ ഇപ്പോഴത്തെ പോലെയുള്ള ജീവിതം നാട്ടുമ്പുറത്തുകാരിയായ നിന്നെ കല്യാണം കഴിച്ചാൽ കിട്ടത്തില്ലായിരുന്നു. ഉണ്ണി എന്നെ കെട്ടിപ്പിടിച്ച് നിന്നെ വേദനിപ്പിക്കാതെ കൊല്ലണമെന്ന് പറഞ്ഞയച്ചതാ. നീ ഗർഭിണിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. മാപ്പ് തരണം. ഓർമ്മകളിലൂടെ സഞ്ചരിക്കുകയായിരുന്ന അവളുടെ ഭാവം പെട്ടെന്ന് മാറി. മായ അവനെ നോക്കി ആക്രോശിച്ചു, ദ്രോഹിയാണ് നീ നുണ പറയുകയാണ്. എൻ്റെ ഉണ്ണിയേട്ടനെ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും ആകില്ലെന്ന് എനിക്കറിയാം. ഇനി നീ മാപ്പർഹിക്കുന്നില്ല. അവൾ അവൻ്റെ നേർക്ക് ചുവട് വെച്ചു. പൊടുന്നനെ വന്ന കാറ്റിൽ അവനൊന്ന് ഉലഞ്ഞു. താൻ പറഞ്ഞതവൾ തെളിവില്ലാതെ വിശ്വസിക്കില്ല. ഇനി തനിക്ക് രക്ഷയില്ലെന്ന് ഉറപ്പായി. അടുത്തേക്ക് വരുന്നവൾ രൂപത്തിൽ മായയാണെങ്കിലും തൻ്റെ മരണമെന്ന ഓർമ്മയിൽ അവൻ പിടഞ്ഞുണർന്നു. ഒരു പാഴ്ശ്രമമെന്നോണം സമയം തെല്ലും പാഴാക്കാതെ അവൻ പിന്തിരിഞ്ഞോടി. അവളുടെ കാലടി ശബ്ദം അവനെ പിന്തുടർന്നു. തലയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ചോരച്ചാലുകൾ ഇടയ്ക്കിടെ അവൻ്റെ കാഴ്ച മറച്ചു. ഭഗവതിക്കാവിന് മുന്നിലൂടെ ആൽത്തറയും അമ്പലവും പിന്നിട്ട് അവൻ്റെ കാലുകൾ അതിവേഗം ചലിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് കാലിൽ എന്തോ തറച്ചതുപോലെ അവന് തോന്നി. താഴേക്ക് നോക്കി അവൻ കണ്ടത് വീണ്ടും തൻ്റെ കാൽപാദത്തിലേക്ക് ആഞ്ഞുകൊത്തുന്ന ഒരു കരിനാഗം. ഭയം അവൻ്റെ ശരീരമാകെ പടർന്നു. അലറിക്കരഞ്ഞുകൊണ്ടവൻ ഉരുണ്ടു വീണു. അപ്പോഴും അവൻ കണ്ടു, കണ്ണുകളിൽ തീരാ പകയുമായി പാഞ്ഞു വരുന്ന മായയെ. തീരാവേദനയിലും വല്ലവിധേനയും പിടഞ്ഞെഴുന്നേറ്റ് അല്പമകലെയായി തുറന്നു കിടന്ന നന്ദാവനത്തിന്റെ ഗേറ്റിലേക്ക് അവൻ കുതിച്ചു. പിന്നാലെ മായയും. കിടക്കയിൽ മായയെ കാണാതെ മുറിയിലും തെക്കിനിയിലും തേടി പുറത്തു വന്ന ഉണ്ണി കണ്ടു തുറന്നു കിടക്കുന്ന പൂമുഖവാതിൽ. ആഞ്ഞടിക്കുന്ന കാറ്റിൽ ഇളകിയാടുന്ന അതിൻ്റെ പാടുകൾ. ഒട്ടൊരു സംശയത്തോടെ പുറത്തിറങ്ങിയവൻ ചുറ്റും നോക്കി. മായാ! അവൻ്റെ ശബ്ദം കാറ്റിലലിഞ്ഞു. ഗേറ്റ് മലർക്കെ തുറന്നു കിടക്കുന്നത് കണ്ടവൻ്റെ ശ്വാസം നിലച്ചതുപോലെയായി. മായ ഈ സമയത്ത് ഒറ്റയ്ക്ക് എവിടേക്ക്? സിറ്റൗട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയ ഉണ്ണി പെട്ടെന്ന് കാഴ്ച കണ്ടു. പിടിച്ചു കെട്ടിയതുപോലെ അവിടെ തന്നെ നിന്നു. വേച്ച് ഗേറ്റ് കടന്ന് വീടിന് നേരെ ഓടിയെടുക്കുന്ന ഒരു മനുഷ്യൻ. ആരാണ് ഈ സമയത്ത്? ഒരു നിമിഷം ഉണ്ണി പതറി. ദേഹമാസകലം ചോരപ്പാടുകളുമായി ഓടി വന്നയാൾ ഉണ്ണിയുടെ കാൽച്ചുവട്ടിലേക്ക് കുഴഞ്ഞു വീണുപോയി. അത് ശിവരാമനാണെന്നറിഞ്ഞ ഉണ്ണി നടുങ്ങി. അവൻ്റെ രൂപം കണ്ട ഉണ്ണി പതറി. തലയിൽ നിന്നും ചോര കുതിച്ചൊഴുകുന്നു. ശരീരമാസകലം പാടുകൾ.
തൻ്റെ കാൽക്കൽ വീണ് കിടക്കുന്ന സുഹൃത്തിന് ജീവനുണ്ടോ എന്ന് പോലും അയാൾ ഒരു വേള സംശയിച്ചു പോയി. എന്താ ശിവ, എന്താ ഇത്, എന്തുപറ്റി? ഉണ്ണി ഭയന്നുകൊണ്ട് ശിവരാമനെ കുലുക്കി വിളിച്ചുകൊണ്ട് അവൻ്റെ തല തൻ്റെ മടിയിലേക്ക് ഉയർത്തി വെച്ചുകൊണ്ട് ചോദിച്ചു. തൻ്റെ കാലിലേക്ക് ഭയത്തോടെ ശിവരാമൻ്റെ കണ്ണുകൾ നീണ്ടു. ഉണ്ണിയും കണ്ടു അവൻ്റെ കാൽപാദത്തിൽ നാഗദംശന പാടുകൾ. തൽഫലമായ ശ്വാസതടസ്സം ആരംഭിച്ചിരിക്കുന്നു ശിവരാമന്. ഇല്ലടാ ശിവ, നിനക്കൊന്നും വരില്ല, എനിക്ക് ഞാൻ കാറെടുക്കാം, നമുക്ക് ആശുപത്രിയിൽ പോകാം. അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഉണ്ണി പറഞ്ഞു. ഉണ്ണി, തളർന്ന ശബ്ദത്തിൽ ശിവരാമൻ വിളിച്ചു. ഞാൻ മരിച്ചു പോകും ഉണ്ണി, എനിക്ക് നീ മാപ്പ് തരണം. ഞാനാണ് ശിവഗംഗയെ നശിപ്പിച്ചത്. ഉണ്ണി ഒരു ഞെട്ടലോടെ അത് കേട്ടിരുന്നു. ശിവരാമൻ തുടർന്നു. നിങ്ങൾ അവളെ ഇല്ലാതാക്കാനേ പറഞ്ഞുള്ളൂ, ശരിയാ, പക്ഷെ അപ്പോൾ അങ്ങനെ പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. അവളെ വേദനിപ്പിക്കാതെ കൊല്ലണമെന്ന നിന്റെ വാക്കെനിക്ക് പാലിക്കാനായില്ല. അവൻ വേദനയാൽ ഞെരുങ്ങി. ഒരു നിമിഷമെടുത്ത് ഉണ്ണിക്ക് സ്ഥലകാല ബോധം വരാൻ. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നവൻ പേടിയോടെ ചുറ്റും നോക്കി. നീ ഇത് വേറെ ആരോടെങ്കിലും പറഞ്ഞോ? ഭീതിയോടെ വിറയാർന്ന ശബ്ദം താഴ്ത്തി ഉണ്ണി ചോദിച്ചു. ശിവൻ ഭീതിയോടെ പിന്നിലേക്ക് വിരൽ ചൂണ്ടി. അവൾ മായ അല്ല, ശിവഗംഗ. അപ്പോഴേക്കും വായിൽ നിന്ന് നുരയും പതയും വന്ന ശിവരാമൻ ഒന്നു പിടഞ്ഞു. പിന്നെ ഉണ്ണിയുടെ മടിയിലേക്ക് കുഴഞ്ഞു വീണ അവൻ്റെ ശരീരം നിശ്ചലമായി. അവൻ അവസാനമായി വിരൽ ചൂണ്ടിയിടത്തേക്ക് ഉണ്ണി നോക്കി. തൻ്റെ നോട്ടം ചെന്നു പതിച്ചത് മായയിലാണെന്നറിഞ്ഞ ഉണ്ണി സ്തബ്ധനായി. മായ എല്ലാം കേട്ടിരിക്കുന്നുവെന്ന അറിവ് അവനെ ചകിതനാക്കി. ശിവരാമൻ പറഞ്ഞതെല്ലാം സത്യമായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ അവൾ ഉണ്ണിയെ നോക്കി സർവം തകർന്ന് നിൽക്കുകയാണെന്ന് അവൻ അറിഞ്ഞില്ല. അവൾ മെല്ലെ മുന്നോട്ട് ചുവടുകൾ വച്ചു. ശിവരാമന്റെ ചേതനയേറ്റ ശരീരം നിലത്ത് കിടത്തി ഉണ്ണി പതിയെ എഴുന്നേറ്റു. തനിക്ക് നേരെ എടുക്കുന്ന മായയെ അവൻ രണ്ട് സ്ത്രീരൂപങ്ങളായി കണ്ടു. അവൻ കണ്ണടച്ചു തുറന്നു നോക്കി. അതെ, സത്യമാണ്, മായ ഒറ്റയ്ക്കല്ല, ആരോ അവളുടെ പിന്നിൽ, അല്ല അവളുടെ ഒപ്പം. അടുത്തുകൊണ്ടിരിക്കുന്ന അവർ ഇരുവരുടെയും മുഖം മായയെ പോലെ തന്നെ. എന്താണിത്? അവൻ ഇരു കൈകൾ കൊണ്ട് കണ്ണുകൾ തിരുമ്മി തുറന്നു. തൻ്റെ മുന്നിലേക്ക് വരുന്ന ശിവഗംഗയെ കണ്ടവൻ ഞെട്ടാൻ പോലും മറന്നുപോയി. അവളുടെ മുഖം ശാന്തമായിരുന്നു. ആഞ്ഞടിക്കാൻ പോകുന്ന കൊടുങ്കാറ്റിന് മുമ്പുള്ള ഭീകരമായ ശാന്തതയാണെന്നവൻ കണ്ടു. അവൻ്റെ കണ്ണുകൾ മായയിലേക്ക് നീണ്ടു. അവളുടെ കണ്ണുകളിൽ നിന്നും തീ പാർന്ന പോലെ തോന്നി. മുഖം വെറുപ്പുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവൾ അവനെ നോക്കാതെ അകലേക്ക് നോട്ടമയച്ചു. എന്ത് വേണമെന്നറിയാതെ ഉണ്ണി നിന്നു. ഉണ്ണിയേട്ടാ! വന്യമൃഗം മുരളും പോലെ ഒരു ശബ്ദം കേട്ടു. ശാന്തത നിറഞ്ഞു നിന്നിരുന്ന ആ മുഖത്ത് വിരിഞ്ഞ ക്രൗര്യം ശ്രദ്ധിച്ച് അവൻ പതറി. അവൾ നന്ദാവനത്തിൻ്റെ മുറ്റത്തുകൂടി നടന്നുകൊണ്ട് തുടർന്നു. എന്നോട് ഈ ദ്രോഹം ചെയ്തത് എന്തിനായിരുന്നു? ഒഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞിട്ടും. അവളുടെ ശബ്ദം പതിഞ്ഞതാണെങ്കിലും ഉറച്ചതാണെന്ന് അവൻ അറിഞ്ഞു. കാതരമായ സ്വരമല്ലിപ്പോൾ. മുന്നിൽ വന്ന് നിൽക്കുന്നത് തൻ്റെ മരണമാണ്. വാക്കുകൾ ഓരോന്നും സൂക്ഷിച്ചില്ലെങ്കിൽ സുദേവിൻ്റെയും ശിവന്റെയും അവസ്ഥയാകും തനിക്ക്. അവനൊരടി പിന്നിലേക്ക് വെച്ചു. കുടുംബത്തിനുണ്ടാകുന്ന ചീത്തപ്പേരോർത്തപ്പോൾ ഞങ്ങളൊരു ദുർബല നിമിഷത്തിൽ അങ്ങനെ ചിന്തിച്ചു പോയി. അവൻ വിക്കി. അവൾ ചിരിച്ചു. കുടുംബത്തിൻ്റെ പേരോർത്തോ അതോ സ്വന്തം ഭാവിയുടെ ഉന്നതി ഓർത്തോ? അവളുടെ പരിഹാസം നിറഞ്ഞ ചോദ്യത്തിൽ നിന്നും ശിവരാമൻ എല്ലാം പറഞ്ഞിട്ടുണ്ടാവുമെന്ന് മനസ്സിലായി. അവളുടെ കണ്ണിലെ ഭാവപ്പകർച്ച കണ്ട അവന് മനസ്സിലായി എല്ലാം തീരാൻ പോവുകയാണെന്ന്. പിന്നിലേക്ക് നീങ്ങുന്നതിനോടൊപ്പം അവൻ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഏലസിൽ മുറുകെ പിടിച്ചു. അത് കണ്ട ശിവഗംഗ പൊട്ടിച്ചിരിച്ചു. ഭയം. നന്ദാവനത്തെ ഉണ്ണിത്തമ്പുരാൻ്റെ കണ്ണുകളിൽ ഭയം. അവളുടെ പരിഹാസം നിറഞ്ഞ ശബ്ദം അവിടെ മാറ്റുലി കൊണ്ടു. ഇതേപോലെ ഒരു ഏലസുണ്ടായിരുന്നു സുദേവന്റെ കഴുത്തിലും. എന്നിട്ടിപ്പോൾ അവനെവിടെ? അവൾ ചിരിക്കാൻ തുടങ്ങി. ശിവഗംഗ തുടർന്നു. അവനെ എന്നേക്കുമായി ഉറക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ നീയും എനിക്കൊരു ഇരയല്ല. അവളുടേത് അതൊരു ഗർജനമായി മാറി. ഉണ്ണി ഭയത്തോടെ മായയെ നോക്കി. അവളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. തൻ്റെ മരണം അവളും ആഗ്രഹിക്കുന്ന പോലെ ഉണ്ണിക്ക് തോന്നി. അവളുടെ കണ്ണുകൾ ചുറ്റും പരതി. എന്തോ കണ്ണിലുടക്കിയ പോലെ അവളുടെ മുഖത്ത് ചെറു ചിരി വിടർന്നു. മുറ്റത്ത് കിടന്ന കയർ ഒരു പാമ്പിനെ പോലെ ഇഴയാൻ തുടങ്ങി. അത് ഉണ്ണിയുടെ ചുറ്റും വലം വയ്ക്കാൻ തുടങ്ങി. കാലുകളെ വലിഞ്ഞു മുറുക്കി ബന്ധിച്ചുകൊണ്ട് മുകളിലേക്ക് വന്നു. അരക്കെട്ടും കഴിഞ്ഞ് കൈകളെ ശരീരത്തോട് ചേർത്ത് ബന്ധിച്ചുകൊണ്ട് കഴുത്തും കീഴടക്കി. കയറിൻ്റെ തല മുഖത്തിന് അഭിമുഖമായി നിന്നു. മെല്ലെ കയറിൻ്റെ തല നാഗഫണമായി മാറി. അത് ഫണം വിടർത്തിയാടി. പിന്നെ അല്പം പുറകോട്ട് വളഞ്ഞു. നെറ്റിയിൽ ദംശിക്കാനെന്ന വണ്ണം ഉണ്ണി മരണത്തെ മുന്നിൽ കണ്ടു. അവൻ്റെ കണ്ണുകൾ മരണഭീതിയിൽ പിടച്ചു. ശിവഗംഗയുടെ ശബ്ദം വീണ്ടും ഉയർന്നു. ഒരു നിമിഷം പോലും എനിക്ക് തികച്ചു വേണ്ട നിന്നെ കൊല്ലാൻ, ഒറ്റയടിക്ക് തീർക്കാൻ. പക്ഷേ അവളുടെ മുഖം താഴ്ന്നു. ഉണ്ണിയെ ജീവനേക്കാൾ സ്നേഹിച്ച ശിവയായി അറിയാതെ അവൾ മാറി. ഉണ്ണിയേട്ടാ, എന്നോട്, ഈ ശിവയോട്. അവളുടെ പക നിറഞ്ഞ കണ്ണുകൾ സങ്കടക്കടലായി. അവൾ അടുത്തേക്ക് നീങ്ങി ഉണ്ണിയുടെ നെഞ്ചോട് ചേർന്നു. ശിവ, എന്നോട് ക്ഷമിക്കൂ, അവൻ ഏങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ ഒരടി പുറകോട്ട് മാറി ഒന്ന് അലറി. മിണ്ടരുത്. അവളുടെ മുഖം പഴയതിനേക്കാൾ രൗദ്രമായി. കണ്ണുകൾ തീക്കനൽ പോലെ. പക്ഷെ അധിക സമയം നീണ്ടു നിന്നില്ല അത്. ഉള്ളിൽ പ്രണയവും പ്രതികാരവും തമ്മിൽ മത്സരിക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞ് അവൾ തുടർന്നു. നിന്നെ കൊന്നാൽ അത് നിനക്കൊരു മോചനമാകും.
ഇക്കഴിഞ്ഞ വർഷമത്രയും ഞാൻ അലഞ്ഞതുപോലെ ഇവിടെ ഈ ഭൂമിയിൽ തന്നെ നീ നരകിക്കണം. ഒരു സന്തതി പരമ്പര ഉണ്ടാകാതെ നിന്നോടുകൂടി ഈ കുടുംബം മുടിയും. നന്ദാവനത്തിൻ്റെ വേര് പോലും ഇല്ലാതെയാകും. അങ്ങ് അകലെ ഇരുന്ന് കണ്ട് ഞാൻ ആശ്വസിക്കും. ഭൂമി പിളരുന്ന പോലെ ഉണ്ണിക്ക് തോന്നി. കണ്ണുകൾ നിറഞ്ഞു. തലയിലാരും അടിച്ചതുപോലെ ഒരു പെരുപ്പ്, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ. ഇതിലും ഭേദം അവളുടെ കൈയാൽ മരണപ്പെടുന്നതായിരുന്നുവെന്ന് അവന് തോന്നി. എല്ലാം കേട്ടൊരു ശില പോലെ നിൽക്കുന്ന മായയെ അവൻ നിറമിഴകൾക്കിടയിലൂടെ കണ്ടു. ശിവ, അവൻ വിളിച്ചു. അരുത്, അവൾ വിലക്കി. ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. ഈ വിളിക്കായി കാത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഈ വിളിയിൽ കോരിത്തെരിച്ചൊരു യൗവനമുണ്ടായിരുന്നു. ആ സ്നേഹത്തിരയിൽ മരിച്ചു വീണെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്നൊരു ശിവയുണ്ടായിരുന്നു. അവളുടെ ശബ്ദമിടറി. ഒരുപാടൊന്നും സ്വപ്നങ്ങൾ കാണാത്തൊരു ശിവ. ആ സ്വപ്നങ്ങൾ മറയ്ക്കപ്പെടാത്തതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പിന്തിരിഞ്ഞ് നടക്കാൻ ആഗ്രഹിച്ചവൾ. ശിവഗംഗയുടെ കണ്ണുകൾ തുളുമ്പി. ഉണ്ണി ഇടിക്കുന്ന ഹൃദയത്തോടെ അവളെ കേട്ടു നിന്നു. മറ്റാരേക്കാളും ആ ശിവയെ അവളുടെ ഉണ്ണിയേട്ടന് അറിയാമെന്ന് അവൾ അഹങ്കരിച്ചു. എന്നിട്ടും എന്തിന് എന്നോട് ഈ ചതി ചെയ്ത്? ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ജീവൻ ഞാൻ സ്വയം ഇല്ലാതാക്കുമായിരുന്നല്ലോ. എന്തിനീ പാപഭാരം തലയിലേറ്റി? ശിവയ്ക്ക് അവളുടെ ജീവനേക്കാൾ വലുത് അവളുടെ ഉണ്ണിയേട്ടനാണെന്നതേ മനസ്സിലാക്കിയില്ല. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ഉണ്ണി കുറ്റബോധം താങ്ങാനാവാതെ തലകുനിച്ചു. ഭൂമി പിളർന്ന് താൻ ഇല്ലാതായിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിച്ചു. മായയുടെ കണ്ണുകളും രണ്ട് പുഴകളായി. എന്നെ ഇല്ലാതാക്കിയ ആളാണെന്നറിഞ്ഞിട്ടും വെറുക്കാൻ എനിക്കാവുന്നില്ലല്ലോ. അവളുടെ കണ്ണിലിപ്പോൾ പകയായിരുന്നില്ല, വഞ്ചിക്കപ്പെട്ട് വേദനിപ്പിക്കപ്പെട്ട പെൺമനസ്സിൻ്റെ കണ്ണുനീരായിരുന്നു. ഒരു സാധാരണ പെണ്ണിനെ പോലെ അവൾ മുഖം പൊത്തി ഏങ്ങിക്കരഞ്ഞു. അല്പനേരം അങ്ങനെ നിന്നിട്ടവൾ മുഖം തുടച്ചു. തൻ്റെ ശാപത്തിൽ അറിയാതെയെങ്കിലും ഇരയായിപ്പോയ ഹതഭാഗ്യയായ മായയുടെ സമീപത്തേക്ക് നടന്നു. ഇനി എന്തു വേണമെന്നറിയാതെ അവൾ തളർന്നു നിൽക്കുകയായിരുന്നു. നിനക്ക് വേണ്ടി എൻ്റെ ഭിക്ഷയായി ഈ ജീവൻ വിട്ടുതരുന്നു. ഇരുവരെയും അവൾ അവസാനമായി ഒന്നുകൂടി നോക്കി. തുടർന്ന് തെക്കേ ദിക്കിലേക്ക് നടന്നു. ഒരു പ്രഭാവലയം അവളെ പൊതിയുന്നത് അവർ കണ്ടു. നിശബ്ദയായി നിന്ന് പ്രകൃതി പോലും അവൾക്ക് യാത്രയപ്പ് നൽകി. ആകാശത്ത് നിന്നും പതിച്ച ഒരു മിന്നൽ പിണരിൽ അവൾ അപ്രത്യക്ഷയായി. നോക്കി നിന്ന മായയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തന്നെ പൊതിയുന്ന മന്ദമാരുതന് ചന്ദനത്തിൻ്റെ ഗന്ധമാണെന്ന് അവൾ അറിഞ്ഞു. ശിവഗംഗയുടെ മണം. ശിവയെ ഇല്ലാതാക്കിയ ഉണ്ണിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ഈ പാപത്തിൽ താനും പ്രതിയായത്. അതുകൊണ്ട് മാത്രമാണ് ഈ ജന്മം തനിക്ക് മാതൃത്വം നിഷേധിക്കപ്പെട്ടത്. മായ വെറുപ്പോടെ ഭർത്താവിനെ നോക്കി. പ്രണയിനി നൽകിയ ശിക്ഷയുടെ നോവിൽ നീറാനുള്ള ശിഷ്ടജീവിതത്തിനുടമയെ ഭിക്ഷയാണോ അവൾ തനിക്കായി തന്ന ഉണ്ണിയുടെ ജീവൻ? ഒരു നൊടി മായ ആലോചിച്ചു. അല്ല, അത് പ്രണയമാണ്, സ്ത്രീ മനസ്സാണ്. ഭൂമിയുടെ അടിയിലേക്ക് എത്രത്തോളം ചവിട്ടി താഴ്ത്തിയാലും ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന സ്ത്രീയുടെ നല്ല മനസ്സ്. കഥ അവസാനിച്ചിരിക്കുന്നു. ഈ കഥയിലെ ഏറ്റവും നല്ലത് ആ സ്നേഹമായിരുന്നല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ആ സ്നേഹത്തിന് മുന്നിൽ അവൾക്ക് അയാളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അയാൾ ഇനിയുള്ള കാലം ഇതോർത്ത് നേറി ജീവിക്കും. അതാണ് അയാൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ. അതിലും വലിയ ശിക്ഷ ഇനി കിട്ടാനില്ല. കഥ സൂപ്പറായിരുന്നില്ലേ? എന്തായാലും പുതിയ കഥയുമായി വീണ്ടും വരാം. ലവ് യു ഓൾ, ബൈ.